Good day to you, students. ഇന്ന് നമ്മുടെ സിയോട്സ് ഡിസ്കഷനാണ്. ഇപ്പോൾ ഈ മൂന്നാം തീയതി നടന്ന സിയോട്സിൻ്റെ ഡിസ്കഷൻ. ഓക്കെ, September 3rd, 2023. സോ ഡിസ്കഷനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: A particle is projected with a velocity v such that range on the horizontal plane is twice the greatest height attained. അപ്പോൾ എച്ചും ആറും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. എച്ചും ആറും തമ്മിലുള്ള ബന്ധം h/r is equal to tan theta by 4 എന്നറിയാം അല്ലേ. സോ റേഞ്ച് ട്വൈസ് ദ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ്. അപ്പോൾ r is equal to 2h എന്നാണ്. r is equal to 2h. അപ്പോൾ ഇവിടെ h/2h എന്ന് പറയുമ്പോൾ 1/2 ആണ് tan theta divided by 4. അപ്പോൾ tan theta becomes 2. സോ എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് റേഞ്ച് എന്താണ്. അപ്പോൾ റേഞ്ചിൻ്റെ ഫോർമുല u² sin 2 theta by g, okay, which can also be written as u² into 2 sin theta cos theta divided by g. Alright, അപ്പോൾ ഇവിടെ tan theta 2 ആയതുകൊണ്ട് tan theta opposite side by adjacent side. അപ്പോൾ ഈ സൈഡ് 4 + 1 5 റൂട്ട്. So that means sin theta എന്ന് പറയുമ്പോൾ 2/√5. ഓക്കെ, cos theta എന്ന് പറയുന്നത് 1/√5. So u² into 2 into sin theta പകരം 2/√5, cos theta പകരം 1/√5 divided by g. അപ്പോൾ 4 u² by √5 into √5 5g. 4u² by 5g. അപ്പോൾ ഇവിടെ യുവിന് പകരം അക്ഷരം v ആണ്, അതുകൊണ്ട് 4v² by 5g. That is choice 1. Alright, h/r ബന്ധം എഴുതി, തീറ്റയുടെ സൈൻ തീറ്റ കോസ് തീറ്റ ഫോം എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ: An object is moving with a uniform acceleration. That means acceleration constant, uniform acceleration, which is parallel to the instantaneous direction of motion. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനും വെലോസിറ്റിയും ഒരേ ഡയറക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മോഷൻ ഇൻ 1 dimension. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ഗ്രാഫ്. അപ്പോൾ മോഷൻ ഇൻ 1 dimension ആകുമ്പോൾ v² - u² is equal to 2as. ഇനിഷ്യലി അഡ്രസ്ഡ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഗ്രാഫിലെല്ലാം വെലോസിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒറിജിനിലാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഒറിജിനിൽ. ദാറ്റ് മീൻസ് ഇനിഷ്യൽ വെലോസിറ്റി 0 എന്നുള്ള കാര്യത്തിലാണ്. ഇനിഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ u0 ആണെങ്കിൽ ഇഫ് u is 0, v² പ്രപ്പോർഷണൽ ടു s എന്നായി. a is a constant. യൂണിഫോം ആക്സിലറേഷൻ എന്നുണ്ട്. സോ v² പ്രപ്പോർഷണൽ ടു s എന്ന് പറയുമ്പോൾ ഗ്രാഫ് ഇസ് എ പാരബോള. എക്സ് ആക്സിസോ വൈ ആക്സിസിലോ ഒരാൾ മറ്റേയാളുടെ സ്ക്വയറോ റൂട്ടോ ആണെങ്കിൽ ഷേപ്പ് ഇസ് എ പാരബോള. അപ്പോൾ v² പ്രപ്പോർഷണൽ ടു എസ്, അതുകൊണ്ട് പാരബോളയാണ്. പക്ഷേ ഈ 2ഉം 3ഉം 4ഉം ഒക്കെ പാരബോളയാണ്. അപ്പോൾ ഇനി സ്ലോപ്പ് നോക്കണം. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ എസ് വൈ ആക്സിസ്, വി എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ s/v ആണ് കിട്ടുന്നത്. ഡെൽറ്റ s/ഡെൽറ്റ v ആണ്. സോ ദാറ്റ് മീൻസ് v പ്രപ്പോർഷണൽ ടു √s ആണ്. നമുക്ക് വേണ്ടത് s/v ആണ്. ഓക്കെ, സോ s/v. സോ ടാൻ തീറ്റ s/v. എസിന് പകരം v² by v ഇടാം. പ്രപ്പോർഷണൽ ടു v² ആണല്ലോ. v² by v. ദാറ്റ് മീൻസ് പ്രപ്പോർഷണൽ ടു v. പ്രപ്പോർഷണൽ ടു v. എന്നിട്ട് v കൂടെയാണ്. എങ്ങനെ അറിയാം v കൂടണമെന്ന്? യൂണിഫോം ആക്സിലറേഷനാണ്, അതുകൊണ്ട് v കൂടെയാണ്. ദാറ്റ് മീൻസ് സ്ലോപ്പ് കൂടെയാണ്. അപ്പോൾ പാരബോളിക് ഷേപ്പാണ്, സ്ലോപ്പ് കൂടെയാണ്. അപ്പോൾ ഈ ഗ്രാഫിന് മാത്രമാണ് ഇവിടെ ടാൻജൻറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ആംഗിൾ കൂടി വരുന്നു അല്ലേ. യു ഹാവ് v ആൻഡ് s. ഇങ്ങനെ പോകുമ്പം ഇവിടെ ഈ പോയിന്റിൽ ഇത് θ1, ഈ പോയിന്റിൽ ഇത് θ2, ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ഈ പോയിന്റിൽ θ3. അപ്പോൾ ആംഗിൾ കൂടുന്നുണ്ട്, ടാൻ തീറ്റ കൂടുന്നുണ്ട്. വേറെ ഇവിടെ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ സ്ലോപ്പ് കുറഞ്ഞു വരുന്നു, ഇവിടെ കൂടിയിട്ട് പിന്നെ കുറയുന്നു. അതുകൊണ്ട് ആൻസർ ചോയ്സ് 3 ആണ്.
Okay, so that's how the choice is 3. Parabola എന്ന് മാത്രമല്ല എങ്ങനെയാണ് അതിൻ്റെ സ്ലോപ്പ് അതനുസരിച്ച് you have to choose the graph. അതുകൊണ്ട് choice 3. Understood? അടുത്ത question. A particle is thrown with a speed 12 meter per second at an angle 60 degree with the horizontal. 60 degree with the horizontal. So അതുകൊണ്ട് projectile ആണ്. Projectile motion ആണ്. 60 degree with the horizontal ആണ്. Okay. So initial velocity u is 12 meter per second. Angle of projection 60 degree. Time interval between the moments where the speed is 10 meter per second. അപ്പോൾ ഇവിടെ 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ മുകളിലോട്ട് പോകുന്തോറും ജി താഴോട്ടായതിൻ്റെ സ്പീഡ് കുറയും. മാക്സിമം ഹൈറ്റ് ആകുമ്പോൾ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉള്ളൂ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഏതോ ഒരു പോയിന്റിൽ ടോട്ടൽ വെലോസിറ്റി ആണ് 10 മീറ്റർ പെർ സെക്കൻഡ് ടോട്ടൽ വെലോസിറ്റി. പക്ഷേ വി എക്സ് ഇസ് ദ സെയിം ആസ് യു എക്സ്. ആൻഡ് വാട്ട് ഇസ് യു എക്സ്? 12 cos 60 which is cos 60 1/2 upper 6. അപ്പോൾ horizontal velocity 6. അപ്പോൾ Vx is the same as 6. Vy കണ്ടുപിടിക്കണം. എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ Vy അപ്പോൾ എങ്ങനെയാണ്? V squared is equal to Vx squared plus Vy squared. V squared ആണ് 10 squared 100. Vx squared 6 squared 36 plus Vy squared. അപ്പോൾ ഓട്ടോമാറ്റിക്കലി Vy squared 64 എന്ന് വരും. Vy 8 എന്ന് വരും. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടുത്തെ ഇനി വെർട്ടിക്കൽ വെലോസിറ്റി Vy. ഇനി ചെയ്യാൻ പോണത് ടൈം ഇൻറ്റർവൽ ബിറ്റ്വീൻ ദ മൊമെൻറ്റ്സ് വെൻ ദ സ്പീഡ് ഇസ് 10. ഇത് പ്രൊജക്ടൈൽ പാരബോളിക് പാത്രമല്ലോ. ഇവിടെ ഇങ്ങനെ പോകണം. ആൻഡ് സിമെട്രിക് ഓൾസോ. മാക്സിമം ഹൈറ്റ് പോലെ തന്നെ തിരികെ വരണം. സെക്കൻഡ് ഹാഫ് ഓൾസോ സിമെട്രിക്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഗ്രാഫ് വരച്ച ഈ പോയിന്റിൽ വെലോസിറ്റി 10 ആണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി 10 ആണെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ്. അതേപോലെ ഈ പോയിന്റിലും വെലോസിറ്റി സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എ ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ പാർട്ട് ഒരു പ്രൊജക്ടൈലാണ്, പാരബോളയാണ്. സോ ഇത്രയും ഭാഗം മാത്രം നമ്മൾ നോക്കിയാൽ എ സി ബി നോക്കിയാൽ ഇറ്റ് ഈസ് എ പാർട്ടിക്കിൾ പ്രൊജക്റ്റഡ് വിത്ത് എൻ ഇനിഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതിൻ്റെ വേർട്ടിക്കൽ വെലോസിറ്റി എനിക്കറിയാമെങ്കിൽ ഈ 10ന് നമുക്ക് ടോട്ടൽ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വേർട്ടിക്കൽ വെലോസിറ്റി അറിയാമെങ്കിൽ എ തൊട്ട് ബി വരെയുള്ള ടൈം എന്ന് പറയുന്നത് ഈ പ്രൊജക്ടൈലിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അണ്ടർസ്റ്റുഡ്? ഈ പാർട്ടിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആകെ എന്ത് ചെയ്താൽ മതി? 2uy/g ഫോമുല യൂസ് ചെയ്താൽ മതി. നിങ്ങൾ 2u sin θ/g എന്ന് പഠിച്ചില്ലേ? അതുപോലെ 2uy/g. ഇതാണ് എൻ്റെ എയിം. ഐ വോണ്ട് ടു ഫൈൻഡ് ദ ടൈം ഫ്രം എ സി ബി. സോ ഐ എം ഗോയിങ് ടു യൂസ് ദ ഫോമുല 2uy/g. By uy I mean v1y divided by g. v1y എന്താണ്? അതിന് ടോട്ടൽ വെലോസിറ്റി 10 നമ്മൾ കണ്ടല്ലോ. Vy 8 എന്ന് ഓൾറെഡി കണ്ടു. അപ്പോൾ ഇത് 8 ആണ്. സോ ദാറ്റ് മീൻസ് 2 into 8 divided by 10. 16/10 1.6 seconds. അതുകൊണ്ട് ടൈം ഇൻറ്റർവൽ ബിറ്റ്വീൻ ദ മൊമെൻറ്റ്സ് വെൻ ദ സ്പീഡ് ഇസ് 10 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടൈം ഫ്രം എ ടു ബി. അതൊരു പ്രൊജക്ടൈലായിട്ട് എടുത്തിട്ട് അവിടെ 2uy/g എന്നുള്ള ജനറൽ ഫോമുല അപ്ലൈ ചെയ്തു. അങ്ങനെ വി ഗോട്ട് ദി ആൻസർ 1.6 seconds. ദാറ്റ് ഈസ് ചോയ്സ് 4. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്. എ ബോഡി ഈസ് ത്രോൺ വിത്ത് എ വെലോസിറ്റി v0 അറ്റ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ഹൊറിസോണ്ടൽ. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി v0 ആണ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആൽഫയാണ്. ബോഡി റിമെയിൻസ് ഇൻ ദി എയർ ഫോർ 6 seconds. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് 6 seconds ആണ്. മാക്സിമം ഹൈറ്റ് എത്ര? നമുക്ക് മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും തമ്മിലുള്ള ബന്ധം 1 dimensional മോഷൻ ആയാലും പ്രൊജക്ടൈൽ മോഷൻ ആയാലും ഫോമുല സെയിം ആണ്. വാട്ട് ഇസ് ഇറ്റ്? h is equal to gt² by 8. It does not depend on the angle of projection.
അതുകൊണ്ട് 1 dimensionൽ vertically upൻ്റെ കഥയായാലും projectile inclined at an angle theta ആയാലും angle is not coming in the formula. So h is equal to gt squared by 8 അത് മതി. So g10 ഇവിടെ ഡെസിമൽ കണ്ടുകൊണ്ട് g 9.8 ഇടാം. 10 ഇട്ട് ചെയ്തിട്ട് നിയറസ്റ്റ് നമ്പർ എടുത്താലും മതി. ഓക്കെ, അപ്പോൾ 10 t സ്ക്വയർഡ് 6 സ്ക്വയർ 36 by 8. അപ്പോൾ 4 2s are 8, 4 9s are 36. So ഇവിടെ 4.9 multiplied by 9 അപ്പോൾ 44.1 മീറ്റർ എന്ന് എടുക്കും. ഇപ്പോൾ g10 ഇട്ട് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാൽക്കുലേഷൻ ചെയ്യാം. 45 കിട്ടും, നിയറസ്റ്റ് നമ്പർ 44.1 അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ചോയ്സ് 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A particle is moving along a circular path of radius 6 meter with a uniform speed. Particle moving in a circular path. Constant speed ആണ്, കാരണം ഡയറക്ഷൻ മാറുന്നതുകൊണ്ട് വെലോസിറ്റി മാറും, ഡയറക്ഷൻ മാറുന്നുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. റേഡിയസ് 6 മീറ്റേഴ്സ് ആണ്. ആവറേജ് ആക്സിലറേഷൻ when the particle completes 1/2 revolution. Average acceleration. അപ്പോൾ 1/2, ഇപ്പോൾ A പോയിന്റിൽ നിന്ന് എടുത്താൽ 1/2 എന്ന് പറയുമ്പോൾ സെമി സർക്കിൾ കവർ ചെയ്യും. ഇവിടുത്തെ വെലോസിറ്റി VA ഇങ്ങോട്ട്, ഇവിടുത്തെ വെലോസിറ്റി VB ഇങ്ങോട്ട്. ഓക്കെ, VBയുടെ മാഗ്നിറ്റ്യൂഡ് VA തന്നെയാണ്, ബിക്കോസ് സിമെട്രിക് ആണ്. ഇങ്ങോട്ട് പോയി കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. അപ്പോൾ എല്ലാ പോയിന്റിലും സ്പീഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ VBയും VAയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, വിച്ച് ഇസ് ദാറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. അപ്പോൾ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ഹാഫ് റെവല്യൂഷൻ. സോ A തൊട്ട് B വരെ ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? സെമി സർക്കിൾ ആകുമ്പോൾ πr ഡിവൈഡഡ് ബൈ u. ഓക്കെ, so pi into 6 divided by u is 8 meter per second. So 3 pi by 4 seconds. ഇതാണ് time taken to complete half a circle. ഇനി എന്താ വേണം? Average acceleration basic formula, total change in velocity divided by total time. Total change in velocity divided by total time. ടോട്ടൽ ടൈം നമുക്ക് കിട്ടി. ചേഞ്ച് ഇൻ വെലോസിറ്റി VA അപ്വേർഡ് VB ഡൗൺവേർഡ്, രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം. അതുകൊണ്ട് ഒരാൾ പ്ലസ് എന്ന് എടുത്താൽ മറ്റേയാൾ മൈനസ് എന്ന് എടുക്കണം, തമ്മിൽ കുറയ്ക്കുമ്പോൾ കൂട്ടണം. സോ ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി വർക്ക്സ് ഔട്ട് ടു ബി 8 + 8 16 ഡിവൈഡഡ് ബൈ ടൈം. ടൈം എത്ര? 3 pi by 4. സോ യു ഗെറ്റ് 64 divided by 3 pi meter per second square. ഇതാണ് ആവറേജ് ആക്സിലറേഷൻ. 64 divided by 3 pi meter per second square. All right, so that is this question. അടുത്തത്, the acceleration of a particle varies with time as in figure. Time, acceleration varies with time. Particle starts from rest എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ആഫ്റ്റർ 3 സെക്കൻഡ്സ്. സോ ഇവിടെ ഇത് ആക്സിലറേഷൻ ഗ്രാഫാണ്. ദിസ് ഇസ് ആക്സിലറേഷൻ, ഇത് ടൈമാണ്. സോ ഏരിയ എൻക്ലോസ് ബൈ ദി ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഏത് ഗ്രാഫിൻ്റെയും ഏരിയ എന്ന് പറയുമ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി y ആക്സിസ് മൾട്ടിപ്ലൈഡ് ബൈ x ആക്സിസും, സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ y ആക്സിസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x ആക്സിസ്. യു നോ ദാറ്റ്. സോ ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ മൾട്ടിപ്ലൈഡ് ബൈ ടൈം, വിച്ച് ഇസ് ഗോയിങ് ടു ബി വാട്ട് ഇസ് 80 v minus e. ആൻഡ് ഇനിഷ്യൽ വെലോസിറ്റി 0 എന്ന് തന്നിട്ടുണ്ട്. പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. സോ A into t is going to give you the final velocity. ഇനി ഇത് ആക്സിലറേഷൻ ആണ്, വെക്ടറാണ്. അതുകൊണ്ട് ഏരിയ എന്ന് പറയുന്നത് വിത്ത് സൈൻ എടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് തന്നിരിക്കുന്നത്. ഇതൊരു ഏരിയ A1, ഇവിടെ ഒരു ഏരിയ A2. ഇത് 3 seconds എന്ന് എഴുതിയിട്ടുണ്ട് ടൈം. ഓക്കെ, ഇവിടെ 1 second എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലിയർ? സോ
ഈ പോയിന്റിൽ -2 ബിക്കോസ് വൈ ആക്സിസിൻ്റെ നെഗറ്റീവ് പോർഷൻ ഈ ആക്സിസ് -2. ഇവിടുത്തെ വാല്യൂ തന്നിട്ടില്ല. ക്ലിയർ? സോ നമുക്ക് ഏരിയ A1 കാണണമെങ്കിൽ A1 എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ആണ്. ഹാഫ് ദ ബേസ് ഇൻ ടു ഹൈറ്റ്, ദാറ്റ് ഇസ് 1 യൂണിറ്റ് ആണ് ഞാൻ എടുക്കുന്നത്. ഐ എം ടേക്കിംഗ് മാഗ്നിറ്റ്യൂഡ്. സോ ഏരിയ A1 1 യൂണിറ്റും ഏരിയ A2 എന്ന് പറയുന്നത് ഹാഫ് ദ ബേസ് 1 തൊട്ട് 3 വരെ 2 ആണ്. ഹൈറ്റ് അറിഞ്ഞൂടാ. അപ്പോൾ ഹൈറ്റിന് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ തീറ്റയാണ്. സോ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 2 ആണ്. അപ്പോൾ ഇതിനെ ഞാൻ സം ലെറ്റേഴ്സ് y എന്ന് വിളിച്ചാൽ ടാൻ തീറ്റ വി ഓൾറെഡി നോ വാട്ട് ഇസ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഇവിടെ 2/1 അല്ലേ. ടാൻ തീറ്റ ഈ ഏരിയന്ന് ഇത് ഈ തീറ്റയും സെയിം ആണല്ലോ. സോ ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണ്. ഇസ് ദ സെയിം ആസ് ഇവിടെയോ y അറിഞ്ഞൂടാ ഡിവൈഡഡ് ബൈ ഇവിടെ 1 2 3 2. സോ വാട്ട് ഇസ് y ഇസ് ഈക്വൽ ടു 4. ഞാൻ മാഗ്നിറ്റ്യൂഡാണ് പറയുന്നത്. സോ ഏരിയ A2 എന്ന് പറയുമ്പോൾ ഹാഫ് ദ ബേസ് 1 to 3 2 multiplied by height 4. So that is 4 units. So A1 1 യൂണിറ്റും A2 4 യൂണിറ്റ്സും തമ്മിൽ കുറയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് മതി, കാരണം പ്ലസും മൈനസും തന്നിട്ടില്ല. അതുകൊണ്ട് A1 ഡിഫറൻസ് A2 ൽ 1ഉം 4ഉം തമ്മിൽ കുറയ്ക്കുമ്പോൾ 3 കിട്ടി. ഇതാണ് നമ്മുടെ നെറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ആക്സലറേഷൻ ടൈം ഗ്രാഫിൻ്റെ നെറ്റ് ഏരിയ ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇനിഷ്യൽ വെലോസിറ്റി 0 ആൻഡ് ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആസ് ഫൈനൽ വെലോസിറ്റി എന്ന് കണ്ടു. ഇൻ അതർ വേർഡ്സ് ദ ഫൈനൽ വെലോസിറ്റി ഈസ് ഗോയിങ് ടു ബി 3 meter per second. അങ്ങനെ ഫൈനൽ വെലോസിറ്റി 3 meter per second. ഓക്കെ, ഗുഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആക്ച്വലി പാർട്ടിക്കിളിൻ്റെ തുടക്കത്തിൽ റിട്ടാർഡേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് 1 സെക്കൻഡിന് ശേഷം അതിന് ആക്സിലറേഷൻ ആവണം. അങ്ങനെയാണ് അത് വന്നത്. സോ നമുക്ക് ഫൈനൽ വെലോസിറ്റി +3 meter per second കിട്ടി. എനിഹോ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചോദിച്ചുള്ളൂ. ദാറ്റ്സ് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. A river is flowing from west to east with a speed 5 meter per second. ഇതാണ് width of the river D. അപ്പോൾ വെസ്റ്റ് ഈസ്റ്റ്. So water is flowing from west to east. So direction of velocity of water 5 meter per minute. 5 meter per minute. A man can swim in still water. That means the velocity of man with respect to water. അതായത് അയാളുടെ മാത്രം കഴിവ് velocity of the man with respect to water 10 meter per minute. Velocity of the man ഉണ്ട്, velocity of the water ഉണ്ട്. In which direction should the man swim so as to take the shortest possible path? Shortest possible path. അപ്പോൾ ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് ഇല്ല. ഇവിടെ നിന്ന് തുടങ്ങിയാൽ നേരെ ഇവിടെ എത്തണം. ഹി വാണ്ട്സ് ടു റീച്ച് ടു ബി. പക്ഷെ ബിയിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കറണ്ട് റൈറ്റിലോട്ടായതുകൊണ്ട് ദ മാൻ മസ്റ്റ് സ്റ്റാർട്ട് ഔട്ട് ഇൻ ദിസ് വേ, BM അല്ലേ. ഹി ഷുഡ് ഇൻക്ലൈൻ his boat or himself at an angle theta as shown, that is against the water motor. ഇതല്ലേ ഡൗൺ സ്ട്രീം. അപ്പോൾ ആ ആംഗിൾ ചോദിച്ചതേ ഉള്ളൂ. ഈ ആംഗിൾ 90 ഡിഗ്രി നമുക്കറിയാം. സോ ടാൻ തീറ്റ ടാൻ തീറ്റയിൽ എന്തോ കാണുന്ന നോക്കാം. VM തന്നിട്ടുണ്ട്, VW. സോ VW ഇത് വെക്ടർ ആണല്ലോ. അപ്പോൾ ഇവിടെ വെക്ടർ ട്രയാങ്കിൾ വരച്ചാൽ ഇത് VW, ഇത് VM. VWൻ്റെ വാല്യൂ 5, VMൻ്റെ വാല്യൂ 10. സോ സൈൻ തീറ്റയാണ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 5/10 1/2. അപ്പോൾ തീറ്റ 30 ഡിഗ്രി. തീറ്റ ഇസ് 30 ഡിഗ്രി. സോ ഈ ഈസ്റ്റിൽ നിന്ന് എത്ര ആംഗിളാണ്? 90 + 30 120 ഡിഗ്രി. എങ്ങോട്ട്? ഇങ്ങോട്ട്, ദാറ്റ് ഇസ് അപ്സ്ട്രീമിലോട്ട്. ഓർ ഇത് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, അതുകൊണ്ട് ഇങ്ങോട്ട്, ദാറ്റ് ഈസ് 120 ഡിഗ്രി നോർത്തിൽ നിന്ന് വെസ്റ്റിലോട്ട് അല്ലേ. സോ ഇറ്റ് ഈസ് 120 ഡിഗ്രീസ് വിത്ത് ഡൗൺ സ്ട്രീം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഡയറക്ഷൻ ഓഫ് വാട്ടറാണ് ഡൗൺ സ്ട്രീം.
downstream in order 120 degree. Clear? So 120 degrees with downstream. Choice 3. Clear? Another question. A bullet is fired horizontally from a rifle. Bullet is fired horizontally. Bullet fired horizontally. Horizontally from a rifle at a distant target. So, horizontally fire ചെയ്യുമ്പോൾ initial velocity along the horizontal, initial vertical velocity 0 നമുക്കറിയാം. ഇവിടെ you are neglecting air resistance and friction. അതുകൊണ്ട് horizontal acceleration retardation ഒന്നുമില്ല. The only acceleration is acceleration due to gravity, which is vertically downwards. അപ്പോൾ എന്താണ്? Horizontal acceleration 0, vertical acceleration g. G എത്ര? 9.8 meter per second square. അതുകൊണ്ട് choice 3. Okay? അടുത്ത question. A point moves along a straight line so that ഇത് instantaneous values ആണ്, such that displacement in meter എന്നുള്ള അർത്ഥം at time t is given by x squared is equal to 1 plus t squared. That means x എന്ന് പറയുമ്പോൾ 1 plus t squared the whole raised to half ആണ്. ഓക്കെ, എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആക്സലറേഷൻ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ആണ്. സോ v is equal to dx by dt, a is equal to dv by dt. അപ്പോൾ ഡിഫറൻസിയേഷൻ ചെയ്യണം. സോ ആദ്യം v എന്ന് പറയുന്നത് dx by dt. സിംപ്ലിഫൈ. v is dx by dt. അപ്പോൾ n x raised to n differentiation n x raised to n minus 1. So half into 1 plus t squared, n half minus 1 minus half, പിന്നെ അകത്തുണ്ട് t squared into 2t. Clear? So 2 and 2 cancel, you get t into 1 plus t squared the whole raised to minus half എന്ന് വന്നു. ഇതാണ് v. ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ dv by dt. അപ്പോൾ പ്രോഡക്റ്റ് റൂളാണ് ഡിഫറൻസിയേഷൻ. എന്താണ്? d by dt of uv ആണെങ്കിൽ u into dv by dt plus v into du by dt. അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ it is ആദ്യം t into differentiation of this term. അപ്പോൾ minus half into 1 plus t squared the whole raised to n minus 1 minus half minus 1 minus 3 by 2. ഇനി എന്ത് വേണം? അകത്തുള്ള ഡിഫറൻസിയേഷൻ t squared into 2t. അപ്പം അത് കഴിഞ്ഞു. പ്ലസ് ഇനി സെക്കൻഡ് ടേം 1 plus t squared the whole raised to minus half into differentiation of t1. Okay, so differentiation of t1. ഇനി ഇതാണ് ആക്സലറേഷൻ. പക്ഷേ ആൻസർ ഇസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. സോ ഇവിടെ ഈ ടൂവും പോയി. സോ ടി ഇൻറ്റു ടി സ്ക്വയർഡ് വരും. പിന്നെ 1 plus t squared the whole raised to minus 3 by 2 എന്ന് പറഞ്ഞാൽ 1 divided by 1 plus t squared the whole raised to 3 by 2. പിന്നെ പ്ലസ് 1 by ഇത് താഴെ പോയ 1 plus t squared the whole raised to half. Is it okay? മാത്സ് ആണ്. സിംപ്ലിഫൈ ആസ് യു ലൈക്ക്. ഇനി ബ്രിങ് ഇറ്റ് ഇൻ അവരുടെ ഫോമിൽ. ക്ലിയർ? അപ്പോൾ ഇതെന്താണ്? ഇപ്പം ഇവിടെ മൈനസ് ഉണ്ട്, ഈ മൈനസ് ഉണ്ട്. സോ പിന്നെ ഇവിടെയും ഈ ടി ഇൻറ്റു നമ്മളെന്താ വി ഇതല്ലേ, അപ്പം ടി ഇൻറ്റു ഈ സാധനം പ്ലസ് ഇത് ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ഈ മൈനസും ഇവിടെ മൈനസ് ടി സ്ക്വയർ ഉണ്ട്. സോ വാട്ട്? മൈനസ് ടി സ്ക്വയർഡ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 1 by t squared raised to half ആണ്. അപ്പോൾ ഇവിടെ 1 plus t squared raised to half the whole raised to 3 വരും, താഴെയാണ്. അപ്പോൾ അത് 1 by x cubed. ഓക്കെ, സോ ദാറ്റ് മീൻസ് മൈനസ് ടി സ്ക്വയർഡ് ബൈ എക്സ് ക്യൂബ്ഡും പ്ലസ് ഇതെന്താണ്? എക്സ് എന്ന് പറയുന്നതാണ് 1 plus t squared the whole raised to half, അത് താഴെയാണ്. അപ്പോൾ പ്ലസ് 1 by x. അപ്പോൾ 1 by x മൈനസ് ടി സ്ക്വയർഡ് ബൈ എക്സ് ക്യൂബ്ഡ്. സോ ചോയ്സ് 3. അത് ഡിഫറൻസിയേഷൻ ഒക്കെ ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ,
So you have choice 3. Clear? Another question. A projectile is thrown with an initial velocity. Initial velocity is given as xi plus yj. എന്ന് പറഞ്ഞാൽ ux, horizontal component x ഉം initial vertical component y, ux ഉം uy. And tan theta ആണെങ്കിൽ uy by ux which is y by x. So much we know. ഇനി range of the projectile is double the maximum height. h ഉം r ഉം തമ്മിലുള്ള ബന്ധം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടു. h by r എന്ന് പറയുന്നത് tan theta by 4. ഇവിടെ r 2h ആണ്. r 2h ആവുമ്പോൾ 1 by 2 ആണ് tan theta by 4, അല്ലെങ്കിൽ tan theta is 2. പക്ഷേ what is tan theta from here? Tan theta is y by x. In other words, what does it mean? Y is equal to 2x. Y is equal to 2x. Choice 2. Okay. At the question. A point initially at rest. Initially at rest. That means initial velocity 0 ആണ്. Moves along the x-axis. So it is one dimension motion ആണ്. Acceleration varies with time. Appa acceleration is given as 6t plus 5. If it starts from the origin, distance covered in 1 second. Appa thirichu acceleration dv by dt, v is dx by dt, so integration cheyam. Appa acceleration dv by dt. Appo dv ne integrate cheythu ivide edana integrate cheyanda 6t plus 5 dt. So that becomes 6t squared by 2 plus 5t. അതായത് 3t squared plus 5t. Integration. Okay. ഇനി എന്താണ്? അപ്പോൾ v കിട്ടി. ഇനി what is v? v is equal to dx by dt. അപ്പോൾ v എന്ന് പറയുന്നത് dx by dt. v is dx by dt. So dx എന്ന് പറയുമ്പോൾ v dt. അപ്പോൾ x കിട്ടാൻ integration of v dt. So v is 3t squared plus 5t dt. You have to integrate from ഏതാണ്? You want the distance covered in the first second. അപ്പോൾ 0 to 1. Alright? So integrate ചെയ്യുമ്പോൾ 3 into t cubed by 3 plus 5 into t squared by 2. 3 and 3 വെട്ടിപ്പോയി. അപ്പോൾ 0 to 1 ആണ്. 0 to 1. അപ്പോൾ 1 ഇടുമ്പോൾ 1 cubed plus, that's 1 cubed is 1 plus t squared 1, 5 by 2. 5 by 2 എന്ന് പറയുമ്പോൾ 2.5. അപ്പോൾ ആൻസർ 3.5 മീറ്റർ. ഇൻറ്റിഗ്രേറ്റ് ചെയ്തു 0 to 1 ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ 3.5 മീറ്റർ കിട്ടി. അതാണ് ആൻസർ. ചോയ്സ് 2. ഓക്കെ. അടുത്ത നമ്പർ 12. 2 different balls. Masses m1 and m2. അപ്പോൾ ഡിഫറെൻറ്റ് മാസ് ആണ്. Allowed to slide down from rest and from the same height h. So രണ്ട് ബോൾസ് ആണ്. ഡിഫറെൻറ്റ് ആംഗിൾസ് ആണ് ആൽഫയും ബീറ്റയും. അപ്പോൾ ഡിഫറെൻറ്റ് ഇൻക്ലിനേഷൻ ആണ്. അപ്പോൾ ഈ രണ്ട് ലെങ്സും ഡിഫറെൻ്റ് ആയിരിക്കാം. ആൽഫ സിക്വൽ ബീറ്റ എന്നും പറഞ്ഞിട്ടില്ല, അല്ല എന്നും പറഞ്ഞിട്ടില്ല. Anyhow, let it be. So ഈ ഹൈറ്റ് എച്ച് രണ്ടിനും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സെയിം ഹൈറ്റ് along two different inclined plane having different inclinations. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നത്തിങ് ഇസ് മെൻഷൻ റഫ് ആണോ സ്മൂത്ത് ആണോ. സോ വി അസ്യൂം ഇറ്റ് ഇസ് സ്മൂത്ത്. റഫ് ആണെങ്കിൽ ഫ്രിക്ഷൻ്റെ കാര്യമൊക്കെ പറയണമല്ലോ. സോ വി അസ്യൂമിങ് ഇറ്റ് ഇസ് സ്മൂത്ത്. സോ സ്മൂത്ത് എന്ന് അസ്യൂം ചെയ്യണം. പറയാത്തതുകൊണ്ട് സ്മൂത്താണ്. കമ്മിങ് ഡൗൺ ഫ്രം റെസ്റ്റ് ആണ്. അപ്പോൾ എന്താ, ഇറ്റ് ഇസ് അറ്റ് എ ഹൈറ്റ് എച്ച്. അപ്പോൾ ആ ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ പോയിന്റ് എ ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി അറ്റ് ദ പോയിന്റ് ബി ഓർ സി അല്ലേ. രണ്ടും കമ്മിങ് ഫ്രം എ ഹൈറ്റ് എച്ച് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി അറ്റ് ബി ഓർ സി. അറ്റ് ബി ഓർ സി പൊട്ടൻഷ്യൽ എനർജി മാസ് വേറെയാണ്. അപ്പോൾ ഞാൻ എം ജി എച്ച് എന്ന് എടുത്താലും ദാറ്റ്സ് കൺവേർട്ടഡ് ടു ഹാഫ് എം വി സ്ക്വയർ.
m എന്തായാലും വെട്ടിപ്പോവും. അപ്പോൾ മാസ് വേറെ ആണെങ്കിൽ സാരമില്ല. സോ ഇറ്റ് സിംപ്ലി എ ക്വസ്റ്റ്യൻ ആ v² = 2gh. ലെങ്ത് ഡിഫറെൻ്റ് ആയാൽ സാരമില്ല, എച്ച് സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല് ഡിഫറെൻ്റ് ആണ്, എല് ആൽഫ അതനുസരിച്ച് ഡിഫറെൻ്റ് ആണ്, ബട്ട് എച്ച് റിമെയിൻസ് സെയിം. അപ്പോൾ v² = 2gh. അതുകൊണ്ട് രണ്ടുപേരുടെയും vb is the same as vc. So final speed acquired by them is the same. Okay, പക്ഷേ time taken will be different because distance different ആണ്. ഡിസ്റ്റൻസ് എടുത്താൽ s = ut + half at², ഇനിഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ L1 s in s is equal to ut + half at², u 0. സോ അതുകൊണ്ട് a എന്ന് പറയുന്നത് g sin θ ആണ്. അപ്പോൾ a g sin θ ജനറൽ ഫോർമുല, ഒരിടത്ത് ആൽഫ ഒരിടത്ത് ബീറ്റ. അതുകൊണ്ട് a1 not equal to a2. അപ്പോൾ v1 is equal to v2. a ഈക്വൽ അല്ലാത്തതുകൊണ്ട് ടൈം വിൽ നോട്ട് ബി ഈക്വൽ. v is equal to u plus at. അതുകൊണ്ട് the time taken to come down the slope will not be the same. So final speed same ആണ്, but time taken same അല്ല. ഓക്കെ, അതുകൊണ്ടാണ് ചോയ്സ് 1. Clear? അടുത്ത ക്വസ്റ്റ്യൻ. A body starts from rest and moves with uniform acceleration such that it covers 8 meters during the second. രണ്ടാമത്തെ സെക്കൻഡിൽ. So 8 meters. So Snth ന്റെ ഫോർമുല Snth u plus a into n minus half. ഒന്നി u plus a into n minus half, അല്ലെങ്കിൽ സെയിം തന്നെയാണ് u plus a by 2 into 2n minus 1. രണ്ടായാലും you can take and do it same. So body starts from rest. That means initial velocity 0 and acceleration uniform. 8 meters during the second. അപ്പോൾ ആദ്യം n is equal to 2, 8 meters, u 0. അപ്പോൾ a into 2 minus half. 2 minus half എന്ന് പറയുമ്പോൾ 1.5. അപ്പോൾ 1.5. ഇതാണ് ആദ്യത്തെ ഇക്വേഷൻ. ഇനി ഡ്യൂറിങ് ദ 5th second എത്ര ട്രാവൽ ചെയ്യും? അപ്പോൾ അഞ്ചാമത്തെ സെക്കൻഡിൽ ദൂരം എത്ര? അഗൈൻ u 0 പ്ലസ് a into 5 minus half. 5 minus half എന്ന് പറയുമ്പോൾ 4.5. a കോൺസ്റ്റൻ്റ് ആണ്. ട്രാവലിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട്. അപ്പോൾ a കോൺസ്റ്റൻ്റ് ആണ്. ഒന്നി ഇക്വേഷൻ 1ൽ നിന്ന് a കണ്ടുപിടിച്ചിട്ട് രണ്ടാമത്തേൽ ഇടുക, അല്ലെങ്കിൽ ബോദർ ചെയ്യേണ്ട, ഡിവൈഡ് ചെയ്ത ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യുമ്പോൾ s5 ആണ് കണ്ടുപിടിക്കേണ്ടത്. s5 ഡിവൈഡഡ് ബൈ 8. റൈറ്റ് സൈഡ് എയും വെട്ടിപ്പോവും. 4.5 ഡിവൈഡഡ് ബൈ 1.5 എന്ന് പറയുമ്പോൾ 45 by 15 3. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ദ 5th second 24 എന്ന് വരും. 24 meter എന്ന് വരും. ദാറ്റ് മീൻസ് ഓപ്ഷൻ 1. സോറി, ഓപ്ഷൻ 1 അല്ലല്ലോ, ഓപ്ഷൻ 2. ഓപ്ഷൻ 2 24 meter. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇൻ ദ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഇത് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ആക്സിസ് റെപ്രസെൻറ്റ്സ് ടൈം. വാട്ട് ഈസ് ഓൺ ദ വൈ ആക്സിസ്? പക്ഷേ ദ ഗ്രാഫ് ഇസ് ലൈക്ക് ദിസ്. അപ്പോൾ എന്തോ ആയിരിക്കും? ആദ്യത്തെ ഓപ്ഷനാണ്. കാരണം സ്പീഡ് ഓഫ് ദ ബോഡി, സ്പീഡ് എന്ന് പറയുമ്പോൾ സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് ഓഫ് ദ ബോഡി പ്രൊജക്റ്റഡ് അണ്ടർ ഗ്രാവിറ്റി. ദാറ്റ് മീൻസ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് എ പാർട്ടിക്കിൾ thrown vertically up. And returning to the starting point ആണ്. കാരണം പാർട്ടിക്കിൾ അറ്റ് t is equal to 0, അതിനൊരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ഇത് വെലോസിറ്റിയാണ്. പാർട്ടിക്കിൾ ത്രോൺ വെർട്ടിക്കലി അപ്പ്, അതിനൊരു വെലോസിറ്റി ഉണ്ട്. സേ 20 meter/second വെച്ചോളൂ. ഇവിടെ എന്താണ്? വെലോസിറ്റി 0. അപ്പോൾ എവിടെയാണ് ഡിസ്റ്റൻസ്? എന്താണ്? മാക്സിമം ഹൈറ്റ് പൊസിഷനാണ്. വെലോസിറ്റി 0. അതപ്പോൾ മാക്സിമം ഹൈറ്റായി. പിന്നെ എന്താ പറ്റും? ഡയറക്ഷൻ മാറണു. ബട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് സ്പീഡ്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവിലോട്ട് വരണില്ല. ഓക്കെ, സ്പീഡ് സ്കെയിലർ ക്വാണ്ടിറ്റി. അപ്പോൾ ഡയറക്ഷൻ മാറി പിന്നെയും. അപ്പോൾ ഇവിടെ നിന്ന് പോയി വെലോസിറ്റി കുറഞ്ഞ് ഇവിടെ വെലോസിറ്റി കുറഞ്ഞ് വരുന്നുണ്ട്. സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്, വിച്ച് ഷോസ് ഇറ്റ് ഈസ് യൂണിഫോം റിട്ടാർഡേഷൻ. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ പിന്നെ സ്പീഡ് കൂടി. അപ്പോൾ ഡയറക്ഷൻ മാറി. പക്ഷേ ഇങ്ങോട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കൂ. ഇങ്ങനെ വന്നിട്ട് ഡയറക്ഷൻ മാറി ഇങ്ങോട്ട്. ഇവിടെ സ്പീഡാണ്, അതുകൊണ്ട് സ്പീഡ് പിന്നെയും താഴോട്ട് വരുമ്പോൾ സ്പീഡ് കൂടി ഗ്രൗണ്ടിൻ്റെ അതേ സ്പീഡ് ഇവിടെ എത്തും. സിമെട്രിക് ആയിട്ട് ഒരു v ആയിട്ട് വരും. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ചോയ്സ് 1. ഇത് സ്പീഡ് ഓഫ് ദ ബോഡി, വെലോസിറ്റി അല്ല. വെലോസിറ്റി ആണെങ്കിൽ താഴോട്ട് വന്നാണ് ഗ്രാഫ്, v നെഗറ്റീവ് വന്നാണ്. ഓക്കെ,
A projectile's time of flight is related to horizontal range by the equation. So we know that gt squared is equal to 2r tan theta ennulla standard formula. It's coming from r in the expression u squared sin 2 theta by g, capital T time of flight 2uy by g അല്ലെങ്കിൽ 2u sin theta by g എന്ന് algebra simplify ചെയ്ത് കിട്ടുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ഇവിടെ. ഇത് gt squared is equal to 2r എന്നാണ്. അതിൻ്റെ അർത്ഥം tan theta 1 or theta is 45 degree. So choice 2. A boat travels from the south bank to the north bank of a river. So ഇത് ഇവിടെ സൗത്ത് ആണ്, ഇവിടെ നോർത്ത് ആണ്. അപ്പോൾ സൗത്തിൽ നിന്ന് നോർത്തിൽ വിത്ത് മാക്സിമം സ്പീഡ് ഓഫ് 8 km/h. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ് 8 km/h. ഈ സ്പീഡൊക്കെ പറയുന്നത് ഇൻ സ്റ്റിൽ വാട്ടറാണ്, ഓർ ദ സ്പീഡ് ഓഫ് ദ ബോട്ട് റിലേറ്റീവ് ടു വാട്ടറാണ്. റിവർ കറണ്ട് ഫ്ലോസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. സോ ഇവിടെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ്. സോ വെള്ളത്തിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ട് at a speed. So we water this side, which is 4 km/h. To arrive at a point opposite to the point of start. നേരത്തെ ചെയ്ത കണക്കിൻ്റെ ഐഡിയ, അതായത് ഡ്രിഫ്റ്റ് ഇല്ല. ഇവിടെ നിന്ന് തുടങ്ങിയാൽ നേരെ ഇവിടെ എത്തണം. അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ he wants to start from A and end in B. അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഇതായിരിക്കണം വി ബി at an angle theta. കാരണം വി ബിയും പിന്നെ വെക്റ്റർ ഡയഗ്രാം വരച്ചാൽ ഇവിടെ വി ഡബ്ല്യു, ഇത് വി ബി ഇങ്ങോട്ട്, ഇത് വി ഡബ്ല്യു. അപ്പോൾ ബോട്ടിൻ്റെ ഇങ്ങോട്ട് വരും. സോ ട്രയാങ്കുലർ. ഓക്കെ, ദ ബോട്ട് ഷുഡ് സ്റ്റാർട്ട് അറ്റ് an angle. സോ തീറ്റ കണ്ടുപിടിച്ചാൽ ഈ ആംഗിൾ 90. സോ തീറ്റ കണ്ടുപിടിക്കാൻ വി ബി ഇസ് ഗിവൺ ആസ് 8 km/h മാഗ്നിറ്റ്യൂഡ്. വെള്ളത്തിൻ്റെ സ്പീഡ് 4 km/h. അതുകൊണ്ട് സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/8 1/2 തീറ്റ 30 ഡിഗ്രി. തീറ്റ 30 എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എത്ര വരും? ദിസ് ടോട്ടൽ ആംഗിൾ 90 + 30 which is 120 degree. So it's 120 degree. Or ഇവിടെ ഇത് നോർത്താണ്, ഇത് നോർത്താണ്, ഇങ്ങോട്ട് വെസ്റ്റാണ്. അപ്പം നോർത്തിൽ നിന്ന് വെസ്റ്റിലോട്ട്. That means 30 degree west of north. ആ ഫോമിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 30 degree west of north. So choice 3. 30 degree west of north. Okay. അടുത്ത question. A motor car can be stopped within a distance S where it moves with a speed V. If it moves with a speed 4v, it can be stopped. A stopping distance ആണ്. That is in the basic formula v squared minus u squared is equal to 2as. v 0 ആണ്. അപ്പോൾ a എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, a കോൺസ്റ്റൻ്റ് ആണ്, 2 കോൺസ്റ്റൻ്റ് ആണ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ v 0 ആണ്. ദാറ്റ് മീൻസ് u squared proportional to s വരും. v 0, a constant, 2 constant. So u squared proportional to s. s is the stopping distance proportional to initial velocity squared. So motor car can be stopped within a distance S. So S2 by S1 or another, U2 by U1 the whole square. Final velocity 4v, initial velocity v the whole square. Upper 16. So S2 by ആദ്യത്തെ S. അപ്പോൾ S2 will become 16 S. So 16 S. Choice 4. Choice 4. Okay. അടുത്ത question. A stone is dropped from the top of the tower and reaches the ground in 3 seconds. So drop is a very ordinary question. U is 0. താഴോട്ട് വന്നു. H എത്ര? In S is equal to ut plus half at squared. U 0. A is equal to plus g. So H is equal to half g d squared. Half into decimal ഒക്കെ ഇട്ടുകൊണ്ട് 9.8 t squared 9. 3 squared 9. 4.9 into 9 which is 44.1 meter. Choice 3. Okay. A stone is just released from the window of a train moving along a horizontal straight track. So train is having horizontal motion in the beginning. Up a stone just released on board, it will have the same horizontal velocity as the train. That means it has a velocity along the horizontal
initial vertical velocity 0, പക്ഷേ acceleration due to gravity g. So it is velocity in 2, താഴോട്ട് വരുമ്പോൾ velocity കൂടും, velocity in 2 dimension, acceleration in 1 dimension, path is parabola. ഇങ്ങനെ വന്ന് വീഴും ഗ്രൗണ്ടിൽ. So it follows a parabolic, a person standing on the ground, ഇതാണ് കാണുന്നത്. So it follows a parabolic path. Choice 3. Alright, അടുത്ത two particles A and B are connected by a rigid rod AB. So two particles A and B. ഇവിടെ B, ഇവിടെ A. AB rigid rod. The rod slides along the upper two particles. Okay, the rod slides along the perpendicular rails. അപ്പോൾ ഇതും രണ്ട് rails which are perpendicular to each other ആണ്. So slides along perpendicular rails as shown. Velocity of A to the left. അപ്പോൾ Aയുടെ velocity ഇങ്ങോട്ട്, velocity of A to the left. അപ്പോൾ ഈ റോഡ് റൈറ്റ് സൈഡിലോട്ട് ചറുക്കുമ്പോൾ B ഇങ്ങോട്ട് വരും അല്ലേ, velocity of B ഇങ്ങോട്ട്. The velocity of B when the angle, so ഈ angle തന്നിട്ടുണ്ട്, this angle is 30 degree alpha. Okay, അപ്പോൾ ഇവിടെ the length of the rod is the same, L is the same. So ഈ ദൂരം at an instant, ഈ ദൂരം x, ഈ ദൂരം y എന്ന് പറഞ്ഞാൽ L മാത്രമേ കോൺസ്റ്റന്റ് ഉള്ളൂ. So L squared is equal to x squared plus y squared. ഇനി dx by dt ആണ് നമ്മുടെ VAയും dy by dt ആണ് നമ്മുടെ VBയും അല്ലേ. So if I differentiate with respect to time, L being a constant, differentiation of constant 0, 2x into dx by dt plus 2y into dy by dt, left hand side 0. Upper 0, 2 cancel I. So you get x into dx by dt is VA plus y VB is equal to 0 എന്ന് കിട്ടി. Clear? So I want the velocity of B. So y VB എന്ന് പറയുന്നത് minus x VA. So VB എന്ന് പറയുമ്പോൾ minus x by y VA എന്ന് വരും. So minus only means A ദൂരോട്ട് പോകണം, it's going away from the origin. ഇതാണ് origin. A ദൂരോട്ട് പോകുമ്പോൾ B towards the origin വരുന്നു. അപ്പോൾ അങ്ങനെ ആ വിധത്തിലാണ് that minus sign. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മതി. So x by y, ഇവിടെ tan alpha, tan 30 എന്ന് പറയുന്നത് opposite side by adjacent side, which is y by x, tan 30 1 by root 3. ഇവിടെ x by y will be root 3. അപ്പോൾ magnitude velocity of B root 3 VA. What is the velocity of A? Velocity of A 10. So answer 10 root 3. 10 root 3 meter per second. പക്ഷേ A റൈറ്റിലോട്ട് പോകണം, that's away from the origin, B towards the origin. അതാണ് ആ മൈനസിൻ്റെ അർത്ഥം. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 10 root 3 താഴോട്ടാണ് ഡയറക്ഷൻ ഓഫ് B. 10 root 3 1.73. So 10 into 1.73, 17.3 meter per second. Choice 4. Alright. So ഇതാണ് സെക്ഷൻ A. ഇനി സെക്ഷൻ B. So സെക്ഷൻ B അവിടെ എഴുതിയിട്ടുണ്ട് 10 ക്വസ്റ്റ്യനിൽ യു ഹാവ് ടു അറ്റംപ്റ്റ് 5. അപ്പോൾ സം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഈ സെക്ഷൻ ബിയിലാണ് വരുന്നത്. സോ വിൽ കണ്ടിന്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 21. From a balloon rising vertically upwards at 5 meters per second, a stone is thrown up. A stone is thrown up at 10 meters per second relative to the balloon. Relative to the balloon. സാധാരണഗതിയിൽ ഒരു ബലൂണിന് ഒരു വെലോസിറ്റി ഉണ്ട്, സ്റ്റോൺ മുകളിലോട്ട് എറിയുമ്പോൾ ടോട്ടൽ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ വിൽ ബി ദി അപ്വേർഡ് വെലോസിറ്റി ഓഫ് ദ ബലൂൺ പ്ലസ് വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ. ഇവിടെ തന്നിരിക്കുന്ന ആക്ച്വൽ വെലോസിറ്റി അല്ല, ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ വിത്ത് റെസ്പെക്ട് ടു ദ ബലൂൺ, റിലേറ്റീവ് ടു ദ ബലൂൺ. ഇതാണ് 10 meters per second. ഓക്കെ,
അപ്പോൾ ബലൂണും മേളിലോട്ടാണ്, ബലൂണിൻ്റെ വെലോസിറ്റിയും അപ്വേർഡാണ്. അതുകൊണ്ട് വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ പ്ലസ് മൈനസ് വെലോസിറ്റി ഓഫ് ദ ബലൂൺ ആണ് 10. വെലോസിറ്റി ഓഫ് ദ ബലൂൺ. സോ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ അങ്ങനെയല്ല, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ പ്ലസ് മൈനസ് വെലോസിറ്റി ഓഫ് ബി, വെക്റ്റർ ഫോമിൽ. സോ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ പ്ലസ് മൈനസ് വെലോസിറ്റി ഓഫ് ദ ബലൂൺ എത്ര? 5. ഇതാണ് 10. സോ വാട്ട് ഈസ് ദ ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദ സ്റ്റോൺ? 15 m/s. ഓക്കെ, അങ്ങനെ when the stone comes out of the balloon it has a velocity 15 m/s എന്ന് കിട്ടി. ഇനി its velocity in m/s with respect to the ground, with respect to the ground കൂടുതൽ ചെയ്യേണ്ട, ഗ്രൗണ്ട് ഓൾറെഡി അറ്റ് റെസ്റ്റ് ആണ്. അപ്പോൾ ഇനി സ്റ്റോണിൻ്റെ കഥ. ഫോർ ദ സ്റ്റോൺ ഇനിഷ്യൽ വെലോസിറ്റി 15 m/s upwards ആണ്. ഡയറക്ഷൻ ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി പോസിറ്റീവ്, സൈൻ കൺവെൻഷൻ. ജി താഴോട്ട്, അപ്പോൾ ആക്സിലറേഷൻ ഇൻ ദി അപ്വേർഡ് ഡയറക്ഷൻ -g. ടൈം എത്ര? ടൈം നമുക്ക് വേണ്ടത് 2 seconds. എന്നിട്ട് വാട്ട് ഈസ് ദ ഫൈനൽ വെലോസിറ്റി? അബ്സല്യൂട്ട് വെലോസിറ്റി ആണ്, ബിക്കോസ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് ആണ്. സോ v is equal to u plus et. 15 plus minus 10 into 2. അപ്പോൾ you get -5 m/s. സോ മുകളിലോട്ടാണ് +15. ദാറ്റ് മീൻസ് 2 സെക്കൻഡ് കഴിയുമ്പോൾ അത് മാക്സിമം ഹൈറ്റ് എത്തിയിട്ട് തിരികെ വരെയാണ്. സോ ഇറ്റ് ഓൺലി മീൻസ് ദ വെലോസിറ്റി ഈസ് 5 m/s ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. എന്തായാലും അവർ ഡയറക്ഷൻ ചോദിച്ചില്ല, അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് 5. ഇറ്റ്സ് എ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ന്യൂമറിക്കൽ വാല്യൂ ഇസ് 5. ഓക്കെ, സോ സൊല്യൂഷൻ ഇസ് 5. സോ ആൻസർ വെറും 5 മാത്രം. ആൻസർ വെറും 5 മാത്രം. ഓക്കെ, an aircraft flying horizontally at 360 km/h. Ordinary projectile question. Horizontal velocity 360 into 5 by 18, 20 into 5, 100 m/s. Flying horizontally 100 meter, releases a bomb with no velocity relative to the aircraft. That means it releases a bomb. സോ അതിന് വേറെ പ്രത്യേക വെലോസിറ്റി ഒന്നും ഇല്ല. ദാറ്റ് മീൻസ് ദ ഇനിഷ്യൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് ദാറ്റ് ബോംബ് ഇസ് 100 m/s തന്നെയാണ്. ആൻഡ് ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ഈസ് 0. ആൻഡ് റിലീസസ് എ ബോംബ് അറ്റ് എ സ്റ്റേഷനറി ടാങ്ക്. എന്ന് വെച്ചാൽ ടു ഹിറ്റ് എ സ്റ്റേഷനറി ടാങ്ക് 200 meter away. അപ്പോൾ ഇങ്ങനെ പാരബോളിക് മാറ്റി പോയിട്ട് it wants to reach the tank which is horizontal distance 200 meter away. What must be the height of the aircraft? etc. above the tank if the bomb is to hit the tank. അപ്പോൾ എന്താണ്? horizontal motion എടുത്താൽ velocity constant, അതുകൊണ്ട് horizontal distance is equal to constant horizontal velocity into time. So horizontal distance ആണ് 200 meter. So 200 is equal to horizontal velocity 100 t. So you get t is equal to 2 seconds. ഇനി ആ 2 secondsൽ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീണു. വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പോൾ ഇനിഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി 0. So we're taking vertical motion in s is equal to ut plus half at squared, h is equal to half gt squared because u is 0. അപ്പോൾ ഇവിടെയും ഡെസിമൽ പ്ലേസ് ആണ്, അതുകൊണ്ട് g 9.8 എടുക്കാം. 9.8 into t squared 4. So 2 into 9.8, 19.6 meter. So choice 4. Okay. The maximum possible acceleration of a certain body is 1.2 m/s squared. So maximum possible acceleration. So ഇവിടെ velocity time graph വരച്ച acceleration, slope of the graph on acceleration, tan theta 1 gives you the acceleration which is 1.2 m/s squared. ഇതാണ് maximum velocity, vm നിടാ maximum velocity. ഇത് time for that acceleration. So acceleration is v maximum divided by t1. ഇതാണ് a1. Okay. And maximum retardation. So തുടക്കത്തിൽ റെസ്റ്റ് ചെയ്യുന്ന മാക്സിമം ആക്സിലറേഷനോടെ പോയി ഇറ്റ് റീച്ചസ് എ മാക്സിമം വെലോസിറ്റി, ഉടൻ റിട്ടാർഡേഷനായി. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞ് ഇറ്റ് റിട്ടേൺസ് തിരികെ ഇവിടെ വന്നു.
So ഇത് റിട്ടാർഡേഷൻ ആണ് അല്ലേ? So tan theta 2 റിട്ടാർഡേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് A2 എന്ന് എടുക്കണം. So that's again V maximum divided by T2. T2 is the time for retardation. And maximum retardation 4.8 meter per second square. So least time, that means you want to find out T1 plus T2 എന്ന് പറഞ്ഞാൽ വഴിയിൽ റെസ്റ്റ് ഒന്നും ചെയ്യണില്ല. അതാണ് least time, T1 plus T2 total time കാണണം. To travel 1.2 kilometer from rest to rest എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി 0. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 1.2 kilometer, okay, which is 1200 meter. So A1, A2, you take tan theta Vm by T1. Vm equate ചെയ്ത് T1 and T2 തമ്മിലുള്ള ഫോർമുല എഴുതുക. പിന്നെ S1 എന്ന് പറയുന്നത് half the base into height, half T1 into Vm. S2 is equal to half T2 into Vm. Vm അവിടെ കോമൺ ആണ്. T1 and T2 തമ്മിലുള്ള ബന്ധം അറിയാം, അത് വെച്ച് സോൾവ് ചെയ്യാം. ഓർ ഓൾജിബ്ര വെച്ച് തന്നെ ഡിറൈവ് ചെയ്ത് പഠിച്ച് വെച്ചിട്ടുണ്ടാവും. എസ് എന്ന് പറയുന്നത് ഹാഫ് A1 A2 divided by A1 plus A2 into T square. ഇതും തിയറി പഠിക്കുമ്പോൾ പഠിക്കണതാണ്. ഒന്ന് ഈ ഫോർമുല അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് എഴുതി സോൾവ് ചെയ്യുക. യു വോണ്ട് ടു ഫൈൻഡ് ഔട്ട് T അല്ലേ, ലീസ്റ്റ് ടൈം T. സോ ഇവിടെ A1 A2 പിന്നെ ഏതാ ടോട്ടൽ ഡിസ്റ്റൻസ് അറിയാം. സോ എസ് 1200 ഹാഫ് A1 1.2 A2 4.8 divided by 4.856 A1 plus A2 into T square. T square മാത്രം അറിഞ്ഞൂടാ. So simplify 2 and 1.2 0.6 0.6 ഈ 6 കൂടെ താഴെ 10 വരും. So T square becomes 12000 divided by 4.8 അല്ലെങ്കിൽ 12 into 10 raised to 4 by 48 അല്ലെങ്കിൽ 10 raised to 4 by 48. ഇതാണ് T square. Or T will be അതിൻ്റെ റൂട്ട് 100 by 12 അല്ല 12 48 എത്ര വരും? 4 വരും. 12 and 48, 12 4s are 48, 4 വരും. So 10 raised to 4 by 4 in the root 100 by 2, which is 50 seconds. Okay, so answer is 50 seconds. A man starts running a race with a velocity 2.5 pi meter per second. So velocity of the man 2.5 pi meter per second. When he starts running, he finds. So when he starts running, he finds. With respect to the man, with respect to the man, because അയാൾ നോക്കിയാണ്. He finds the wind is blowing at an angle 45 degrees with the track. അതേസമയം ക്വസ്റ്റ്യൻ്റെ അവസാനം വരുമ്പോൾ if the wind always blows perpendicular to the track എന്ന് എഴുതിയിട്ടുണ്ട്. So that means the wind is actually blowing perpendicular to the track ആണ്. Understood? So that means ഇവിടെ man running, ഇത് മാൻ്റെ സ്പീഡ്, വിൻഡ് പെർപെൻഡിക്കുലർ ടു ദ ട്രാക്ക്, ഇത് വിൻഡ് പെർപെൻഡിക്കുലർ മുകളിലോട്ട് താഴോട്ട് വരയ്ക്കുക, അത് കുഴപ്പമില്ല. പക്ഷേ when he starts running, that is തുടക്കത്തിൽ he finds the wind is blowing. So that means he finds, that is velocity of the wind with respect to the man. ആ മനുഷ്യൻ കാണുന്നത് with respect to the man ആണ് at 45 degrees with the track. ഇതാണ് ട്രാക്ക്, അയാൾ ട്രാക്കിൽ ഓടണം. Understood? So V എന്താണ്? വിൻഡ് with respect to the track എന്ന് പറഞ്ഞാൽ V wind plus minus V മാൻ്റെ ഡയറക്ഷൻ ആണ് at 45 degrees with V man. Understood? So that means V man ഇങ്ങോട്ട്, V wind മേളിലോട്ടാണ്, പ്ലസ് മൈനസ് V man. അപ്പോൾ ഇത് V wind പ്ലസ് മൈനസ് V man എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. V wind പ്ലസ് മൈനസ് V man ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഇതാണ് 45 degrees with the track. അപ്പോൾ 45 ആകുമ്പോൾ പിന്നെ ഏത് വേണമെങ്കിലും 45 എടുക്കാം. In other words, what?
tan 45 എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ വി വിൻഡും വി മാൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഇസ് 1. So that means V wind is numerically equal to V man. And ആ നിമിഷം V man into speed 2.5 meter per second. In other words, the wind is moving with a speed 2.5 pi meter per second. Wind into speed. എന്ന് പറയാൻ കാരണം ഇത് റണ്ണിങ് റേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ മനുഷ്യൻ ഓടുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പീഡ് കൂടി വരും. അതുകൊണ്ട് പക്ഷേ വിൻഡിന് ത്രൂ ഔട്ട് it is moving, or the wind has a speed of same എന്താണ് 2.5 pi meter per second. Clear? ഇനി as he progresses on the straight horizontal track, അയാളുടെ ട്രാക്ക് മാറുന്നില്ല, he finds a wind is rotating with uniform angular velocity. അപ്പോൾ എന്തുകൊണ്ടത് മാറുന്നത്? ബിക്കോസ് അയാളുടെ സ്പീഡ് കൂടെയാണ്, വിൻഡിൻ്റെ സ്പീഡ് കൂടുന്നില്ല. So velocity of the wind with respect to the man എടുക്കുമ്പോഴത്തേക്ക് that direction is changing. അപ്പോൾ it appears to be rotating. And by the time he completes the race, the wind rotates through an angle 45 degree. അപ്പോൾ finally the wind has rotated through an angle 45 degree എന്നർത്ഥം. Clear? So that means suppose ഏതോ ഒരു ഇൻസ്റ്റൻറ്റ് തുടക്കത്തിൽ വിൻഡ് പെർപെൻഡിക്കുലർ ആണ്, അയാൾ ഓടുമ്പോഴത്തേക്ക് അയാളുടെ സ്പീഡ് കൂടുമ്പോഴത്തേക്ക് ഡയറക്ഷൻ appears to be different. Actually the wind is blowing perpendicular, പക്ഷേ തുടക്കത്തിൽ it appears to be at 45 degrees with the track. അയാളുടെ സ്പീഡ് മാറുമ്പോൾ ആംഗിളും appears to change. appears ആണ്, ആംഗിൾ മാറണമല്ല, and appears to change. അപ്പോൾ ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ let the angle be theta ആണെങ്കിൽ, സോ നേരത്തെ വരച്ച പോലെ we wind with respect to the man. So we wind with respect to the man എന്ന് പറയുമ്പോൾ മൈനസ് വി എം ഇങ്ങോട്ട്. So that is making an angle theta with the track. ഏതൊരു സമയം നേരത്തെ തുടക്കത്തിലായിരുന്നു 45 ഡിഗ്രി, ഇപ്പം മാൻ്റെ സ്പീഡ് മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ആക്ച്വലി VM1 ആണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആംഗിൾ തീറ്റ. സോ വൺസ് മോർ വാട്ട് ഹാപ്പൻസ്, ടാൻ തീറ്റ എന്ന് പറയുന്നത് വി വിൻഡ് ഡിവൈഡഡ് ബൈ വി മാൻ ആണ്. മാൻ്റെ സ്പീഡ് മാറുകയാണ് ഇപ്പം, ഓക്കെ. പക്ഷെ വി വിൻഡിൻ്റെ വാല്യൂ എത്ര? 2.5 പൈ. അത് മാറുന്നില്ല, ബിക്കോസ് വിൻഡ് ഇസ് ബ്ലോയിങ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. അപ്പോൾ വി മാൻ്റെ സ്പീഡ് എന്താണ്? ആ നിമിഷം വി മാൻ്റെ സ്പീഡ് 2.5 പൈ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഈ തീറ്റ ആ മനുഷ്യൻ്റെ സ്പീഡ് മാറുമ്പോഴത്തേക്ക് തീറ്റയും മാറുകയാണ്. അതാണ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി റൊട്ടേറ്റിംഗ് വിത്ത് യൂണിഫോം ആംഗുലർ വെലോസിറ്റി. യൂണിഫോം ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ തീറ്റ മാറണമെങ്കിലും ഡി തീറ്റ ബൈ ഡി ടി ഇസ് എ കോൺസ്റ്റന്റ് എന്നുള്ള അർത്ഥം. ഓക്കെ, സോ ഇറ്റ്സ് മൂവിങ് വിത്ത് യൂണിഫോം ആംഗുലർ വെലോസിറ്റി. അപ്പോൾ നമുക്കിപ്പോൾ VM1 എന്ന് പറഞ്ഞാൽ 2.5 പൈ ബൈ ടാൻ തീറ്റ, 1 ബൈ ടാൻ തീറ്റ കോട്ട് തീറ്റ, അപ്പോൾ 2.5 പൈ കോട്ട് തീറ്റ എന്ന് കിട്ടി. ഇതാണ് ആ മനുഷ്യൻ്റെ വെലോസിറ്റി. ആ മനുഷ്യൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീസ് റണ്ണിങ് ഓൺ ദ ട്രാക്ക്. സോ ആ നിമിഷത്തെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് dx/dt ആണ് ദിസ് നമ്പർ 2.5 പൈ കോട്ട് തീറ്റ എന്ന് കിട്ടിയത്. ഓക്കെ, ഇനി ആ dx/dt-നെ ഐ വോണ്ട് ടു ബ്രിങ് ഇൻ കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി, ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ആംഗിൾ ബൈ ടൈം, ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി കൊണ്ടുവരണം. So what am I doing? dx/dt-നെ dx/d theta into d theta by dt എന്നാക്കാം. Same thing, dx/dt. This is 2.5 p pi cot theta. Understood? Because d theta by dt ആണ് നമ്മുടെ കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്ന സാധനം. ഇനി കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ആയതുകൊണ്ട് അത് എന്തോന്നാണ്. സോ ഫാർ ക്ലിയർ? സോ ഇപ്പം what I am doing now, മുകളിലത്തെ മായ്ക്കാൻ പോണു. So it is dx by d theta multiplied by d theta by dt എന്ന് പറയുന്നത് ആംഗിൾ കവർ ഡിവൈഡഡ് ബൈ ടൈം ഇസ് എ കോൺസ്റ്റന്റ് എന്നറിയാം. അപ്പോൾ ആംഗിൾ കവേർഡ് എത്ര? തുടക്കത്തിൽ വിൻഡ് പെർപെൻഡിക്കുലർ ആയിരുന്നു, പിന്നെ ബൈ ദ ടൈം ഹി കംപ്ലീറ്റ്സ് എ റേസ് ദ വിൻഡ് റൊട്ടേറ്റ്സ് ത്രൂ ആൻ ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ തീരുമ്പോൾ 45 ഡിഗ്രി തിരിഞ്ഞു. തുടക്കത്തിൽ പെർപെൻഡിക്കുലർ ആയിരുന്നു, പിന്നെ 45 ഡിഗ്രി തിരിഞ്ഞു. അപ്പോൾ 90 45 എന്ന് പറയുമ്പോൾ ആംഗിൾ ടേൺ 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/4 ആണ്. അപ്പോൾ ആംഗിൾ കവേർഡ് π/4. ആ ഫുൾ റേസ് സമയത്താണ്. ടൈം ഓഫ് റേസ് ഇസ് ഗിവൺ ആസ് 10/ln√2.
അപ്പോൾ നേരത്തെ 90 പിന്നെ 45 ആകാനുള്ള സമയമാണ് 10/ln√2 എന്നുള്ളത്. സോ ടൈം ഇസ് 10 ഡിവൈഡഡ് ബൈ 10/ln√2 So that means pi ln√2 divided by 40. ഇതാണ് നമ്മുടെ d theta by dt എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫാർ ക്ലിയർ? അതുകൊണ്ട് ഈ ഇക്വേഷൻ 1-ൽ I am now going to find out dx by d theta because I want to find out the length of the race. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് കണ്ടുപിടിക്കണം, ഇതുകൊണ്ടാണ്. സോ ഫാർ ക്ലിയർ? d theta by dt ഞാൻ കണ്ടുപിടിച്ചു. ഇനി എന്താണ് dx by d theta? ക്ലിയർ? അപ്പോൾ ഇക്വേഷൻ 1-ൽ ഫ്രം ഇക്വേഷൻ 1 dx by d theta എന്ന് പറയുമ്പോൾ എന്താ 2.5 pi cot theta divided by d theta by dt അല്ലേ? divided by d theta by dt എന്ത് കിട്ടി? pi ln√2 by 40 ആകുമ്പോൾ 40 എവിടെ പോയി? മോളിൽ പോകും. 40 മോളിൽ പോയി. So pi and pi cancels. 2.5 into 10, 25 into 4, 100. അപ്പോൾ 100 cot theta divided by ln√2. ഇതാണ് dx by d theta. dx by d theta. I want to find out എന്തോ കാണണം? x ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. So dx നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ I will get x, that's the length of the track. So that means 100 by ln√2 എന്നിട്ട് cot theta d theta ആണ് I am integrating from എന്താണ്? സോ റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 45 degrees ആയിരുന്നു. എന്നിട്ട് റേസ് തീരുമ്പോൾ വിൻഡ് ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ട്രാക്ക്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫ്രം 45 degrees to 90 degree. 45 degree to 90 degree. അപ്പോൾ 45 degree എന്ന് പറഞ്ഞാൽ π/4, 90 എന്ന് പറയുമ്പോൾ π/2. അണ്ടർസ്റ്റുഡ്? 45 degree തൊട്ട് 90 degree വരെയാണ് മാറ്റം. സോ ബിക്കോസ് അവസാനം റേസ് തീരുമ്പോൾ ആക്ച്വൽ പൊസിഷൻ ഓഫ് വിങ് തന്നെയാണ് കാണുന്നത്, ആ മനുഷ്യൻ നിൽക്കുന്നു. ഇനി ഇൻറ്റിഗ്രേഷൻ ഓഫ് കോട്ട് തീറ്റ. ഇൻറ്റിഗ്രേഷൻ ഓഫ് കോട്ട് തീറ്റ ഈസ് സൈൻ ഇൻവേഴ്സ് തീറ്റ. ഓക്കെ, സോറി. സോ ഇൻറ്റിഗ്രേഷൻ ഓഫ് കോട്ട് തീറ്റ ഡി തീറ്റ ഈസ് സൈൻ ഇൻവേഴ്സ് അല്ല, നാച്ചുറൽ ലോഗ് സൈൻ തീറ്റ. നാച്ചുറൽ ലോഗ് ഇത് മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റിഗ്രേഷൻ ഓഫ് കോട്ട് തീറ്റ നാച്ചുറൽ ലോഗ് സൈൻ തീറ്റ ഫ്രം വെയർ ടു വെയർ 45 degrees to 90 degree. അപ്പോൾ ഈ പാർട്ട് മാത്രം ഞാൻ ആദ്യം ചെയ്യട്ടെ. ഓക്കെ, സോ ഈ ഭാഗം അവിടെ നിൽക്കട്ടെ, ഈ പാർട്ട് മായ്ക്കാൻ പോകണം. സോ ഹിയർ നൗ ഐ വോണ്ട് ടു ഇൻറ്റിഗ്രേറ്റ് ചെയ്ത ബൈ ഗോട്ട് ln സൈൻ തീറ്റ ഫ്രം വെയർ ടു വെയർ 45 degree π/4 തൊട്ട് π/2 90 വരെ. അപ്പോൾ ln sin 90 1 minus ln sin 45 1/√2. Logarithm of a constant 0. 0 minus ln 1, so minus ln 1/√2. Understood? എന്ന് പറഞ്ഞാൽ എന്താ? ln1 0 minus ln√2. അപ്പോൾ it becomes plus ln2. എന്തുകൊണ്ട്? ln1 is 0. So minus ln1 minus minus plus ln√2. അപ്പോൾ it becomes plus ln√2. So this is simply 100 by ln√2 already ഉണ്ട്. ഈ ഭാഗം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ you get another ln√2. So ln√2 cancel ചെയ്യും. The total distance covered is 100 meter. So the length of the race is 100 meter. It's അത്ര വലിയ ഈസി അല്ല. ഓക്കെ, അങ്ങനത്തെ. സോ പോയിന്റ് ക്ലിയർ? സെക്ഷൻ ബിയിൽ വരാം. ഓക്കെ, പോയിന്റ് ഓക്കെ, ന്യൂമറിക്കൽസ്. സോ ദാറ്റ്സ് ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് 25. A terrorist places a bomb at a horizontal distance of 6 meters from the foot of a building. So 25. ഇതാണ് ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 8 meters. ടെററിസ്റ്റ് ഇവിടെ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗിൽ നിന്ന് 6 meters അവേ ഇവിടെയാണ് ഒരു ബോംബിട്ട്. So bomb is placed at A. Ini. When the bomb explodes,
its fragments fly in all directions with a velocity up to 20. അപ്പോൾ maximum velocity 20 വരെ ആകാം. പല ഫ്രാഗ്മെൻറ്റ്സും പല സ്പീഡിലാണ്, പക്ഷേ maximum speed possible 20 meter per second. Find how long in seconds a man on the top of the building will be in danger. So that means ഇവിടെ നിന്ന് എങ്ങനെ പോവാം? സോ പല ഫ്രാഗ്മെൻറ്റ്സ് പല വെലോസിറ്റിയിലാണ്, അപ്പോൾ ഏതോ ഒരു വെലോസിറ്റി വന്ന് ഇവിടെ അടിക്കാം. ഓക്കെ, സോ ആ സമയമാണ്, ഏത് സമയം തൊട്ട് ഏത് സമയം വരെ ആണ് ആ മനുഷ്യൻ ടോപ്പ് ഓഫ് ദ ബിൽഡിങ്ങിൽ നിൽക്കുന്ന മനുഷ്യൻ ഇസ് ഇൻ ഡേഞ്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഹിയർ ദിസ് ഇസ് 8 meter. ഓക്കെ, സോ ഇവിടെ ദിസ് ഇസ് 6 meters, ദിസ് ഇസ് 8 meters. സോ പാത്ത് ഇങ്ങനെ പോയി ബോംബ് ഇങ്ങോട്ട് വരുന്നു. സോ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി മാക്സിമം അപ് ടു 20. അപ്പോൾ 20 വെച്ച് ചെയ്യാം, എക്സ്ട്രീം കേസ് വെച്ച് ചെയ്യാം. അപ്പോൾ u 20 meter per second, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അറിഞ്ഞൂടാ, ആൽഫ അറിഞ്ഞൂടാ. എന്നിട്ട് ഈ ബിൽഡിങ്ങിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് 6 meter, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കവേർഡ് 8 meter. സോ ഹൊറിസോണ്ടൽ മോഷൻ എടുത്താൽ, ഇഫ് ഐ ടേക്ക് ഹൊറിസോണ്ടൽ മോഷൻ, horizontal distance x is equal to ux into t, ux into t, x is 6, ux എന്ന് പറഞ്ഞാൽ 20 cos alpha into t, 20 cos alpha into t, equation 1. Okay, that's one equation. പിന്നെ y component എടുക്കുമ്പോഴത്തേക്ക് y vertical motion എടുക്കുമ്പോൾ s is equal to ut plus half at squared. So y is equal to uyt plus half ayt squared. So y എന്ന് പറയുന്നത് 8 meter എത്തണം, is equal to uy എന്ന് പറയുമ്പോൾ 20 sin alpha, 20 sin alpha, ut minus a is minus g minus half into g minus half g t square. Okay, so അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടി, x component ആയി y component ആയി. സോ അതിൽ നിന്ന് u cos alpha 6 is equal to u cos 20 cos alpha into t, 8 is equal to ut minus half at squared. അപ്പോൾ അതിൽ നിന്ന് 20 sin alpha t, ബാക്കി മാത്സ് ആണ്. 20 sin alpha t എന്ന് പറയുമ്പോൾ 8 plus half gt squared, 20 cos alpha t എന്ന് പറയുമ്പോൾ 6. Okay, 20 cos alpha t is equal to 6. Understood? രണ്ട് ഇക്വേഷൻ. സംഭവ നമുക്ക് ടൈമിൻ്റെയാണ് സോൾവ് ചെയ്യേണ്ടത്, ടൈം. ഇനി ബാക്കി മാത്സ് ആണ്. സപ്പോസ് ഞാൻ രണ്ട് ഇക്വേഷന് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്താൽ, റൈറ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ 400 sin squared alpha t squared, 400 cos squared alpha t squared. അപ്പോൾ sin squared alpha plus cos squared alpha 1. So 400 t squared വരും. ഓക്കെ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആകുമ്പോൾ 8 plus half gt squared the whole squared plus 6 squared എന്ന് വരും. പോയിന്റ് ഓക്കെ, that means 64 plus 1/4 g squared t raised to 4 plus 2 half പോയി, so 8 2ab 8 g t squared, isn't it? 2 into 8 into half g t squared, half-ഉം ആ 2ഉം cancel ആയി. So 8 gt squared is equal to 400 t squared. That means you are getting a quadratic in t squared. That means if I take, ബാക്കി സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾ വിടാം, ബാക്കി മാത്സ് ആണ്. So if I write it 1/4 g squared t raised to 4, 1/4 g squared t raised to 4, ഈ 400 ഇപ്പുറത്ത് വന്നാൽ -400 ആയി, -400 plus 400 t squared. So 8 g t squared into 8 g minus 400. It's okay. Plus 64 is equal to 0. So it's a quadratic in t squared. If I take, let t squared is equal to x, t squared is equal to x and the value 1/4 g squared x squared plus 8 g के substitute ചെയ്യാം, -400x plus 64 is equal to 0. Clear ആയോ?
So quadratic in x, solve for x. This is in the form ax squared plus bx plus c is equal to 0. Where a is 1 by 4 g squared, b is 8g minus 400, c is 64. Solve for x. Baaki ini orupaadu calculation aanu. So I am just telling you, solve for x. Appo x kittumbo you will get two terms. One minus b plus or minus root of b squared minus 4ac divided by 2a aanallo. Appo oru term minus b plus something, matthathu minus b minus something. So you are getting t squared ആണ്. അപ്പോൾ ഒരു t1 സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ മൈനസ് ബി പ്ലസ് സംതിങ് വരും. t2 സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ മൈനസ് ബി മൈനസ് സംതിങ് വരും. അപ്പോൾ t1 സ്ക്വയർഡും t2 സ്ക്വയർഡുമാണ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ടു ഇൻ്റർവെൽസ് ഓഫ് ടൈം, t1 സ്ക്വയർഡും t2 സ്ക്വയർഡും. അതിൽ നിന്ന് എ സ്ക്വയർഡും ബി സ്ക്വയർഡും ഉണ്ടെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ab എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ab. അത് വെച്ചിട്ട് സോൾവ് ഫോർ, ബാക്കി ഫുൾ മാത്സ് ആണ്, സോൾവ് ഫോർ t1 ആൻഡ് t2. ഓക്കെ, സോ സോൾവ് ഫോർ t1 ആൻഡ് t2. സോ എന്നിട്ട് അതിൽ t1 സെക്കൻഡ്സ് ആണ് ഹയർ ടൈം. അപ്പോൾ ഫ്രം സേ t1 എനിക്ക് 8 സെക്കൻഡ് കിട്ടി, t2 3 സെക്കൻഡ് കിട്ടിയെന്ന് വെച്ചോളൂ. സപ്പോസ് ഐ ഗെറ്റ് t1 8 സെക്കൻഡ്സ് ആൻഡ് t2 3 സെക്കൻഡ് കിട്ടിയാൽ 8 സെക്കൻഡ് തൊട്ട് 3 സെക്കൻഡ് വരെ ഏത് സമയത്ത് വേണമെങ്കിലും ആ ബോംബ് ആ ടാർഗറ്റിൽ പോയി മുട്ടാം എന്നാണ് അർത്ഥം. അപ്പോൾ എത്ര സമയമാണ് ആ മനുഷ്യൻ സേഫായിട്ട്, ഐ മീൻ അപ് ടു വാട്ട് ടൈം ദാറ്റ് ദ മാൻ ഇസ് ഇൻ ഡേഞ്ചർ. ഫ്രം 8 സെക്കൻഡ്സ് തൊട്ട് 3 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ ദ ടൈം ഇൻ്റർവൽ ഇൻ വിച്ച് ദ മാൻ ഇസ് ഇൻ ഡേഞ്ചർ ഇസ് 8 minus 3 വിച്ച് ഇസ് 5 സെക്കൻഡ്സ്. അപ്പോൾ ചെയ്യേണ്ട എന്താ, ടി സ്ക്വയർഡിനാണ് എക്സിന് സോൾവ് ചെയ്യുമ്പോൾ ദറ്റ് ഇസ് ടി സ്ക്വയർഡാണ്. t1 സ്ക്വയർഡും t2 സ്ക്വയർഡും കിട്ടും. പിന്നെ ഓൾജിബ്രായിക് ഇക്വേഷൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർഡ് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ഫോർ t1 ആൻഡ് t2, ദെൻ ഫൈൻഡ് ഔട്ട് t1 മൈനസ് t2. ദാറ്റ് ഈസ് ദ ഇൻ്റർവൽ ഓഫ് ടൈം അപ് ടു വിച്ച് ദ മാൻ ഇസ് ഇൻ ഡേഞ്ചർ. ഒരുപാട് കാൽക്കുലേഷനാണ്. ഒരു എക്സാം ക്വസ്റ്റ്യൻ വന്നാലും അത്രയും ചെയ്തെടുക്കാൻ സമയമെടുക്കും. ഓക്കെ, സോ ആ കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പോൾ വീട്ടിലിരുന്ന് സൗകര്യമായിട്ട് വർക്കൗട്ട് ആൻഡ് ചെക്ക്. അങ്ങനെ t1 മൈനസ് t2 ചെയ്യുമ്പോൾ യു ഗെറ്റ് ദി ആൻസർ 2.96 കിട്ടും. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 26. എ മോട്ടോർ ബോട്ട് ഗോയിങ് ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ബോട്ടും വെള്ളത്തിൻ്റെ വെലോസിറ്റി സെയിം ഡയറക്ഷനിൽ. ഓവർകംസ് എ റാഫ്റ്റ് അറ്റ് എ പോയിൻ്റ് എ. സോ ഇത് പോയിൻ്റ് എ, ഇവിടെ ബോട്ടും റാഫ്റ്റും രണ്ടുപേരും ഈ പോയിന്റിലുണ്ട്. ഓക്കെ, എന്നിട്ട് ആഫ്റ്റർ 1 hour, അപ്പോൾ 1 hour, ഇൻ 1 hour ആ ബോട്ട് ഇവിടെ നിന്ന് ഇത് ഏതോ ഒരു പോയിന്റിൽ ഇവിടെ എത്തി, ഈ പോയിന്റിലെത്തി, ബിയിലെത്തി. ആഫ്റ്റർ 1 hour ഇറ്റ് റീച്ചസ് എ ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണത് ഡൗൺ സ്ട്രീമാണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് ദ ബോട്ടും വെലോസിറ്റി ഓഫ് വാട്ടർ സെയിം ഡയറക്ഷനാണ്. അപ്പോൾ വി ബി പ്ലസ് വി ഡബ്ല്യു മൾട്ടിപ്ലൈഡ് ബൈ 1 ആണ്. ഓക്കെ, വി ബി ആൻഡ് വി ഡബ്ല്യു ആർ ഇൻ കിലോമീറ്റർ പെർ അവർ. ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോട്ട് ഡൗൺ സ്ട്രീം ഇൻ 1 hour. എന്നിട്ടോ ഇറ്റ് മീറ്റ്സ് ദ റാഫ്റ്റ് അഗൈൻ അറ്റ് എ ഡിസ്റ്റൻസ് 6 kilometers ഫ്രം ഇറ്റ്. സോ ഇവിടം തൊട്ട് ഇവിടം വരെ പോയിട്ട് ബോട്ട് തിരിഞ്ഞ് വരും. ബോട്ട് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ വെലോസിറ്റി ഇങ്ങോട്ടാണ്. അപ്പോൾ ബോട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇറ്റ്സ് ട്രാവലിംഗ് അപ് സ്ട്രീം. സോ ദാറ്റ് മീൻസ് ഈ സമയം ടി അറിഞ്ഞുകൂടാ, ടി ആസ്. അപ്പോൾ ടി ആസിൽ ബോട്ട് അപ് സ്ട്രീമാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് വി ബി മൈനസ് വി ഡബ്ല്യു ഇൻറ്റു ടി. ഓക്കെ, സോ അങ്ങനെ ബോട്ട് ഇവിടെ എത്തി. അപ്പോൾ ബോട്ട് ആദ്യം എയിൽ നിന്ന് ബിയിലോട്ട് പോയി, പിന്നെ ബിയിൽ നിന്ന് സിയിലോട്ട് വന്നു. ഇതാണ് അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ്. ക്ലിയർ? ഇനി ദാറ്റ് ഈസ് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. ആ സമയത്ത് റാഫ്റ്റ് എന്തോ ചെയ്തു, ഇറ്റ് മീറ്റ്സ് എ റാഫ്റ്റ് അഗൈൻ അറ്റ് എ ഡിസ്റ്റൻസ് 6 kilometers ഫ്രം ഇ. അപ്പോൾ ഇതാണ് 6 kilometers. അപ്പോൾ റാഫ്റ്റ് ആ സമയത്ത് ഡിസ്റ്റൻസ് എ സി എന്ന് പറയുന്നത് എന്താണ്, ആദ്യം 1 hour പിന്നെ ടി hours അല്ലേ. അപ്പോൾ റാഫ്റ്റ് ആ ടോട്ടൽ ടൈം എടുക്കണ എത്ര, t+1. പിന്നെ റാഫ്റ്റിൻ്റെ സ്പീഡ്, അതിന് പ്രത്യേകിച്ച് മോട്ടറൊന്നുമില്ല. അപ്പോൾ റാഫ്റ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ സ്പീഡാണ്.
അപ്പോൾ റാഫ്റ്റിൻ്റെ ഡിസ്റ്റൻസ് പറഞ്ഞാൽ VW ഇൻറ്റു T + 1 ആണ്. അണ്ടർസ്റ്റുഡ്? ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എടുത്താൽ ബോട്ട് എന്ന് തുടങ്ങി B വരെ പോയിട്ട് C വരെ എത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ AC ആണ്. റാഫ്റ്റിൻ്റെയും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ AC ആണ്. അപ്പോൾ രണ്ടുപേരുടെയും ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആരെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോട്ടായാലും റാഫ്റ്റായാലും സെയിം ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ബോട്ട് എന്ന് പറയുമ്പോൾ എന്താ വരണോ, ഇവിടം തൊട്ട് ഇവിടം വരെ എടുത്തിട്ട് ഇത് പുറകോട്ട് വരുമ്പോൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ആണ്, വിച്ച് ഇസ് VB + VW മൾട്ടിപ്ലൈഡ് ബൈ 1, അതായത് ഇത് മൈനസ് VB - VW മൾട്ടിപ്ലൈഡ് ബൈ T ആകുമ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. അത് തന്നെയാണ് റാഫ്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. റാഫ്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? VW ഇൻറ്റു T + 1. ബാക്കി സോൾവ് ചെയ്യണം. അപ്പോൾ VB + VW മൈനസ് VBT മൈനസ് മൈനസ് പ്ലസ് VWT ഈസ് ഈക്വൽ ടു VWT + VW അല്ലേ? അപ്പോൾ VWT ക്യാൻസൽ ആവും, പ്ലസ് VW ക്യാൻസൽ ആവും. അപ്പോൾ ആകെ എന്തുകൊണ്ട് VB - VBT ഈസ് ഈക്വൽ ടു ബാക്കിയെല്ലാം ക്യാൻസലായി. അപ്പോൾ VB - VBT ഈസ് ഈക്വൽ ടു 0. VB - VB ഇൻറ്റു T ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ VB ഇൻറ്റു 1 - T ഈസ് ഈക്വൽ ടു 0. പക്ഷേ VB 0 അല്ല, VB 0 അല്ല. അതുകൊണ്ട് 1 - T ഈസ് ഈക്വൽ ടു 0. അപ്പോൾ T എത്ര? 1 ആണ്. അപ്പോൾ T 1 ആണ്. T 1R ആണെങ്കിൽ ഡിസ്റ്റൻസ് AC എന്താണ്? 6 കിലോമീറ്റർ. സോ ഗോ ബാക്ക് ടു ഇക്വേഷൻ 3. ഫ്രം ഇക്വേഷൻ 3 ഡിസ്റ്റൻസ് AC എന്ന് പറയുന്നത് 6 കിലോമീറ്റർ ആണ്, വിച്ച് ഇസ് VW അറിഞ്ഞുകൂടാ. T + 1, T 1 ആണ്. 1 + 1 2. അപ്പോൾ VW എന്തോ വന്നു? 3 km/h. അതാണ് ചോദിച്ചത്. സോ വെലോസിറ്റി ഓഫ് ദ റിവർ ഇസ് 3 km/h. അണ്ടർസ്റ്റുഡ്? അതാണ് ഈ ക്വസ്റ്റ്യൻ. പോയിന്റ് ക്ലിയർ ആയല്ലോ? രണ്ടുപേരും ഡിസ്പ്ലേസ്മെൻ്റ് എടുത്ത് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ. A train passes a station at 40 km/h. അപ്പോൾ സ്റ്റേഷൻ ഇവിടെ 27, സ്റ്റേഷൻ A at 40 km/h മെയിൻറ്റെയിൻസ് ദ സ്പീഡ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡാണ് ഫോർ 7 കിലോമീറ്റർ B. അപ്പോൾ ഇതിൻ്റെ ടൈം AB എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ കോൺസ്റ്റൻറ്റ് സ്പീഡാണ്, വിച്ച് ഇസ് 7 ഡിവൈഡഡ് ബൈ 40 hours എന്ന് വരും. ഇനി and then uniformly retarded stopped at B. അപ്പോൾ ഈ പോയിന്റ് AC എന്ന് വിളിക്കാം. B വേറെ പോയിന്റ്, ഇത് C. അപ്പോൾ ടൈം AC ആണ് 7/40. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് അത് Bയിൽ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ സ്പീഡ് ഇപ്പോഴും 40 km/h ആണ്. ഇവിടുത്തെ വെലോസിറ്റി 0 ആണ്. ഈ ഡിസ്റ്റൻസ് എത്ര? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 8.5, ഇത് 7 ആണ്. അപ്പോൾ ഇവിടെ 1.5 കിലോമീറ്റർ. അപ്പം ഞാൻ CB ദൂരം എടുത്താൽ ഇനിഷ്യൽ വെലോസിറ്റി 40 km/h, ഫൈനൽ വെലോസിറ്റി 0, ഡിസ്റ്റൻസ് 1.5 കിലോമീറ്റർ. അപ്പം ടൈം എത്ര? S is equal to U + V by 2 into T. S is U + V by 2 into T. S എന്ന് പറഞ്ഞാൽ 1.5, U + V 40 by 2 into T. അപ്പോൾ T എന്ത് വരും? 3/40 hours എന്ന് വരും. ഇനി നമുക്ക് T2 എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ ടോട്ടൽ ടൈം ഫ്രം A to B എത്ര എടുത്തു? ടോട്ടൽ ടൈം ഫ്രം A to B എന്ന് പറയുമ്പോൾ 7/40 plus 3/40, which is 10/40, which is 1/4 hours. ഇതാണ് ആദ്യത്തെ പാർട്ട്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ട്രെയിൻ സ്റ്റാർട്ട്സ് ഫ്രം A at the same instant that the first train passes and being accelerated for part of the journey and uniformly retarded for the rest, stops at B at the same time as the first train. So രണ്ടാമത്തെ ട്രെയിൻ ഞാൻ ഇത് മാറ്റാൻ പോകണം. ടോട്ടൽ ടൈം 1/4 hours കിട്ടി. ഓക്കെ. ഇനി രണ്ടാമത്തെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണത് എയിൽ, എൻഡ് ചെയ്യണത് ബിയിൽ. സോ സെക്കൻഡ് ട്രെയിൻ ടോട്ടൽ ഡിസ്റ്റൻസ് 8.5 കിലോമീറ്റർ തന്നെ. പക്ഷേ അത് എന്താണ് ചെയ്യണത്? ടൈമും വെലോസിറ്റിയും വരച്ചാൽ ഇറ്റ് ഈസ് ആദ്യം ആക്സിലറേറ്റ് ആവും, പിന്നെ റിട്ടാർഡഡ് ആവും. ഇതാണ് ഗ്രാഫ്. ഏരിയ ഓഫ് ദ VT ഗ്രാഫ് ഗിവ്സ് യു ഡിസ്പ്ലേസ്മെൻറ്റ്.
So area എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, വിച്ച് ഇസ് 8.5. യെസ്, ടോട്ടൽ ടൈം നമുക്കറിയാം. ടോട്ടൽ ടൈം എത്ര? സെയിം ആസ് ദറ്റ് ഫസ്റ്റ് ട്രെയിൻ, വിച്ച് ഇസ് 1/4 hours. സോ ഏരിയ എന്ന് പറയുന്നത് 8.5 is half the base into height. Height എന്താണ്? Vmax. Half t into Vmax. Okay. Time നമുക്ക് 1/4 എന്നറിയാം. So 8.5 എന്ന് പറയുന്നത് half time 1/4 into Vmax. അപ്പോൾ രണ്ടാമത്തെ ട്രെയിനിൻ്റെ മാക്സിമം സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Vmax എന്താ വരും? Vmax എന്ന് പറയുന്നത് 8.5 multiplied by 8. 8 5s are 40, 68 km/hour. അപ്പോൾ ഇതാണ് ആൻസർ, 68 km/hour. Clear? That is 27. Question clear? Number 28. A tile slides off a roof inclined at 37 degrees to the horizontal. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, 37 degrees to the horizontal. നമുക്ക് 37ൻ്റെ വാല്യൂസ് അറിയാം. tan 37 3/4, അതുകൊണ്ട് sin 37 3/5ഉം cos 37 4/5 നമുക്കറിയാം. സോ ഇവിടെ UX എന്ന് പറയുന്നത് U5 ആണ്. അപ്പോൾ UX is 5 cos 37, which is 4 m/s. And initial vertical velocity Uy 5 sin 37, which is 3. Ini how far horizontally does it travel in reaching the ground? 20 meter വരും. അപ്പോൾ ആദ്യം vertical motion എടുക്കാം. vertical motion in the time കണ്ടുപിടിച്ചിട്ട് horizontal distance traveled in that time നോക്കാം. Formula S is equal to ut plus half at squared. എസ് എന്ന് പറയുന്നത് 20, UY ആണ് 3, T പ്ലസ് താഴോട്ടാണ്, അതുകൊണ്ട് A നമുക്ക് പ്ലസ് G. സോ ഹാഫ് ഇൻറ്റു 10 5 t². സോ 5 t² പ്ലസ് 3t മൈനസ് 20 ഇസ് ഈക്വൽ ടു 0. സോ T എന്ന് പറയുന്നത് മൈനസ് B പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് B² മൈനസ് 4AC എന്ന് പറയുമ്പോൾ ഈ മൈനസും കൂടെ ആയിട്ട് പ്ലസ് ആയി. So 4 into 5, 20 into 20, 400 divided by 2A, 10. Alright. So minus 3 plus or minus root of 409 divided by 10. So 409, ഏകദേശം 400. മറ്റേത് 21 squared 441. അപ്പോൾ നമുക്ക് ഏകദേശം 20, പക്ഷേ more than 20 എന്ന് മനസ്സിലോർക്കാം. So answer is slightly greater than minus 3 plus or minus 20 by 10. Time is always positive. അതുകൊണ്ട് minus 3 plus 20 എടുക്കാം. അപ്പോൾ plus 17. So it is greater than 1.7 seconds. Greater, slightly greater than 1.7 seconds. ഈ 1.7 secondsൽ horizontal distance എത്ര? So horizontal distance x is equal to ux into t. UX എന്തുവായിരുന്നു? UX is 4 അല്ലേ? സോ 4 into 1.7, അതിനെക്കാട്ടിയും കുറച്ച് കൂടുതലാണ്. 4 7s are 28 carry 2, 4 1s are 4 5 6. So it is slightly greater than 6.8. അതുകൊണ്ട് ആൻസർ 6.8നെക്കാട്ടി സ്ലൈറ്റ്ലി ഗ്രേറ്റർ എന്ന് പറയുമ്പോൾ അത് 6.96 meter. So you get 6.96 meter. ഓക്കെ, ക്വസ്റ്റ്യൻ അതാണ്. അടുത്തത് question 29. Assuming that a car is able to stop with a retardation of 8 m/s². അപ്പോൾ ഒരു കാറിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റിട്ടാർഡേഷൻ 8 m/s² ആണ്. ആൻഡ് ദാറ്റ് എ ഡ്രൈവർ ക്യാൻ റിയാക്ട് ടു ആൻ ഇമർജൻസി എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാലും അങ്ങനെ സ്റ്റോപ്പ് ചെയ്യൂല, അര സെക്കൻഡ് കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്യും, അര സെക്കൻഡ് കഴിഞ്ഞിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യും. ദാറ്റ് മീൻസ് ഫോർ 0.5 seconds ബ്രേക്ക് അപ്ലൈ ചെയ്തില്ല. So that means കാറിൻ്റെ സ്പീഡ്, കോൺസ്റ്റൻറ്റ് സ്പീഡ് 60 km/h ആണ്. 60 km/h ആണ് അതിൻ്റെ കോൺസ്റ്റൻറ്റ് സ്പീഡ്.
അതുകൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് 0.5 സെക്കൻഡ്സിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇൻറ്റു ടൈമാണ്. കാരണം ബ്രേക്ക് അപ്ലൈ ചെയ്തില്ല. അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെങ്കിൽ 60 × 5/18 meter per second. So distance in meters is going to be 60 × 5/18 multiplied by 0.5. അല്ലേ, അത്രയും meters, which is 6 into ഒരു decimal 25 divided by 18, 150 divided by 18, 75 by 9, 9 8s are 72, 30, 9, 8.3 meter. അപ്പോൾ ഇത്രയും ദൂരമായിട്ടാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യണം. സോ ഇതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണ്? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇനിഷ്യൽ വെലോസിറ്റി u, കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ, ഫൈനൽ വെലോസിറ്റി 0, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് u²/2a. a stands for retardation. u ആണ് നമ്മുടെ സ്റ്റോപ്പിംഗ് ഇനിഷ്യൽ വെലോസിറ്റി. 60 × 5/18, 60 × 5/18 എന്ന് പറഞ്ഞാൽ എന്താണ്? 60 × 5/18. അപ്പോൾ 610 ആണ്, 3 ആണ്, 50/3. അപ്പോൾ u² എന്ന് പറയുമ്പോൾ 2500 divided by 9 into 2. a stands for retardation. Retardation എത്ര? 8. ഓക്കെ, സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 1250 divided by 72 എന്ന് വരും. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ 72 625 divided by 36. അപ്പോൾ 36 625 എന്ന് പറയുമ്പോൾ 36 12 5 22 65 8 7 6 42, ഏകദേശം 7 വരും. 17, about 17 point something, is around 17. ഇതെന്താ? 17 meter. അപ്പോൾ 17-നെക്കാട്ടിയും കുറച്ച് കൂടുതൽ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഒരു ഡേഞ്ചർ മുമ്പ് കണ്ട ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ വരും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 8.3യുടെ കൂടെ 17-നെക്കാട്ടിയും കുറച്ചുകൂടെ കൂടുതൽ വരും. അപ്പോൾ 17 + 8 25, 25.3 മീറ്ററിനെക്കാട്ടി സ്ലൈറ്റ്ലി മോർ. അപ്പോൾ അവിടെ ആൻസർ 25.69 meter. Calculate the overall stopping distance in meters. So that is 25.96. Sorry, slightly bigger. 25.3-നെക്കാട്ടിയും കുറച്ച് കൂടുതൽ. അപ്പോൾ ചോയ്സ് 1. Because it's only 17, 18 കൂടുതലാണ്. 17 point something. 17 point something 8.3 വരുമ്പോഴത്തേക്ക് 25 പോയിന്റ് തന്നെ നിൽക്കും. അതുകൊണ്ട് ചോയ്സ് 1. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ക്ലിയർ? Question number 30. രണ്ട് particles, I am drawing the figure here. ഒരു particle is 10 meter from the ground, മറ്റേ particle 20 meters from the ground. എന്നിട്ട് ഇയാളുടെ ഇനിഷ്യൽ വെലോസിറ്റി 10√2 ആണ്, ആംഗിൾ 45 ഡിഗ്രി ആണ്. അപ്പം ഞാൻ ഹൊറിസോണ്ടലും വെർട്ടിക്കലും എടുത്താൽ cos 45 ആയാലും sin 45 ആയാലും 1/√2 ആണ്. സോ ഇയാളുടെ ux എന്ന് പറയുമ്പോൾ 10 വരും, uyയും 10 വരും. ഓൾറൈറ്റ്, ഇത് നമ്പർ 1 വെച്ച്. നമ്പർ 2 ആകുമ്പോൾ അയാളുടെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ് 10. ക്ലിയർ? എന്നിട്ട് if they collide in air, what is the distance between the towers? അപ്പോൾ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടവേഴ്സ് ആണ് വേണ്ടത്. രണ്ടുപേരും ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യണോ? സോ ഇഫ് ദേ കൊളൈഡ് ഇൻ t സെക്കൻഡ്സ് ഫ്രം സ്റ്റാർട്ട് ആണെങ്കിൽ അപ്പോൾ ഈ മനുഷ്യൻ ux ഇങ്ങോട്ട് പോകണം, ഈ മനുഷ്യൻ്റെ ux ഇങ്ങോട്ട് പോകണം. സോ ഡിസ്റ്റൻസ് കോൺസ്റ്റൻറ്റ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ആണ്. ഇത് ux1 എന്ന് എടുക്കാം, ഇത് ux2 എന്ന് എടുക്കാം. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ എന്താ പറ്റും? d എന്ന് പറയുമ്പോൾ ux1 × t + ux2 × t. സോ ux1 + ux2 multiplied by t. മനസ്സിലായല്ലോ? ഈ വെലോസിറ്റി ഇങ്ങോട്ട് t സെക്കൻഡ്സിൽ അത് കുറച്ച് ദൂരം പോകും, ഇയാൾ ഇങ്ങോട്ട് വരും. ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് d. സോ ux1 + ux2 which is 10 + 10 20t. ഇതാണ് d. ഇനി t കണ്ടുപിടിക്കണം. t കണ്ടുപിടിക്കാൻ ടേക്ക് വെർട്ടിക്കൽ മോഷൻ. വെർട്ടിക്കൽ മോഷൻ റിലേറ്റീവ് മോഷൻ എടുക്കാം. റിലേറ്റീവ് മോഷൻ്റെ ഗുണം വെർട്ടിക്കൽ റിലേറ്റീവ് മോഷൻ ആക്സലറേഷൻ എടുക്കുമ്പോൾ
body മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും acceleration is due to gravity is always downward. അപ്പോൾ രണ്ട് ബോഡിയുടെയും acceleration is in the downward direction and both are numerically equal to g. അതുകൊണ്ട് relative vertical acceleration എടുക്കുമ്പോൾ it is always 0 if the motion is under gravity. If the motion is under gravity, relative vertical acceleration is always 0. And if relative acceleration is 0, relative velocity is a constant. കാരണം acceleration ആണ് change in velocity by time. അതുകൊണ്ട് acceleration 0 ആണെങ്കിൽ relative vertical velocity is a constant. So relative vertical velocity is a constant. Okay. So what is the relative vertical velocity here? Number one ആളുടെ relative vertical velocity എന്ന് പറയുന്നത് എന്താണ് 10 തന്നെയാണ്. UXും UYയും രണ്ടും 10 ആണ്. നമ്പർ 2 ആൾക്ക് ഹൊറിസോണ്ടൽ മോഷൻ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്പർ 2 ആൾ. അപ്പോൾ അയാളുടെ വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. സോ അതുകൊണ്ട് ദ കോൺസ്റ്റൻറ്റ് റിലേറ്റീവ് വെർട്ടിക്കൽ വെലോസിറ്റി ഈസ് 10 ഇറ്റ്സെൽഫ്. 10 തന്നെയാണ്. ഓക്കെ. അപ്പോൾ റിലേറ്റീവ് വെർട്ടിക്കൽ വെലോസിറ്റി അറിയാം. എന്നിട്ട് സോ ഇഫ് ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്, that means vertical distance traveled എന്ന് പറയുന്നത് constant velocity into time, because if velocity is constant, s is equal to vt. ഇവിടെ relative vertical velocity constant 10, അതുകൊണ്ട് relative vertical distance yr എന്ന് വിളിക്കണ relative vertical velocity multiplied by time ആണ്. What is the vertical distance തമ്മിൽ? ഇയാൾ 10 മീറ്റർ പൊക്കത്തിൽ, ഇയാൾ 20 മീറ്റർ പൊക്കൽ. അപ്പോൾ തമ്മിലുള്ള റിലേറ്റീവ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്ര? 20 minus 10, which is 10. So relative vertical distance 10, relative vertical velocity 10, അതുകൊണ്ട് ടൈം 1 സെക്കൻഡ് വരും. ഐ എം ടേക്കിംഗ് റിലേറ്റീവ് വെർട്ടിക്കൽ മോഷൻ. അങ്ങനെ ടൈം 1 സെക്കൻഡ് വന്നു. ഇനി what do I want? I want to find d. So in equation 1, t 1 second കിട്ടി. So substituting in equation 1, d is equal to 20 into 1. That means the distance between the two particles, horizontal distance between the two particles is 20 meters. Choice 4. Okay. So adana question number 30. So that's clear. So some questions difficult ആണ്, പക്ഷേ choice ഉള്ളതുകൊണ്ട് easily 5 questions ചെയ്യാം. അവിടെ 5 ചെയ്താൽ മതിയല്ലോ. Clear. So all the best. Thank you. Good morning, my dear students. We are going to start the discussion of questions based on atomic structure and periodic properties of elements. First one, the property of attracting electrons by halogen atoms in a molecule. For example, HCl. This shared pair of electron will be pulled towards chlorine because chlorine is more electronegative than hydrogen. This tendency to attract a shared pair of electron is called electronegativity. Therefore, property of attracting electrons by halogen atom in a molecule is called electronegativity. Therefore, the answer is option 3. Differentiating electron in inner transition elements enters in which orbital? F orbital. In inner transition element, lanthanoid and actinoid. In lanthanoid, electrons are entering in 4f orbital. In actinoid, electrons are entering in F5f orbital, and therefore electrons are progressively filling in f orbital, that is, they are called inner transition elements. Therefore, answer is option 4. The outermost electronic configuration of the most electronegative element is, we know the most electronegative elements are present in the 17th group of the periodic table called halogens. What are the elements? Fluorine, chlorine, bromine, iodine, astatine and tennessine. They are called halogens. And they are the most electronegative element in the periodic table. What is electronic configuration of fluorine? Outermost electronic configuration is 2s2 2p5
Chlorine 3s2 3p5, bromine 4s2 4p5, and so on. Therefore, generally speaking, the outermost electronic configuration of most electronegative element will be Ns2 Np5. Therefore, answer option 3, Ns2 Np5. Which of the following is isoelectronic with the carbon atom? Carbon, there are 6 electrons or 6 proton, carbon neutral atom, therefore electron is 6 electron. Isoelectronic species means species containing same number of electrons. Consider nitrogen. Nitrogen contains 7 electron, but N plus contains 6 electron. Therefore, N plus and C6 are isoelectronic species containing same number of electron. Therefore, answer is option 4. N plus is the answer. Amongst the elements with the following electronic configuration, which one of them may have the highest ionization energy? We know 3s2 3p1, 3s2 3p3, 3s2 3p2, 4s2 4p3. We know in 3s2 3p3, P3 is a half-filled arrangement. That electronic arrangement is highly stable, very difficult to remove an electron from P3 because of the stability of the half-filled arrangement. And therefore, in these cases, there is another one, 4s2 4p3, that also contains half-filled arrangement, highly stable, but this is fourth shell, this is third shell. It is very difficult to remove electron from the third shell than that for fourth shell, and therefore maximum ionization energy will be possessed by atom with electronic configuration 3s2 3p3 because of the half-filled arrangement of P3. But here there is 4p3, but that is outer shell. Very easy to remove the outer shell electron. Therefore, answer is option 2, 3s2 3p3. Formation of the oxide ion requires first an exothermic, then an endothermic reaction. Two equations are given. First delta H is negative and second delta H is positive. And why this is second one is positive and why first one is negative? Oxygen when accept one electron becomes O minus. It is called electron gain enthalpy. It is the amount of energy liberated when an electron is added to a gaseous atom. This is called delta H1. It is negative because this is called the first electron gain enthalpy of oxygen. Now listen, O minus accept one electron and becomes O2 minus. Here delta H is positive. This delta H is called second electron gain enthalpy of oxygen. What is the charge of O minus? Negative. What is the charge of electron? Negative. നെഗറ്റീവിനെ ഇഷ്ടമല്ല. അപ്പോൾ O മൈനസിനോട് ഒരു ഇലക്ട്രോൺ എടുക്കാൻ പറയുമ്പോഴെന്തു പറയും? എനിക്ക് ഇലക്ട്രോൺ വേണ്ടേ വേണ്ട, അതുകൊണ്ട് നിർബന്ധിപ്പിച്ച് എന്നെ ഇലക്ട്രോൺ എടുപ്പിക്കണമെങ്കിൽ എനിക്ക് കൈക്കൂലി വേണമെന്ന് പറയും. കൈക്കൂലി വേണമെങ്കിൽ നമ്മൾ
എനർജി അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. Therefore, second electron gain enthalpy of all elements will be always positive. ഓക്സിജൻ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ എലമെൻറ്റുകളുടെയും സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പോസിറ്റീവായിരിക്കും. കാരണം നെഗറ്റീവിനെ ഇഷ്ടമല്ല. അതുകൊണ്ട് എനർജി അങ്ങോട്ട് കൊണ്ടു കൊടുക്കേണ്ടി വരും. Therefore, answer O minus ion will lead to resist the addition of another electron. There is resistance of addition of electron due to the similarity in the charges. Negative and negative, there is strong repulsion. So answer is option 3. Consider the ions K plus S2 minus Cl minus and Ca2 plus. Radii of these ionic species follow the order. K plus S minus 2, Cl minus 1 and Ca2 plus. ആദ്യം നമുക്കതിലുള്ള പ്രോട്ടോൺസ് ഒന്ന് നോക്കാം. പ്രോട്ടോൺ atomic number of potassium is 19, sulfur 16, chlorine 17, calcium 20. Now let us see the electrons. Here one electron is removed, therefore 18 electrons. 16 plus 2, 18 electrons. Chlorine 17 plus 1, 18 electrons. Calcium 20 minus 2, which is 18 electrons. Therefore they are isoelectronic species. അവർക്കെല്ലാം ഒരേ ഇലക്ട്രോണുകളുള്ളവരാണ്. സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ വന്നാൽ നമുക്കൊരു വാക്ക് പഠിക്കണം. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ENC. ENC is called effective nuclear charge. That is the ratio between proton and electron. Effective nuclear charge is a ratio between proton and electron. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രോട്ടോൺ കൂടിയാൽ അല്ലെങ്കിൽ P/E കൂടിയാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും വെളിയിലുള്ള ഇലക്ട്രോണും ന്യൂക്ലിയസുമായുള്ള ആകർഷണം കൂടും. ആകർഷണം കൂടുമ്പോൾ സൈസ് കുറയും. അപ്പോൾ for isoelectronic species, find the effective nuclear charge that is equal to number of proton by number of electron. When effective nuclear charge increases, attraction between outer electron and the nucleus increases, size decreases. In the first case, this is 19 by 18, this is 16 by 18, this is 17 by 18, this is 20 by 18. ഇതിൽ ഏറ്റവും വലിയ P/E ആർക്കാണ്? 20 by 18. ഇതാണ് ഏറ്റവും വലുത്. ഇവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആകർഷണം കൂടിയപ്പോൾ സൈസ് കുറഞ്ഞുപോയി. അതുകൊണ്ട് ഏറ്റവും ചെറുതാരായിരിക്കും? കാൽസ്യം. അത് കഴിഞ്ഞാൽ ആരായിരിക്കും? 19 by 18. അത് കഴിഞ്ഞാൽ Cl minus. അത് കഴിഞ്ഞാൽ S2 minus. Therefore, answer is option 4. That is the order of the size radius or size. Radius means size. Next one. Which one of the following arrangement represents correct order of electron gain enthalpy with a negative sign of the given atomic species? We know 16th group oxygen, sulfur, selenium, tellurium and polonium. 17th group fluorine, chlorine, bromine, iodine, astatine. Electron gain enthalpy for the 17th group is chlorine greater than fluorine, greater than bromine, greater than iodine. Because the incoming electron will be strongly repelled by fluorine due to the very small size. Here also that is correct. Therefore, answer is option 5. That is the order of the size radius or size. Next one. Which one of the following arrangement represents correct order of electron gain enthalpy with a negative sign of the given atomic species? We know 16th group oxygen, sulfur, selenium, tellurium and polonium. 17th group fluorine, chlorine, bromine, iodine. Electron gain enthalpy for the 17th group is chlorine greater than fluorine, greater than iodine. Because the incoming electron will be strongly repelled by fluorine due to the very small size. Here also that is correct.
Electron gain enthalpy of oxygen is less than that of sulfur. Electron gain enthalpy of fluorine is less than that of chlorine. Therefore, out of these four elements, maximum electron gain enthalpy for chlorine. Then comes fluorine. Then comes sulfur. Then comes oxygen. എന്ന് മാത്രവുമല്ല, പീരിയോഡിക് ടേബിളിലെ 16ാമത്തെ ഗ്രൂപ്പിലെ ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഓർഡർ എന്ന് എഴുതാൻ പോവാണ്. സൾഫർ ഗ്രേറ്റർ ദാൻ സെലീനിയം, ഗ്രേറ്റർ ദാൻ ടെല്ലൂറിയം, ഗ്രേറ്റർ ദാൻ പൊളോണിയം, ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. ലോവസ്റ്റ് വൺ ഈസ് ഫോർ ഓക്സിജൻ. Therefore, here the order is chlorine greater than fluorine, greater than sulfur, greater than oxygen. This is the answer. Therefore, answer is option 2. Option 2. Correct decreasing order of the first ionization enthalpy of 5 elements of the second period is. Second period, lithium, beryllium, boron, carbon, nitrogen, oxygen, fluorine, neon. When we go from left to right, ionization energy increases. Ionization energy increases. ലിഥിയത്തിനാണോ കൂടുതൽ, ബെറിലിയത്തിനാണോ? ബെറിലിയം. ബെറിലിയത്തിനാണോ ബോറോണാണോ കൂടുതൽ? ബോറോണിനാകേണ്ടതായിരുന്നു, അല്ല, ബെറിലിയത്തിനാണ്. ബിക്കോസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബെറിലിയം ഈസ് 1:2:2. This is a completely filled arrangement. Very difficult to remove one electron. Therefore, electron gain enthalpy of beryllium is greater than that of boron. Boron ആണോ കാർബൺ ആണോ കൂടുതൽ? കാർബൺ. It is clear. Carbon or nitrogen? Nitrogen. Nitrogen or oxygen? ഓക്സിജനേക്കാൾ അയോണൈസേഷൻ enthalpy കൂടുതൽ നൈട്രജൻ ആണ്. Why? Electronic configuration is 1:2:2p3. P3 is a half-filled arrangement. Very difficult to remove an electron from nitrogen. Therefore, ionization enthalpy of nitrogen is greater than that of oxygen. Then, oxygen or fluorine, which is greater? Fluorine. അപ്പോൾ തന്നിരിക്കുന്ന എലമെന്റുകളിൽ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി ആർക്കായിരിക്കും? ഫ്ലോറിൻ. ഫ്ലോറിൻ കഴിഞ്ഞാൽ ഓക്സിജൻ അല്ല, നൈട്രജൻ ആണ്. നൈട്രജൻ കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. അത് കഴിഞ്ഞാൽ കാർബൺ ആണ്. അത് കഴിഞ്ഞാൽ ബോറോൺ അല്ല, ബെറിലിയത്തിനാണ്. അപ്പോൾ ബെറിലിയം കഴിഞ്ഞ് മാത്രമേ ബോറോൺ എത്തൂ. Therefore, answer option 3. Fluorine, nitrogen. Oxygen is not given here, so oxygen is not given. Fluorine, nitrogen, then comes carbon. Yes. അപ്പോൾ ഫ്ലോറിൻ കഴിഞ്ഞ്, നൈട്രജൻ കഴിഞ്ഞ്, ഓക്സിജൻ കഴിഞ്ഞ്, കാർബൺ. ഇവിടെ ഒരു കാർബൺ ഉണ്ട്. കാർബൺ കഴിഞ്ഞ് ബെറിലിയം, ബെറിലിയം കഴിഞ്ഞാണ് ബോറോൺ. Therefore, answer is option 3. Which of the following statement is correct? Consider A becomes A minus, A becomes A plus. This add one electron, this give out one electron. നമുക്കറിയാം, പ്രോട്ടോണിൻ്റെ എണ്ണമോ ഇലക്ട്രോണിൻ്റെ എണ്ണമോ സെയിം ആണെങ്കിൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നോക്കിയാൽ മതി. It is ratio between proton and electron. ഇവിടെ ഇലക്ട്രോൺ ഒന്ന് കൂടി, ഇവിടെ ഇലക്ട്രോൺ ഒന്ന് കുറഞ്ഞു, പ്രോട്ടോൺ മാറിയില്ല. ഇലക്ട്രോൺ കൂടിയാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും, ആകർഷണം കുറയും, സൈസ് വലുതാകും. അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് അയോൺ ഈസ് ലാർജർ ദാൻ ന്യൂട്രൽ ആറ്റം. എന്നാൽ ഇവിടെയോ ഒരു ഇലക്ട്രോൺ കുറഞ്ഞു, P/E കൂടും, ആകർഷണം കൂടും, സൈസ് കുറയും. അതുകൊണ്ട്
എയും എ മൈനസും എ പ്ലസും എടുത്താൽ വാട്ട് ഈസ് ദി ഓർഡർ ഓഫ് ദ സൈസ്? എ മൈനസ് ലാർജർ ദാൻ എ ലാർജർ ദാൻ എ പ്ലസ്. That is the order. Therefore, answer x minus ion is larger in size than x atom. That is correct. All other statements are wrong. Answer option 1. Transition of an electron from n is equal to 3 to n is equal to 1. This is the first shell, this is the second shell, this is the third shell. Transition of electron from third shell to the first shell, then energy will be given out. Then that spectrum is called emission spectrum. That is, spectrum obtained by the electronic transition from outer orbit to the inner orbit is called emission spectrum. But spectrum obtained by the transition of electron from inner orbit to the outer orbit is called absorption spectrum. Therefore, here n is equal to 3 to n is equal to 1, that is called emission spectrum. Answer option 1. Because outer to inner, എല്ലാ outer to inner transitionum emission ആയിരിക്കും. എന്നാൽ inner to outer എല്ലാം absorption spectrum ആയിരിക്കും. Therefore, answer option 1. When alpha particles are sent through a thin metal foil, most of them go straight through the foil. We have seen Rutherford's experiment. A thin gold sheet is bombarded with alpha rays. Majority of the alpha rays are passed through the thin gold sheet because majority of the space in an atom is empty. Majority of the space in an atom is empty. That is why majority of the rays are passing through the gold foil without any deviation. ഇനി സെൻട്രൽ ഒരു ചെറിയ ന്യൂക്ലിയസ് ഉണ്ടാകും. ന്യൂക്ലിയസിന് അടുത്തുകൂടി പോകുന്നവർ റിപ്പല് ചെയ്യും. അതായത് alpha rays passing near the nucleus undergo deflection from their original path. ന്യൂക്ലിയസിൽ ഇടിച്ചവരോ തിരിച്ചു പോരുകയും ചെയ്യും. അപ്പോൾ the question ഇതാണ്, majority of the alpha rays are passing through the gold foil without any deviation because answer majority of the space in an atom is empty. Therefore, answer most part of the atom is empty. Option 4. Increasing order of the value of E by m, charge by mass, is E by m. What is the charge of electron? 1.6 into 10 raised to minus 19 coulomb. What is mass of the electron? It is 9.1 into 10 raised to minus 31 kilogram. What is mass of a proton? 1.672 into 10 raised to minus 31 kilogram. What is the mass of a neutron? 1.674 into 10 raised to minus 31 kilogram. Here, electron, proton, neutron and alpha particle. What is alpha particle? 2 proton plus 2 neutron is called 1 alpha particle. 2 proton plus 2 neutron. ഇതിനാണ് ഏറ്റവും കൂടുതൽ ഭാരമുള്ളത്. ഭാരം കൂടുതൽ. അതുപോലെ ഇലക്ട്രോണിൻ്റെ ചാർജും പ്രോട്ടോണിൻ്റെ ചാർജും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇലക്ട്രോൺ ഇറ്റ് ഈസ് നെഗറ്റീവ്, proton it is positive. Therefore, here E by m, neutron charge is 0. Therefore, E by m is 0 for neutron. അപ്പോൾ പറയൂ, ന്യൂട്രോണിന് E by m എത്രയാണ്? 0. Then, what about alpha particle? Alpha particle is He2 plus ion. എന്ന് പറഞ്ഞാൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്, 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ
E by M ഒന്ന് നോക്കാം. E 2 പ്രോട്ടോണിൻ്റെ ചാർജ് എടുക്കണം. ദാറ്റ് ഈസ് 2 into 1.6 into 10 raised to minus 19 divided by mass. മാസ് 2 പ്രോട്ടോണിൻ്റെയും 2 ന്യൂട്രോണിൻ്റെയും എന്ന് പറഞ്ഞാൽ വലിയ മാസാണ്. എന്ന് പറഞ്ഞാൽ 4 into approximately they are same 4 into നമുക്ക് ഏകദേശം ഇങ്ങനെ എഴുതാം 4 into 1.67 into 10 raised to minus 31. മാസ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് ആൽഫ വളരെ കുറഞ്ഞു പോയി. പക്ഷേ ന്യൂട്രോണിന് 0യാ, ആൽഫയ്ക്ക് 0 ആകില്ല, 0യേക്കാൾ വലുതാണ്. അപ്പോൾ മാസ് ഏറ്റവും കുറവാർക്കാണ്? ഇലക്ട്രോൺ. അതുകൊണ്ട് E by M ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ഇലക്ട്രോൺ. Therefore answer is option 4. Electron mass is very small. Therefore E by M is very high. പിന്നെ പ്രോട്ടോൺ. ആൽഫ വരുമ്പോൾ 2 പ്രോട്ടോണും ഉണ്ട് 2 ന്യൂട്രോണും ഉണ്ട്. മാസ് വളരെ കൂടുമ്പോൾ E by M കുറഞ്ഞു പോയി. ന്യൂട്രോണോ ചാർജ് is 0. Therefore E by M is 0. Therefore answer neutron, alpha, proton, electron. Which one of the following set of quantum numbers represent an impossible arrangement? We know the possible values of subsidiary quantum number is 0, 1, 2, etc. up to n minus 1. ഇത് നോക്കിക്കേ. n is 3, l is 2. L is 2. Then what is the value of M? Minus L to plus L. അപ്പോൾ Lൻ്റെ വാല്യൂ 2 ആയാൽ Mൻ്റെ വാല്യൂ -2, -1, 0, +1, +2. Therefore, in this case, this is impossible because N is 3, L can be 2, correct? But M cannot be -3, M can be -2, -1, 0, +1, +2. Answer option 3. Next one. Maximum number of electron in a subshell having the same value of the spin quantum number is given by number of orbitals in a subshell is given by the equation 2l plus 1. 2l plus 1. L is equal to 0 is called S subshell. L is equal to 1 is called P. L is equal to 2 is called D. L is equal to 3 is called F. Therefore, for S subshell, how many orbital? 2 into 0 plus 1, 1 orbital. P. L is equal to 1. Substitute 3 P orbital. ഒരേ സ്പിന്നുള്ള എത്ര ഇലക്ട്രോണുകൾ പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ അത് ഓർബിറ്റലിൻ്റെ എണ്ണം തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ എ സബ്ഷെൽ ഹാവിംഗ് ദ സെയിം വാല്യൂ ഓഫ് ദ സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ +12 അല്ലെങ്കിൽ -12 മാത്രമായിരിക്കണം എന്ന് പറയുന്നതും ഓർബിറ്റലിൻ്റെ എണ്ണവും തുല്യമാണ്. Therefore answer is 2l plus 1. പിയിൽ ഒരേ സ്പിന്നുള്ള 3 ഇലക്ട്രോൺ പോസിബിൾ ആണ്. ഡി ഒരേ സ്പിന്നുള്ള 5 ഇലക്ട്രോൺ പോസിബിൾ ആണ്. അത് തന്നെയാണ് ഓർബിറ്റലിൻ്റെ എണ്ണവും. Therefore answer is 2l plus 1. അതേസമയം മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ പോസിബിൾ ചോദിച്ചിരുന്നെങ്കിലോ 2 into 2l plus 1. ഇത് ഒരേ സ്പിന്നുള്ളത് എടുക്കാൻ വേണ്ടി ഇതിൻ്റെ പകുതി എടുത്തു. Therefore answer is 2l plus 1. Number of radial node and angular node for d orbital is, we know number of radial node is given by n minus l minus 1. Number of angular node is given by angular node is equal to L. And for L is equal to 0 is S, L is equal to 1 is P, L is equal to 2 is D, L is equal to 3 is F. Here it is a d orbital. For d orbital, L is 2.
Substitute n minus 2 minus 1. Answer n minus 3 radial node is correct. Then for d orbital, angular node is L. L is 2. Therefore, angular node is 2. Therefore, total node is n minus 3 plus 2, which is n minus 1. ഇത് റേഡിയൽ നോഡ്, ഇത് ആംഗുലാർ നോഡ്, അതിൻ്റെ സം n minus 3 plus 2, which is n minus 1. Therefore, correct answer n minus 3 radial nodes plus 2 angular node and n minus 1 total node. Answer option 3. De Broglie wavelength of electron in second orbit of Li plus 2 ion will be equal to de Broglie's wavelength of electron in. What is the equation for de Broglie's wavelength of electron? Lambda is equal to S by mv. Here there are two electrons, that is Li plus 2 electron in second orbit. Then if two electrons are having same wavelength, H is a constant, M is a constant. The only variable is velocity. അപ്പോൾ വേവ് ലെങ്ത് സെയിം ആകണമെങ്കിൽ ഒരേ വെലോസിറ്റി ഉള്ള രണ്ട് ഇലക്ട്രോൺ ആയിരിക്കണം. From the Bohr model, we have studied what is the equation for velocity of an electron. Velocity of an electron is given by 2.188 into 10 raised to 8 into Z by n centimeter per second. This is the equation for velocity of an electron in a one electron system where Z is atomic number, n is shell number. അപ്പോൾ ലാംഡ സെയിം ആകണമെങ്കിൽ വെലോസിറ്റി സെയിം ആകണം. വെലോസിറ്റി സെയിം ആകണമെങ്കിൽ Z by n സെയിം ആകണം. ആദ്യം ലിഥിയത്തിൻ്റെ Z by n നോക്കാം. Lithium atomic number is 3. Atomic number is 3. അപ്പോൾ Z by n for lithium is 3 by 2. ഇനി ഇവിടെ Z by n 3 by 2 വരുന്നത് ആരെന്ന് നോക്കിയാൽ മതി. ദാ ഈ കേസ് ഒന്ന് എടുക്കാം. n is equal to 4 of C5 plus ion. Z is 6 carbon, atomic number 6. N is 4, 6 by 4, which is 3 by 2. അപ്പോൾ Z by n സെയിം ആയതുകൊണ്ട് വെലോസിറ്റി സെയിം ആകും. വെലോസിറ്റി സെയിം ആണെങ്കിൽ ലാംഡയും സെയിം ആകും. അതുകൊണ്ട് ഈ രണ്ട് ഇലക്ട്രോണുകൾക്ക് ഒരേ വേവ് ലെങ്ത് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ 2. Elements which have same number of nucleons but different number of protons are known as. What is nucleon? Mass number. Nucleon is nucleus. Nucleus contains only proton and neutron. Therefore, sum of the proton and neutron is the mass number, that is called nucleons. Example C614, N714. Mass numbers are same, atomic numbers are different, protons are different, but proton plus neutron sum is same. They are called isobar. Answer option 1, isobar. Which of the following statement is not correct for an electron that has the quantum numbers n is equal to 3 and m is equal to 2? N is equal to 3 is called third shell. L is equal to, L can be 0 to n minus 1, 0, 1, 2. This is called 3s.
This is called 3p. This is called 3d. എസും ബിയും. ഇനി എമ്മിൻ്റെ വാല്യൂ നോക്കിക്കേ. m. If n is 3, n is 2, n2 means m is -2, -1, 0, +1, +2. അതിൻ്റെ അർത്ഥം നമ്മളോട് പറഞ്ഞ n3യും m+2 വരണമെങ്കിൽ ആ ഇലക്ട്രോൺ നിൽക്കുന്നത് എവിടെയായിരിക്കണം? 3D. കാരണം 3p വന്നാൽ m+2 ആവില്ല. അപ്പോൾ ഇലക്ട്രോൺ 3Dയിലാണെന്ന് ഉറപ്പാണ്. അതിലെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. 1. Electron may have the quantum number +½ It is correct. It can be either +½ or -½ Next one, electron may have the quantum number L is equal to 2. അത് കറക്റ്റാണ്. കാരണം L 2 ആണെങ്കിൽ മാത്രമേ എമ്മിൻ്റെ വാല്യൂ +2 എത്തൂ. ദാറ്റ് ഇസ് കറക്റ്റ്. Third one, electron may be in the d orbital. It is correct. ഇലക്ട്രോൺ 3Dയിലാണ് നിൽക്കുന്നത്. Electron may have the quantum number L is equal to 0, 1, 2. തെറ്റ്. m+2 ആകണമെങ്കിൽ L നിർബന്ധമായും എന്താകണം? 2. 0യും 1ഉം 2ഉം വന്നാൽ പറ്റില്ല. Therefore L can be only 2. Then only m can be 2. അതുകൊണ്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആൻസർ ഓപ്ഷൻ 4. This is the answer. Which of the following statements are false? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതല്ല? 1. Orbital angular momentum of the electron having n is equal to 5 and having the lowest value of azimuthal quantum number is s by pi. N is 5. L can be 0, 1, 2, 3, 4. Which is the lowest azimuthal quantum number? L. That means an electron in 5s orbital. അതിൻ്റെ orbital angular momentum. What is the equation? Root of L into L plus 1 into S by 2 pi. L is 0. Therefore, this is root 0. 0 into S by 2 pi is 0. Therefore, orbital angular momentum is S by pi എന്ന് പറഞ്ഞത് തെറ്റാണ്. Orbital angular momentum must be 0. Therefore, that statement is a wrong statement. Next one, n is equal to 3, l is equal to 0, m is equal to 0 for the last valence electron of the electron. Then the possible atomic number may be 12 or 13. n is 3, l is 0. അതാരാ? 3s. So outer electronic configuration can be 3s1 or 3s2. This is 1s2, 2s2, 2p6 here also. That means n3യും l 0യും ആകണമെങ്കിൽ ആ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകണം? This is 11, this is 12. അറ്റോമിക് നമ്പർ ഒന്നുകിൽ 11 ആകണം അല്ലെങ്കിൽ 12 ആകണം. ഇവിടെ പറഞ്ഞതോ 12 or 13. തെറ്റ്. Therefore, second statement is also wrong statement. Third one, total spin of electron for the atom manganese is plus or minus 7 by 2. That because manganese atomic number 25, electronic configuration is 4s2 3d5. 3d5 contains 5 unpaired electron. 4s contains only paired electron. ഇവിടുത്തെ ടോട്ടൽ സ്പിൻ എത്ര വരും? 0. ഇതിൻ്റെ ടോട്ടൽ സ്പിൻ എത്ര വരും? ഒന്നുകിൽ -½ into 5 അല്ലെങ്കിൽ +½ into 5. Therefore it is plus or minus 5 by 2. തന്നത് എത്രയാ? plus or minus 7 by 2. It is a wrong statement. അടുത്തത്, total spin of electron in an inert gas is 0. It is correct. In all inert gases there is complete pairing up.
there is no unpaired electron, therefore their net spin will be equal to 0 is a correct statement. അപ്പോൾ ഇവിടുത്തെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ 1ഉം 2ഉം 3ഉം wrong statement. Therefore, these are the false statements, option 1. Section B, integer type questions. Among the following elements, oxygen, chlorine, fluorine, nitrogen, phosphorus, tin, arsenic, sodium, copper, number of elements showing only one non-zero oxidation state is the fluorine, only one non-zero oxidation state, -1 only. Sodium, there is only one non-zero oxidation state for sodium, it is +1. ബാക്കി എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കാം. ഓക്സിജൻ, in addition to 0, oxygen can exhibit +2, +1, -2, etc. Chlorine +1, +2, +7 വരെ പോകും, പിന്നെ -1 വരാം. അതുകൊണ്ട് ആൻസർ only 2 elements are having only one non-zero oxidation state. They are fluorine and sodium, only 2 elements. Therefore, answer is option 1. According to IUPAC nomenclature, a newly discovered element has been named as UUO. Unoctium. Unoctium. So, what is the atomic number of that element? 118. അപ്പോൾ അതിൻ്റെ UUO. Unoctium. Therefore, atomic number is 118. IP1, first ionization potential. IP2, second ionization potential of magnesium are given. Energy required for the reaction is, here Mg gives out 2 electron plus Mg2 plus. എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ഇടിച്ചു പുറത്താക്കാൻ IP1ഉം IP2ഉം കൂടെ ആഡ് ചെയ്താൽ മതി. Therefore, total, that is first ionization potential plus second ionization potential, അതിൻ്റെ സം ആയിരിക്കും ഈ ഇലക്ട്രോൺ എടുത്ത് കളയാൻ കൊടുക്കുന്ന എനർജി. ദാറ്റ് ഈസ് മഗ്നീഷ്യം പ്ലസ് എനർജി. ആ എനർജി എന്ന് പറയുന്നത് IP1 പ്ലസ് IP2, which is 178 plus 348. Answer 526 kilocalories are required. Answer option 1. The internuclear distance in S2-Cl2 are 74 and 198 picometer. That is, this is hydrogen. This distance is 74 picometer. This is chlorine. This is H. This is chlorine. Chlorine distance is 198 picometer. The bond length in HCl is, അപ്പോൾ എച്ചും സിഎലും കൂടി ചേർന്ന് HCl ആയിരിക്കുമ്പോൾ അവരുടെ ബോണ്ടിൻ്റെ നീളം ഇതാ. ഹൈഡ്രജൻ്റെ റേഡിയസ് പ്ലസ് ക്ലോറിൻ്റെ റേഡിയസ്, that is 74/2 plus 198/2. Answer is 136. That is a bond length in HCl. Radius of the hydrogen plus radius of the chlorine will give you the answer, which is option 4, 136. The first 4 ionization energy values of an element are given. The number of valence electron in the element is, first ionization potential is 191, next one is 578, next one is 872, next one is 5962. When you examine these values, you can find that there is a sharp difference between third and fourth. That means it is easy to remove the 3 electrons
but it is very difficult to remove the fourth electron. That means valence electron of the atom can be 3 because there is sharp difference between the third ionization energy and fourth ionization energy, and therefore answer is 3. 3 valence electrons are present because sharp difference in the ionization energy of third and fourth. അതുകൊണ്ട് 3 ഇലക്ട്രോൺ എടുത്തു മാറ്റാൻ എളുപ്പമാണ്. അതിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 3 ആണ്. What is the maximum number of electrons in all possible subshells with n plus L is equal to 4? n plus L value 4 വരുന്ന മൊത്തം എത്ര ഇലക്ട്രോൺ പോസിബിൾ ആണ്? Let n is equal to 4, then L is equal to 0. ഇതിൻ്റെ പേരെന്താണ്? 4s. 4sൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഇരിക്കാം? 2. S can accommodate only 2 electrons. Then another possibility, n can be 3, L can be 1. n can be 3, L can be 1. Who is it? It is 3p. 3pയിൽ പരമാവധി എത്ര ഇലക്ട്രോൺ ഇരിക്കാൻ കഴിയും? മാക്സിമം 6 ഇലക്ട്രോൺസ്. ഇനി വേറൊരു വാല്യൂസും പോസിബിൾ അല്ല. കാരണം n2 ആയാൽ ഒരിക്കലും L2 ആവില്ല. അതുകൊണ്ട് അത് പറ്റില്ല. Therefore answer is 6 plus 2, 8 ഇലക്ട്രോൺ. അതുകൊണ്ട് n plus L വാല്യൂ 4 ആകാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്ര എണ്ണമാണ്? only 8. Therefore answer option 1. A species having only 1 electron has ionization energy of 11810 kilojoule per mole. Number of protons in the nucleus will be. Number of protons in the nucleus means atomic number. ഒരു ഇലക്ട്രോൺ ഒരു ഷെല്ലിൽ നിന്നും ഇൻഫിനിറ്റിയിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ ആവശ്യമായ എനർജിയുടെ പേരാണ് അയോണൈസേഷൻ എനർജി. We know difference between the energy is equal to 1312 into Z square into 1 by n1 square minus 1 by n2 square kilojoule per mole. ഒരു ഷെല്ലിൽ നിന്ന് മറ്റൊരു ഷെല്ലിലേക്ക് പോകുമ്പോഴുള്ള എനർജി ഡിഫറൻസ് ഇതാണ്. നമുക്ക് 1 ഇലക്ട്രോൺ സിസ്റ്റത്തിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എങ്കിൽ ആ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഒന്നാമത്തെ ഷെല്ലിലായിരിക്കും. Therefore n1 is 1. 1ലിരുന്ന് ഇലക്ട്രോൺ എവിടെ കൊണ്ടുപോകണം? ഇൻഫിനിറ്റി. അതിനു വേണ്ട എനർജിയുടെ പേരാണ് അയോണൈസേഷൻ എനർജി. Therefore n2 is infinity. അപ്പോൾ 1 by infinity എത്ര ആകും? 0. n1 എത്ര ആകും? 1. Therefore ionization energy എന്ന് പറയുന്ന ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 1312 into Z square. ആ അയോണൈസേഷൻ എനർജി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 11810 equal to 1312 into Z square. Therefore Z square is 11810 by 1312. Answer is 9. Therefore Z is root of 9 which is 3. അതുകൊണ്ട് ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര ആയിരിക്കും? It is 3. അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ആണ് അറ്റോമിക് നമ്പർ. Therefore Z is 3. Answer option 2. Number of visible lines when electron returns from the 5th orbit to the ground state in hydrogen atom is. Visible lines. We know hydrogen spectrum, Lyman series, Balmer series, Paschen series, bracket series, Fund series. Lyman series in ultraviolet ultraviolet region. Balmer visible. All others are infrared. അപ്പോൾ ബാൽമർ ലൈൻസ് എത്ര ഉണ്ടാകുന്നതാണ് ചോദ്യം. അതാണ് വിസിബിൾ ലൈൻ. ഫോർ ബാൽമർ സീരീസ് n1 is 2,
N2 is equal to 3, 4, 5, etc. up to infinity. ഇവിടെ അഞ്ചാമത്തെ ഷെല്ലിൽ നിന്നാണ് എത്ര വിസിബിൾ ലൈൻസ് കിട്ടും, എത്ര ബാൽമർ ലൈൻസ് കിട്ടും. ബിക്കോസ് ഓൾ ബാൽമർ ലൈൻസ് ഫോൾസ് ഇൻ വിസിബിൾ റീജിയൻ. അപ്പം നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ഷെല്ലിൽ നിന്ന് രണ്ടാമത്തെ ഷെല്ലിലേക്ക് ചാടാം. 5-ൽ നിന്ന് 4-ലെത്തിയതിന് ശേഷം 4-ൽ നിന്ന് 2-ലേക്ക് ചാടാം. 4-ൽ നിന്ന് 3-ലെത്തിയതിന് ശേഷം 3-ൽ നിന്ന് 2-ലേക്ക് ചാടാം. ഇതെല്ലാം ബാൽമർ ലൈൻസാ. അങ്ങനെ 3 ബാൽമർ ലൈൻസ്, 3 വിസിബിൾ ലൈൻസേ കിട്ടൂ. 5 to 2, 4 to 2, 3 to 2. Therefore, answer option 4. That is only 3 Balmer lines. They are called visible lines. What is likely to be the orbit number for a circular orbit of diameter 20.7 nanometer of the hydrogen atom? ഹൈഡ്രജൻ്റെ ഡയമീറ്റർ തന്നിരിക്കുന്നു. നമുക്ക് വേണ്ടത് ആ ഇരിക്കുന്ന ഓർബിറ്റിൻ്റെ നമ്പർ ഏതായിരിക്കും? What is the equation for radius of an orbit? Radius of an orbit is given by 0.529 into n square by z Armstrong unit. ഇതാണ് ഷോർട്ടസ്റ്റ് ഫോം ഫോർ കാൽക്കുലേറ്റിംഗ് റേഡിയസ് ഓഫ് ആൻ ഓർബിറ്റ് ഇൻ എ 1 ഇലക്ട്രോൺ സിസ്റ്റം. അതിൽ എന്ത് തന്നു? ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് കാണണം. R is 10.35 nanometer. What is the unit? Nanometer. And substituting 0.529 into n square by z. ഇത് ആംസ്ട്രോങ് യൂണിറ്റാ. z എത്രയാണ്? 1. For hydrogen atomic number is 1. അത്രയും ആംസ്ട്രോങ് യൂണിറ്റ് ആണ്. അതിനെ ഒന്ന് മീറ്റർ ആക്കാം. 10⁻⁻10 മീറ്റർ. 10⁻⁻10 മീറ്റർ. നമുക്കിത് നാനോമീറ്ററാ. അപ്പോൾ ഈ മീറ്ററിനെ നാനോമീറ്റർ ആക്കണം. ഇൻറ്റു 10⁻9 നാനോമീറ്റർ. Therefore 10.35 is equal to 0.529 into n square into 10⁻⁻1. Therefore, on solving, you can find n square becomes 14 square ഒന്ന് വരും. Therefore, n is equal to 14 ഒന്ന് വരും. Therefore, n is equal to അപ്പം 0.529 into n square by 1. അത് ആംസ്ട്രോങ് യൂണിറ്റ് ആണ്. അതിനെ മീറ്റർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇൻറ്റു 10⁻⁻10 മീറ്ററായി. അത് പിന്നീട് നാനോമീറ്റർ ആക്കാൻ വേണ്ടി ഇൻറ്റു 10⁻9. Therefore, the answer becomes n is equal to 14. Answer option 2. Let the total number of orbitals in the 8th shell is 16 and the value of azimuthal quantum number for the unpaired electron in vanadium is equal to 23b. Then find the sum a plus b. Total number of orbitals in the nth shell is n square. nth ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? n square. 8th ഷെല്ലിൽ 16 ഓർബിറ്റൽ ഉണ്ട്. Therefore a is 4. എന്ന് പറയുന്നത് 4 ആണ്. 4th shell contains 16 orbitals. 4sൽ 1 ഓർബിറ്റൽ, 4pയിൽ 3 ഓർബിറ്റൽ, 4dയിൽ 5 ഓർബിറ്റൽ, 4fൽ 7 ഓർബിറ്റൽ, അങ്ങനെ 16 ഓർബിറ്റൽ ഉണ്ട്. And the value of the azimuthal quantum number for the unpaired electron in vanadium. Vanadium atomic number 23. Electronic configuration is 4s2 3d3. വനേഡിയത്തിലെ അൺപെയ്ഡ് ഇലക്ട്രോൺ നിൽക്കുന്നത് ഇവിടെയാണ്. in the d orbital. For d orbital
L is 2. അപ്പോൾ A4 ആണ്, L2 ആണ്. അതാണ് B എന്ന് പറഞ്ഞത്. L is equal to 2 is called B because unpaired electron of vanadium is present in 3D orbital. For D orbital L is 2. അതാണ് B. A plus B. 4 plus 2. 6. Therefore, answer is option 3. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസൊക്കെ ഒന്നുകൂടി കണ്ട് കൃത്യമായി ആ തെറ്റുകളൊക്കെ തിരുത്തണം. വിഷ് യു ദ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നൊന്നായി നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഒരു 30 സെറ്റുകൾ തന്നിട്ടുണ്ട്. A1, A2, A3 എക്സെട്ര A30. അതുപോലെ ഓരോ സെറ്റിനകത്തും ഈ AI എന്നുള്ള ഓരോ സെറ്റിനകത്തും 5 എലമെൻറ്റുകൾ വീതം ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ സെറ്റ് തന്നിരിക്കുന്നത് B1, B2 എക്സെട്ര BN. N സെറ്റ്സാണ് തന്നിരിക്കുന്നത്. ആ N സെറ്റുകളിൽ ഓരോന്നിനകത്തും 3 എലമെൻറ്റുകൾ വീതം ഉണ്ടെന്ന് തന്നിരിക്കുന്നു. രണ്ടാമത് തന്നിരിക്കുന്ന കണ്ടീഷൻ, ഈ 30 സെറ്റുകളുടെയും യൂണിയൻ അതുപോലെ ഈ N സെറ്റുകളുടെ യൂണിയൻ മീൻസ് I equal to 1 to 30 AI means A1 union is A2 union is അതാണ് തന്നിരിക്കുന്നത്. A1 union A2 union etc. യൂണിയൻ A30. ഇതിൻ്റെ വാല്യൂ എസ്, യൂണിയൻ എസ് എന്നുള്ള സെറ്റാണ്. അതുപോലെ തന്നെ B1 യൂണിയൻ B2 യൂണിയൻ എക്സെട്ര BN. ഈ N സെറ്റുകളുടെയും യൂണിയൻ എസ് തന്നെയാണ്. അപ്പോൾ 2 സെറ്റുകളുടെയും യൂണിയൻ സെയിം സെറ്റാണ്. ഇനി അഡീഷണൽ കണ്ടീഷൻ നന്നായി നോക്കാം. ഈച്ച് എലമെന്റ് ഓഫ് ദ സെറ്റ് എസ്, ഈ എസ് എന്നുള്ള സെറ്റ് അതിനകത്തുള്ള ഓരോ എലമെന്റും ബിലോങ്സ് ടു എക്സാക്ട്ലി 10 ഓഫ് ദി AIs. എന്ന് പറഞ്ഞാലേ ഈ എസ് എന്നുള്ള സെറ്റിനകത്ത് 10 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ 10 എലമെന്റുകൾ ഓരോന്നും ഇതിനകത്തുള്ള 10 സെറ്റുകളിൽ എലമെന്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇതിനകത്ത് 20 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ 20 സെറ്റുകൾ ഓരോന്നും ആ സെറ്റിനകത്തുള്ള ഓരോ എലമെന്റും ഇതിനകത്തുള്ള 10 സെറ്റുകളിൽ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. എക്സാക്ട്ലി 10 സെറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ് AIs ആൻഡ് എക്സാക്ട്ലി 9 ഓഫ് ദ BJs. ഈ 9 എണ്ണം ഇതിനകത്ത് ഈ BN എന്നുള്ള N സെറ്റുകളിൽ 9 എണ്ണത്തിനകത്ത് ഇതിനകത്തുള്ള എലമെന്റുകൾ കോമൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ എസ് എന്ന സെറ്റ് യൂണിയൻ ഓഫ് ആദ്യത്തെ സെറ്റുകളുടെ യൂണിയൻ, രണ്ടാമത്തെ സെറ്റുകളുടെ യൂണിയനാണ് എസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ എസ് എന്നുള്ള സെറ്റിനകത്തുള്ള ഓരോ എലമെന്റും ആദ്യത്തെ കളക്ഷനകത്തുള്ള എക്സാക്ട്ലി 10 സെറ്റുകളിൽ കോമൺ ആണ്. എസിനകത്തുള്ള ഓരോ എലമെന്റും ഇതിനകത്തുള്ള 9 സെറ്റുകൾ എക്സാക്ട്ലി 9 സെറ്റുകളിൽ കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണെന്ന ചോദ്യം. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുന്ന നോക്കാം. സപ്പോസ് ഇതിനകത്ത് A1 എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3 എന്നിരിക്കട്ടെ. A2 സെറ്റ് 3, 4, 5 എന്നിരിക്കട്ടെ. A3 എന്നുള്ള സെറ്റ് 4, 5, 6 എന്നിരിക്കട്ടെ. ആൻഡ് A4 ഈക്വൽ ടു 1, 2, 6 എന്നും ഇരിക്കട്ടെ. ഞാൻ 4 സെറ്റുകൾ എടുത്തിരിക്കുന്നു. ക്ലിയർ? 4 സെറ്റുകൾ എടുത്തിരിക്കുന്നു. ഈ 4 സെറ്റുകളുടെയും യൂണിയൻ എടുത്താൽ നമുക്ക് കിട്ടുന്നത് സപ്പോസ് എസ് എന്നിരിക്കട്ടെ. S is equal to 1, 2, 3, 4, 5, 6 ആണ്. Is it right? ഇനി നോക്കുക, ഈ എസ് എന്ന സെറ്റിനകത്തുള്ള ഓരോ എലമെന്റും ഇതിനകത്തുള്ള എക്സാക്ട്ലി 2 സെറ്റുകൾ കോമൺ ആയിട്ടുണ്ട്. നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 1 ഇതേ A1-നകത്തും A4-നകത്തും ഉണ്ട്. 2 എന്ന എലമെന്റ് A1-നകത്തും A4-നകത്തും ഉണ്ട്. 3 എന്നുള്ള എലമെന്റ് A1-നകത്തും A2-നകത്തും ഉണ്ട്. 4 എന്ന എലമെന്റ് A2-നകത്തും A3-നകത്തും ഉണ്ട്. 5 എന്ന എലമെന്റ് A2-നകത്തും A3-നകത്തും ഉണ്ട്. 6 എന്ന എലമെന്റ് A3-നകത്തും A4-നകത്തും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എസ് എന്ന സെറ്റിനകത്തുള്ള ഓരോ എലമെന്റും എക്സാക്ട്ലി 2 സെറ്റുകളിൽ കോമൺ ആണ്. ഇതാണ് ഈ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ അനുസരിച്ച് നമുക്ക് കിട്ടുക. ഇനി സപ്പോസ് നോക്കേ, ഇതൊന്നുമില്ലാതെ A1, A2, A3, A4 ഈ 3 സെറ്റുകൾ യൂണിയൻ എടുക്കുന്നിരിക്കട്ടെ. യൂണിയൻ എടുക്കുന്ന എല്ലാം ഡിഫറൻറ്റ് എലമെന്റുകൾ ആയിരുന്നുവെങ്കിൽ
total number of elements in A1 union, A2 union, A3 union, A4 will be equal to 4 into 3 എന്നല്ലേ വരേണ്ടത്. കാരണം ഓരോ സെറ്റിനകത്ത് 3 എലമെൻറ്റുകളല്ലേ വന്നിരിക്കുന്നത്. 3 എലമെൻറ്റുകളുള്ള ഓരോ സെറ്റിൽ നിന്നും അങ്ങനെ എത്ര സെറ്റുകളാണ്? 4 സെറ്റുകളാണ് വരിക. സോ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിൽ ബി ഈക്വൽ ടു 12. പക്ഷേ നമുക്ക് 12 എലമെൻറ്റ്സ് ഉണ്ടാവില്ല. കാരണം കോമൺ ആയിട്ട് ചില എലമെൻറ്റുകളുണ്ടാവും. അപ്പോൾ എങ്ങനെയായിരിക്കണം ഇതിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സിന് എസ് എന്നുള്ള സെറ്റ് അറൈവ് ചെയ്യുക? അത് നിങ്ങൾ ചെയ്യണം. മാതൃക ഇത്രയേ ഉള്ളൂ. ടോട്ടൽ എലമെൻറ്റ്സ് കണ്ടുപിടിക്കട്ടല്ലോ. ഇനി എത്ര എലമെൻറ്റുകൾ എത്ര സെറ്റുകൾ കോമൺ ആയിട്ടുണ്ടെന്ന് നോക്കി. ഓരോ എലമെൻറ്റും 2 സെറ്റുകൾ വീതം കോമൺ ആയിട്ടുണ്ടെങ്കിൽ A1 യൂണിയൻ A2 യൂണിയൻ A3 യൂണിയൻ A4 എന്നുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് വിൽ ബി ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 2. എത്ര സെറ്റുകളിലാണോ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ആ സെറ്റുകളുടെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 6. ദേ ഇവിടെ കിട്ടും. ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതേ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഞാൻ ഇത് പറയാൻ നോക്കാം. ഇവിടെ ഈ ഓരോ സെറ്റുകളിലും 5 എലമെൻറ്റുകൾ വീതം ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത്. A1, A2, എക്സെട്ര A30 എന്നുള്ള സെറ്റുകളിൽ ഓരോ സെറ്റിനകത്തും 5 എലമെൻറ്റുകൾ വീതം ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് വിൽ ബി ഈക്വൽ ടു 30 into 5 അല്ലേ വരിക ഈ കേസിനകത്ത് ആണല്ലോ. ദാറ്റ് ഈസ് 150 എലമെന്റ്സ് വേണം. പക്ഷേ അത്രയും ഉണ്ടാവില്ല. കാരണം രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നു, ഈച്ച് എലമെന്റ്സ് ഓഫ് എസിനകത്തുള്ള ഓരോ എലമെന്റും ബിലോങ്സ് ടു എക്സാക്ട്ലി 10 ഓഫ് ദ AIs. 10 എണ്ണത്തിനകത്ത് എക്സാക്ട്ലി 10 എണ്ണത്തിനകത്ത് കോമൺ ആയിട്ട് വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കണം, ഡിഫറെന്റ് നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കണം, ഡിവൈഡ് ബൈ 10. Is it right? So that means 15 elements will be in S. That is n of S is equal to 15 എന്ന് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന് അതേപോലെ എടുത്തു കഴിഞ്ഞാൽ, കാരണം ഓരോ എലമെന്റും 10 പ്രാവശ്യം വീതം റിപ്പീറ്റ് ചെയ്യും എന്ന് മീനിങ്. അങ്ങനെ 10 പ്രാവശ്യം വീതം റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ ഉള്ള നമ്പർ ഓഫ് എലമെന്റ്സ് കിട്ടണമെങ്കിൽ ടോട്ടൽ എലമെന്റ് നമ്പർ ഓഫ് എലമെന്റ്സ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് എത്ര എണ്ണത്തിനകത്തോളം കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So there will be 115 elements will be there. In the same way, let us consider this case. Each BI contains 3 elements എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എലമെന്റ്സ് വിത്തൗട്ട് എൻ റെസ്ട്രിക്ഷൻ എടുക്കാം. n into 3 അല്ലേ വരേണ്ടത്. ദാറ്റ് ഈസ് 3n അല്ലേ വരേണ്ടത്. 3n എലമെന്റ്സ് ടോട്ടലി വേണം. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് ആൻഡ് എക്സാക്ട്ലി 9 എലമെന്റ്സ് ഓഫ് S. എക്സിനകത്തുള്ള ഓരോ എലമെന്റും 9 BJസിനകത്ത് കോമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എസിനകത്തുള്ള ഓരോ എലമെന്റും ഇതിനകത്തുള്ള 9 സെറ്റ് എക്സാക്ട്ലി 9 സെറ്റുകളിൽ കോമൺ, ഏതൊക്കെ നമുക്കറിയില്ല, ഏതോ 9 എണ്ണത്തിനകത്ത് കോമൺ ആയിട്ട്. അപ്പോൾ 9 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് മീനിങ്. സോ ദെയർ നമ്പർ ഓഫ് എലമെന്റ്സ് വിൽ ബി ഈക്വൽ ടു 3n divided by 9. That's equal to n by 3. That will be equal to number of elements in the second case. n by 3. രണ്ടിനകത്ത് s same ആണ്. So the number of elements should be same. That is 15 is equal to n by 3 നമുക്ക് എടുക്കാം. കാരണം രണ്ട് s അല്ലേ, സെയിം സെറ്റ് അല്ലേ വന്നേക്കുക. ആ സെറ്റിനകത്തുള്ള എലമെന്റ് സെയിം അല്ലേ വരുള്ളൂ. So 15 is equal to n by 3 or n is equal to 15. So the answer is, sorry, not 15, n is equal to 15 into 3, that is equal to 45. n by 3 is equal to 15 means n is equal to 45. So the answer is 45. Clear? Right. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A and B two non-empty subsets of X and A is not a subset of B. A B ന്റെ സബ്സെറ്റ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് അവിടുത്തെ പോസിബിലിറ്റീസ് നോക്കാം. നമുക്ക് വെൻ ഡയഗ്രം തന്നെ ഡിപ്പെൻഡ് ചെയ്യാം. ഒരു പോസിബിലിറ്റി എ ഇവിടെ നിൽക്കുന്നു, ബി ഇവിടെ നിൽക്കുന്നു. എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി, ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ്. രണ്ടാമത്തെ പോസിബിലിറ്റി എ ഇവിടെ വരെ, ബി ഈസ് ഹിയർ. ഹിയർ ഓൾസോ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. മൂന്നാമത്തെ സിറ്റുവേഷൻ എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി വേണമെങ്കിൽ സബ്സെറ്റ് ആകാവേ എന്ന് പറഞ്ഞാൽ ദേ ഇങ്ങനെ ആകാം. ഇത് ബി ആണ്. So these are the 3 possibilities since it is given that the set A is not a subset of B. ഇനി എന്താ ചോയ്സ് നോക്കാം. ആക്ച്വലി ചോയ്സ് ആണ് ക്വസ്റ്റ്യൻ.
A is always a subset of the complement of B. A is always എന്നുള്ള മീനിങ് ആണ്. Always in importance ഉണ്ട് അവിടെ. A is always a subset of the complement of B. A is always a subset of complement of B എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയാവോ, ദാണ്ട് ഈ കേസ് കണ്ടോ, ഇവിടെ ശരിയാവുമായിരിക്കും, പക്ഷെ ഇവിടെ കണ്ടത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. എക്ക് ബി കോംപ്ലിമെന്റ് മീൻസ് ഇതിന്റെ വെളിയിൽ പോണ്ടേ കംപ്ലീറ്റ് ആയിട്ടും. അവിടെ എ പൂർണ്ണമായി വരുന്നില്ല, ഇവിടെ ഇത് തന്നെ സംഭവിക്കുന്നു, എ പൂർണ്ണമായി വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചോയ്സ് ഇസ് നോട്ട് ട്രൂ. ഓൾവേസ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും, ചില പർട്ടിക്കുലർ കേസ് സംഭവിക്കാം, പക്ഷെ നോട്ട് ഓൾവേസ്. So the first option is not right. So we can eliminate that one. Now B is always a subset of A. It is not true here. B is not a subset of ആകണമെന്നില്ല, കാരണം ഫസ്റ്റ് കേസ് നോക്കേ, B is not a subset of A. So the second option is not correct. So that also can be discarded. A and B are always disjoint. ആകണം നിർബന്ധമില്ല കണ്ടോ. സെക്കൻഡ് കേസും തേർഡ് കേസും ആവില്ല. ഫസ്റ്റ് കേസിലാകും, പക്ഷെ സെക്കൻഡും തേർഡും കേസ് ഒരിക്കലും ആവില്ല. So the only option is the fourth option. A and the complement of B are always disjoint. ആയിരിക്കും. A and complement of B. A and complement of B എന്ന് പറയുമ്പോൾ ബിക്ക് വെളിയിലല്ലേ വരിക, ബിക്ക് ഒരിക്കലും അകത്ത് വരില്ലല്ലോ, വരില്ല. അപ്പോൾ കണ്ടോ, നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തപ്പോൾ ബിയിലകത്ത് ഒരിക്കലും വന്നിട്ടില്ല. So that is true. Clear? Very simply you can draw the Venn diagram and arrive the answer. It's very, very, very easy question. Okay. So the option is the fourth option is the correct one. Now, an ഡിഫൈൻ ചെയ്തിരിക്കുന്നു. നോക്കി എന്താണെന്ന് an ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ഓഫ് എ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്കകത്ത് ഇപ്പൊ സപ്പോസ് 2n ആണെന്ന് ഇരിക്കട്ടെ, 2n ആണ് ഇതിനകത്ത് വരുന്ന എലിമെന്റ്സ് 2, 4, 6 ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. അതുപോലെ നോക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് bn ഇന്റർസെക്ഷൻ cn. സപ്പോസ് b is equal to c is equal 3 ആണെങ്കിൽ 3n എന്ന് പറയുന്നത് 3, 6 ഇങ്ങനെയല്ലേ പോവുക, 3, 6, 9 എക്സെട്രാ എന്ന് പോവും. ഇതാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പോയിട്ട് പറഞ്ഞിരിക്കുന്നു bn ഇന്റർസെക്ഷൻ cn. ഈ bn ഇന്റർസെക്ഷൻ cn അകത്ത് വരുന്നത് എന്താ അറിയാവോ, ഇതിനകത്ത് രണ്ടിനകത്ത് കോമൺ ആയിട്ടുള്ള എലിമെന്റ്സ് അല്ലേ. ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ആയിരുന്നു എയും ബിയും എങ്കിൽ, സപ്പോസ് ഈ വന്നിരിക്കുന്ന ബിയും സിയും എങ്കിൽ, the number of the elements belong to bn intersection cn will be the elements common in 2 into n and 3 into n. 3n 2 into n അല്ല, 2n ഉം 3n ഉം ആണ്. ഓക്കെ, സോറി, 2n ഉം 3n ഉം ഇതിനകത്തുള്ള കോമൺ എലമെന്റ്സ് അല്ലേ വരിക. ഈ കോമൺ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി എന്താണ്, 2 കൊണ്ടും 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എലമെന്റ്സ് ആയിരിക്കും കോമൺ ആയിട്ടുണ്ടാവുക. അതാകണ്ട, ഇവിടെ ഇനി വരുന്നപ്പോൾ 12 ഇവിടെ വരും, ഇവിടെയും 12 വരും. ദാറ്റ്സ് അഗൈൻ എ മൾട്ടിപ്പിൾ ഓഫ് 2 and 3. 2ന്റെയും 3ന്റെയും മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന എലമെന്റ്സ് ആയിരിക്കും എപ്പോഴും കോമൺ എലമെന്റ്സ് ആയിട്ട് വരിക. എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദോസ് എലമെന്റ്സ് ആർ ദ LCM ഓഫ് 2 and 3. 2ന്റെയും 3ന്റെയും LCM. 2ന്റെയും 3ന്റെയും LCM 2ഉം 3ഉം പ്രൈം ടു ഈച്ച് അതർ ആണെങ്കിൽ LCM is 6. അപ്പോൾ 6ന്റെ മൾട്ടിപ്പിൾസോ ആയിരിക്കും ഇന്റർസെക്ഷൻ അകത്തുണ്ടാവുക എല്ലായ്പ്പോഴും. ഇവിടെയും പറഞ്ഞിട്ട് നോക്കേ, B and C are natural numbers and relatively prime means common factors ഒന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദ സെയിം വേ 2 and 3 പോലെ, 2ഉം 3ഉം പോലെ തന്നെയാണ്, അല്ലെങ്കിൽ 5ഉം 6ഉം പോലെ തന്നെയാണ്. ഈ 5ന്റെയും 6ഉം പ്രൈം ടു ഈച്ച് അതർ മീൻസ് കോമൺ ആയിട്ട് ഒന്നല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഉണ്ടാകില്ല എന്നാ മീനിങ്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർസെക്ഷനകത്ത് വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് എലമെന്റുകളുടെയും LCM മീൻസ് ദെയർ പ്രോഡക്റ്റ് ഇറ്റ് സെൽഫ്, ആ പ്രോഡക്റ്റിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഇന്റർസെക്ഷനകത്ത് വരിക. എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു B and C are prime to each other means the elements common in Bn and Cn are multiples of BC. Multiples of BC means BC ആകാം, 2 into BC ആകാം, 3 into BC ആകാം. അപ്പോൾ നോക്കേ, ഈ ഇന്റർസെക്ഷനകത്ത് വരുന്ന എലിമെന്റ്സിന്റെ പ്രത്യേകത BC ഉണ്ട്, 2 into BC ഉണ്ട്, 3 into BC ഉണ്ട്. ഇങ്ങനെ പോവുക. ഇതിനെയല്ലേ നമ്മൾ സിംബോളിക്കലി റെപ്രസെന്റേഷൻ കൊടുത്തേക്കുന്നത് BCN എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് BC? ഇവിടെ പറഞ്ഞിരിക്കുന്നു DN എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ D should be equal to BC. So the answer is D is equal to BC. കൺസെപ്റ്റ് ക്ലിയർ? വെരി സിമ്പിൾ കൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത്.
ആ റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ടാണ് പറയാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ സപ്പോസ് നോക്കേ 4ഉം 6ഉം ആയിരുന്നു എന്നിരിക്കട്ടെ, അവിടെ വരുമ്പോൾ റിലേറ്റീവ്ലി പ്രൈം അല്ല. ഇപ്പോൾ 4ന്റെയും 6ന്റെയും മൾട്ടിപ്പിൾസ് മാത്രമേ വരിക, LCM ഓഫ് 4 and 6 ആ വരിക. മീനിങ് അവിടെ വന്നിരിക്കുന്ന 12 then 24 എക്സെട്രാ എന്നാ പോവാ, 12ന്റെ മൾട്ടിപ്പിൾസേ വരുള്ളൂ. സോ അവിടെ BC നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറയാൻ പറ്റുന്നത് കാരണം B and C ആർ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് DC ഈക്വൽ ടു BC ആകാൻ കാരണം. ശരി, അടുത്തത് നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങിനകത്തെ ഒരു പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു, ഓക്കെ, ഇഫ് ദ എക്സാമിനേഷൻ ഈസ് ഡിഫിക്കൽട്ട് then if then means സപ്പോസ് ഒരു സ്റ്റേറ്റ്മെന്റ് പിയും മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ക്യൂവും ആണെങ്കിൽ if P then Q is denoted by P implies Q. This is the implication symbol for if then. അപ്പോൾ if then വന്നു കഴിഞ്ഞാൽ സിമ്പിൾ P implies Q. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കേ, 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ്സിന് 3 എണ്ണമാണ്. ഒന്ന്, if the examination is difficult, ഇതൊരു സ്റ്റേറ്റ്മെന്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് I shall pass. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് I study hard. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ എല്ലാം ഇഫ് ദെൻ എന്നുള്ള ഫോമില കിടക്കുക. ഞാൻ ഈ 3 സ്റ്റേറ്റ്മെന്റുകളെ 3 പേര് കൊടുക്കുന്നു എന്നിരിക്കട്ടെ. സപ്പോസ് P എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് എക്സാമിനേഷൻ ഈസ് ഡിഫിക്കൽട്ട്. എക്സാം ഈസ് ഡിഫിക്കൽട്ട്, ഇത് ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് Q എന്ന് പേര് കൊടുക്കാം. I shall pass. I shall pass. So this is the second statement. And the third statement is I study hard. അങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകൾക്ക് നമ്മൾ 3 പേര് കൊടുത്തു വെച്ചു. ഇനി ഇതിനെ സിംബോളിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്ത് ഈ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റണം. മീൻസ് ഈ സ്റ്റേറ്റ്മെന്റിനെ സിംബോളിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോവാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ എക്സാമിനേഷൻ ഈസ് ഡിഫിക്കൽട്ട് മീൻസ് P implies. എപ്പോഴാ I shall pass എപ്പോൾ if I study hard, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാൽ then I will pass. I shall pass എന്നാ പറഞ്ഞു. അപ്പൊ അവിടെ പ്രശ്നം കണ്ടോ, അവിടെയും എഗെയിൻ ഒരു if then കിടക്കുക. If I study hard means if R is happened then I will pass. ഇതാണ് സാധനം. നോക്കണേ, എക്സാമിനേഷൻ ഈസ് ഡിഫിക്കൽട്ട് ആണ്. then I shall pass if I study hard. ഞാൻ പഠിച്ചാൽ മാത്രമേ സംഭവിക്കൂ. അപ്പൊ ഇതാണ് അഗൈൻ ആദ്യം വരേണ്ടത്. സോ എക്സാമിനേഷൻ ഹാർഡ് എന്നുള്ളത് എക്സാമിനേഷൻ ഈസ് ഡിഫിക്കൽട്ട്, അതൊരു മെയിൻ സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ സപ്പാർട്ട് വന്നിരിക്കുന്നത്, അതിന്റെ കോൺസിക്വൻസ് വന്നിരിക്കുന്നത് ഇഫ് ഐ സ്റ്റഡി ഹാർഡ് ഐ ഷാൽ പാസ്. ഞാൻ പഠിച്ചാൽ മാത്രമേ ജയിക്കത്തുള്ളൂ. ഇതാണ് സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതിന്റെ നെഗേഷൻ ആണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ വെരി ഇമ്പോർട്ടന്റ് ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് P implies Q എന്ന് പറഞ്ഞാൽ ഇതിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് പറയാം നെഗേഷൻ ഓഫ് P or Q. ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ആണിത്. P implies Q is equivalent to negation P or Q. ഇതായിരിക്കണം ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഇതിനൊന്ന് മാറ്റാവേ. P implies means negation P or ന്റെ സിമ്പിൾ ആണിത്. or R implies Q, അതിനെ മാറ്റാം നമുക്ക്. negation of R or Q. ഇംപ്ലൈസ് അങ്ങ് മാറ്റി. ഇംപ്ലൈസ് മാറ്റി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുക. അപ്പോ നെഗേഷൻ P or നെഗേഷൻ or Q. അപ്പോൾ ഇംപ്ലൈസ് എന്നുള്ള സിമ്പിൾ മാറി. ഇനി ഇതിന്റെ നെഗേഷൻ ആ വേണ്ടത്. നെഗേഷൻ ഓഫ് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ നെഗേഷൻ ആ വേണ്ടത്. സോ വി ഹാവ് ടു ടേക്ക് ദ നെഗേഷൻ ഓഫ് ദ ഹോൾ ക്വാണ്ടിറ്റി. നെഗേഷൻ P or നെഗേഷൻ R or Q. ഇതാണ് വേണ്ടത്. ഈ നെഗേഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് തിയറി വരുമ്പോൾ കോംപ്ലിമെന്റ് എന്നുള്ള കൺസെപ്റ്റാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കേ,
നമുക്ക് ഡി മോർഗൻസ് ലാസ് ഉണ്ട്. P intersection Q the whole complement is equal to P complement union Q complement. In the same way, P union Q the whole complement is equal to P complement intersection Q complement. These are the two De Morgan's laws. Same laws in every use here. Negation means complement. So the negation of the whole statement is actually we have to apply the De Morgan's laws here. അങ്ങനെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ഇത് ഒന്നിച്ച് നിൽക്കട്ടെ എപ്പോഴും. നെഗേഷൻ ഓഫ് ഇതല്ലേ വേണ്ടത്, ഇതിന്റെ കോംപ്ലിമെന്റ് മീൻസ് പി. ഓർ മീൻസ് യൂണിയൻ, യൂണിയൻ ബിക്കംസ് ഇന്റർസെക്ഷൻ മീൻസ് ആൻഡ് നെഗേഷൻ ഓഫ് ഇതിന്റെ നെഗേഷൻ ഓഫ് ആർ ഓർ ക്യൂ. ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ P union whole complement is P complement intersection Q complement. Same formula. So negation of negation is P. Means complement of complement means പഴയ സെറ്റല്ലേ വരും, അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. So P and means intersection. And negation or Q. Again you apply negation here. So when you apply negation here, that is P and negation of R is R. R means and negation Q. ഇത് വെച്ചുകൊണ്ട് വേണം ഇനി ഈ ചോയ്സിന് നോക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, എക്സാമിനേഷൻ ഈസ് ഡിഫിക്കൽട്ട്, അതാണ് പി. ആൻഡ് അപ്പൊ എക്സാമിനേഷൻ ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് വന്ന് ഇവിടെ നോക്കണേ. എക്സാമിനേഷൻ ഈസ് ഡിഫിക്കൽട്ട് ആൻഡ് ഇവിടെ ഉണ്ട്, എക്സാമിനേഷൻ ഡിഫിക്കൽട്ട് ആൻഡ് ഉണ്ട്, എക്സാമിനേഷൻ ഡിഫിക്കൽട്ട് ആൻഡ് ഉണ്ട്. അപ്പൊ എല്ലാത്തിനും അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ഇനി വന്നേക്കുന്നത് എന്താണെന്ന് നോക്കേ. ഇനി ഇവിടെ സംഭവിച്ചത് ഇത് കണ്ട സംഭവിച്ചിരിക്കുന്നത്. ഇനി എന്താ സംഭവിച്ചിരിക്കുന്നത്, ആർ മീൻസ് ഐ സ്റ്റഡി ഹാർഡ്, എക്സാമിനേഷൻ ഡിഫിക്കൽട്ട് ആൻഡ് ഐ സ്റ്റഡി ഹാർഡ്. ഞാൻ പഠിച്ചു, ഐ സ്റ്റഡി ഹാർഡ്, ഇതാ പഠിച്ചു, ഐ സ്റ്റഡി ഹാർഡ്, അത് കറക്റ്റാണ്. ഐ സ്റ്റഡി ഹാർഡ് ഇവിടെ കിടപ്പുണ്ട്. ഇനി എന്ത് സംഭവിച്ചു, പക്ഷേ ഞാൻ എന്തായി, പാസ്സായോ, ഇല്ല. ബട്ട് ഐ ഷാൽ നോട്ട് പാസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ ഷാൽ പാസ് എന്നാ പറയുന്നത്, ഇവിടെ പറ്റില്ല, പിന്നെ നെഗേഷനാ. ഐ ഷാൽ പാസ് മീൻസ് ആർ ക്യൂ ആ, അതിന്റെ നെഗേഷനാണ് വന്നിരിക്കുന്നത്. ഐ ഷാൽ നോട്ട് പാസ്, ബട്ട് ഐ ഷാൽ, അതിന്റെ ഇതൊക്കെ നോക്കുക, സ്ട്രക്ചറൊക്കെ പ്രശ്നമല്ല. ബട്ട് ഐ ഷാൽ നോട്ട് പാസ് ആകെ വന്നിരിക്കുന്നത് ഇവിടെ ഉള്ളൂ, ബാക്കിയെല്ലാം ഐ ഷാൽ പാസ് ആ കിടക്ക്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. സോ ദ എക്സാമിനേഷൻ ഡിഫിക്കൽട്ട് ആൻഡ് ഐ സ്റ്റഡി ഹാർഡ്, അത് സംഭവിച്ചു. ബട്ട് ഐ ഷാൽ നോട്ട് പാസ് ദി എക്സാമിനേഷൻ, ഞാൻ പാസ്സായില്ല, എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല, അതാണ് വേണ്ടത്. സോ ദാറ്റ് ഈസ് ദ നെഗേഷൻ ഓഫ് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. എപ്പോഴും നിങ്ങൾ ഡി മോർഗൻസ് ലാസ് നോക്കുക. ആൻഡ് വേർ ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, പി ഇംപ്ലൈസ് ക്യൂ, ഇതിന് ഈക്വലന്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നെഗേഷൻ പി ഓർ ക്യൂ. ഈ ഇത് എപ്പോഴും ഇംപ്ലിക്കേഷൻ എപ്പോഴും നിങ്ങൾ മനസ്സിനകത്തുണ്ടാകണം. ഇത് വെച്ചിട്ടായിരിക്കും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, ഓക്കെ. ഇവിടെ നോക്കേ, പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്, ഇംപ്ലിക്കേഷൻ ആണ് തന്നിരിക്കണേ. ഈ പി ഇംപ്ലൈസ് ക്യൂവിന്റെ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്, പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള ആ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും, എല്ലായ്പ്പോഴും ട്രൂ ആയിരിക്കും. എപ്പോൾ, ഇഫ് ഫാൾസ് ആവുന്ന സിറ്റുവേഷൻ എടുക്കാം. ഫോൾസ്, ഇത് ഫോൾസ് ആവുന്ന ഒറ്റ സിറ്റുവേഷനെ വരത്തുള്ളൂ. പി ഇംപ്ലൈസ് ക്യൂ ഈസ് ഫോൾസ് ഓൺലി ഇഫ് P is true and Q is false. P എന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുകയും Q എന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആവുകയും ചെയ്യുന്ന സിറ്റുവേഷൻ മാത്രമായിരിക്കും P implies Q false ആവുക. ബാക്കി എല്ലാ സിറ്റുവേഷൻസിലും മീൻസ് P നോക്കേ, ഇത് ഫോൾസ് ആവും. P is true, Q is true, ട്രൂ ആ. P is false, Q is true, ട്രൂ ആ. ഇവിടെ ഫോൾസ്, ട്രൂ ആ. സോ ഫോൾസ് ആവുന്ന ഒറ്റ സിറ്റുവേഷനേ ഉള്ളൂ. ആ ട്രൂത്ത് ടേബിൾ അനുസരിച്ച് P implies Q is false only if P is true and Q is false. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് P implies Q is false എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. P implies Q false ആകണമെങ്കിൽ P എന്താകണം, ട്രൂ ആകണം, Q is false ആകണം. That is only situation where P implies Q is false. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്രയും മാത്രം ഓർത്തോണ്ടാ മതി. അതിൽ നിന്നൊക്കെ ഇംപ്ലൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഫോൾസ് ആകണമെങ്കിൽ P എന്താകണം, ട്രൂ ആകണം, Q is false. ക്ലിയർ? ഇവിടെ നോക്കേ, ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ്.
ഇംപ്ലൈസ് ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്ലൈസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് എന്നാണ് പറയുന്നത്. അതാണ് പി ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ക്യൂ. ഇവിടെ ശ്രദ്ധിക്കണം, ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകണമെങ്കിൽ, ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകണമെങ്കിൽ either both P and Q are true or both P and Q are false. ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ട്രൂ ആയിട്ട് വരത്തുള്ളൂ. സോ P implies and implied Q is true only if both P and Q are true or both P and Q are false. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് P implies and implied negation of Q ആണ് ട്രൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ട്രൂ ആകണമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകണം, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആകണം. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആകണം, ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആകണം. നെഗേഷൻ ക്യൂ ട്രൂ ആകണമെങ്കിൽ ക്യൂ ഷുഡ് ബി ഫോൾസ്, ദെൻ ക്യൂ ഷുഡ് ബി ഫോൾസ് ആയിരിക്കണം. എന്നാലേ നെഗേഷൻ ക്യൂ ട്രൂ ആകത്തുള്ളൂ. ഇവിടെ നെഗേഷൻ ക്യൂ ഫോൾസ് ആകണമെങ്കിൽ ക്യൂ ഷുഡ് ബി ട്രൂ ആകണം. മനസ്സിലായോ? ഈ സിറ്റുവേഷൻ മാത്രമേ ഈ ഹോൾ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് വരത്തുള്ളൂ. ഇത് നോക്കാം നമുക്ക്. ഇത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്ന് നോക്കാം. P is true and Q is true. P is true and Q is true പറ്റൂല. P is true ആയാൽ Q should be false ആക്കണം. It's not true. Both P and Q are false പറ്റൂല. കാരണം ഇത് P യും ഇതാണ് Q. വരില്ല. രണ്ട് ഫോൾസ് ആയാൽ സംഭവിക്കില്ല. ഇനി P is false and Q is true. Yes, P is false ആകുമ്പോൾ Q true ആയാൽ the whole statement is true. So the third statement is correct. ഇവിടെ നെഗേഷൻ ആണ്, നെഗേഷൻ വേണം വരേണ്ടത്. ക്ലിയർ? നെഗേഷൻ വരണം, എന്നാൽ മാത്രമേ ട്രൂ ആയിട്ട് വരത്തൂ. ആ നെഗേഷന്റെ ട്രൂത്ത് വാല്യൂ വേണം എപ്പോഴും നോക്കേണ്ടത്. അപ്പോൾ P implies and implied negation Q is true if either P and P true and Q false or P false and Q is true. ഇത് ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് നോക്കാം. സോ ദ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്. നൗ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആയി. ട്രിഗണോമെട്രിക് ഇക്വേഷന്റെ ജനറൽ വാല്യൂ ആണ് ജനറൽ സൊല്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ജനറൽ സൊല്യൂഷൻ യു ആർ ഫെമിലിയർ വിത്ത് ജനറൽ സൊല്യൂഷൻസ്. ഇത് നമുക്ക് എങ്ങനെയാ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നു നോക്കേ, √3 tan 2θ പ്ലസ് √3 tan 3θ പ്ലസ് tan 2θ into tan 3θ is equal to 1. പക്ഷേ ഇതിനകത്തെ ആ ഫസ്റ്റ് ടു ടേംസ് നോക്കെ √3 is common. Let us take √3 as common factor. അപ്പോൾ √3 into അവിടെ ആദ്യം tan 3θ എടുക്കാവേ. tan എപ്പോഴും നിങ്ങൾ വലിയ ആംഗിൾ ആദ്യം എടുത്തോണേ. പ്ലസ് tan 2θ then plus tan 3θ into tan 2θ equal to 1. ഇവിടെ പ്രശ്നം ഉണ്ടാക്കില്ല. എന്നിരുന്നാൽ പോലും എപ്പോഴും നിങ്ങൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എടുക്കുമ്പോൾ ലാർജർ ആംഗിൾ ഷുഡ് ബി ടേക്കൺ ആസ് ദ ഫസ്റ്റ് ഫാക്ടർ ആൻഡ് ഫസ്റ്റ് ടേം. രണ്ടും അങ്ങനെ എടുത്തോളാം. അപ്പോൾ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് പ്രശ്നം ഉണ്ടാകാതെ പോകും. എഗെയിൻ ഓക്കെ, ഈ ടേം നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. സോ ഹിയർ √3 into tan 3θ plus tan 2θ equal to 1 minus tan 3θ into tan 2θ. ഇതുകൊണ്ട് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ √3 into tan 3θ plus tan 2θ divided by 1 minus tan 3θ into tan 2θ equal to 1. ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാ. tan x plus y ഐഡന്റിറ്റിയാ കിടക്കുക. ദിസ് ഇസ് tan x plus y. So that is tan 3θ plus 2θ. ഈ റൂട്ട് നമുക്ക് ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ബിക്കംസ് tan 3θ plus 2θ equal to 1 by √3. Am I right? That is 1 by √3. Because this is tan x plus tan y divided by 1 minus tan x into tan y, that is equal to tan x plus y. So √3 is there, √3 is divided by here. So that is tan of 3θ plus 2θ is equal to 1 by √3, and this is tan 5θ. So now we have tan 5θ equal to 1 by √3. And we can write 1 by √3 in terms of tan, that is tan pi by 6. So that is tan 5θ
equal to tan of pi by 6. And what's the general solution of tan x is equal to tan alpha? Tan x is equal to tan alpha. General solution is okay. That's general solution. Tan x is equal to tan alpha എന്നോ tan y എന്നോ നിങ്ങൾക്ക് എന്തുവേണോ എടുക്കാം. ഞാൻ ആൽഫ എന്ന് എടുക്കാൻ കാരണം അതൊരു കോൺസ്റ്റന്റ് എന്നുള്ള ഇമേജ് നമ്മുടെ മനസ്സിനകത്തിരിക്കട്ടെ. y ആകുമ്പോൾ വേരിയബിൾ എന്നൊരു തോന്നൽ നോക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ആൽഫ എന്ന് എടുത്തു. You can take it as y also. So here the general solution is x is equal to n pi plus alpha. This is the general solution of the equation tan x is equal to tan alpha. ഈ general solution നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. So here instead of x we have phi theta. Phi theta is equal to n pi plus pi by 6. പക്ഷെ ആൻസറിനകത്തൊന്നും അങ്ങനെയല്ല കിടക്കുക. പൈ ഔട്ട്സൈഡ് കിടക്കുക. So we can take it as common factor. That is n plus 1 by 6 into pi. So actually this is the value of phi theta, but we need the value of theta. So theta is equal to n plus 1 into n plus 1 by 6 into pi by 5. So here n can take any integer value. Actually n element of z. It can be any integer. So this is the general solution of the given trigonometric equation. So the answer is second option is the correct answer. Is it right? Okay, right. Okay, right. Next one is if 1 plus cot theta is equal to cosecant theta. Right? 1 plus cot theta is equal to cosecant theta is the question. ഇതിന്റെ general solution ആണ് നമുക്ക് വേണ്ടത്. General value of theta means general solution. So we can write like this. 1 plus that's cot theta can plus cos theta by sin theta. Is it right? Is equal to 1 by sin theta. ആ കോസ് തീറ്റയെ കാരണം ഇങ്ങനെ വെച്ച് ജനറൽ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും നമുക്ക് ഫെമിലിയർ അല്ലാത്ത ട്രിഗണോമെട്രിക് റേഷ്യോസോ ഫംഗ്ഷൻസോ വന്നാൽ അവിടെ സിംപ്ലിഫിക്കേഷൻ ആയിക്കോട്ടെ, സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും യു കൺവേർട്ട് ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസ്. കാരണം നമുക്ക് ഫെമിലിയർ അല്ലാത്ത കൊസീക്കും കോട്ടോ ഒക്കെ കിടക്കുമ്പോൾ ജനറൽ സൊല്യൂഷൻ നമുക്ക് ഫെമിലിയർ അല്ല. അങ്ങനെ വരുന്ന കേസുകളിലെല്ലാം ഇപ്പോഴും ചെയ്യേണ്ടതാണ്. You convert the elementary trigonometry ratios. Elementary trigonometry ratios means sin and cos are the elementary trigonometry ratios. അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ കൺവേർട്ട് ചെയ്തു. സോ ഒരു അല്പം സിംപ്ലിഫിക്കേഷൻ. That is sin theta plus cos theta upon sin theta equal to 1 by sin theta. ഇവിടെ നോക്കേ, ഈ ഡിനോമിനേറ്റർ sin theta. ഒരു കോഷ്യന്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ആ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ 0 ആയിരിക്കണം ഉറപ്പായിട്ടും. സോ ഹിയർ വൺ കണ്ടീഷൻ ഈസ് sin theta cannot be equal to 0. So this is very important concept. ആ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താകില്ല, 0 ആകില്ല. അത് മാറ്റി വെച്ചേക്കാം, നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. So after this you can cancel this sin theta. അത് കളഞ്ഞു, because രണ്ട് സൈഡിലുണ്ടല്ലോ. So remaining is sin theta plus cos theta equal to 1. Again you can convert this in terms of either sin or you can convert in terms of cos. ഏതൊക്കെ വേണം മാറ്റാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇതിൻ്റെ കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, 1 അല്ലേ വന്നേക്കുന്നത്. എന്താണോ സൈൻ്റെയും കോസിൻ്റെയും കോഎഫിഷ്യൻസ് അതിൻ്റെ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, എയും ബി ആണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ചെയ്യുക, ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഐ എം ഗോയിങ് ടു ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈസ് റൂട്ട് 2. സോ വി ക്യാൻ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ റൂട്ട് 2. ആ റൂട്ട് 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ this becomes 1 by root 2 sin theta plus 1 by root 2 cos theta equal to 1 by root 2. Is it right? So this equal to sin theta cosലേക്ക് കൺവേർട്ട് ചെയ്യാം നമുക്ക്. കാരണം ഇവിടെ ആൻസർ -1 റൈസ് ചെയ്യുന്നില്ല, സൈനിലേക്ക് മാറ്റിയാൽ -1 വരാണ്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കോസിലേക്ക് മാറ്റാം. Cos theta cos pi by 4 plus sin theta sin pi by 4, that is equal to cos of theta minus pi by 4 equal to cos of pi by 4. Is it right? So again, what is the general solution of cos x is equal to cos alpha? Cos x is equal to cos alpha. Cos x is equal to cos alpha. General solution is x is equal to 2n pi plus or minus alpha. This is the general solution.
right? So using that result, this is the general solution of cos x is equal to cos alpha. ഇത് സൈനിലേക്ക് മാറ്റിയാൽ പ്രശ്നം, സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം. പക്ഷേ സൈനിലേക്ക് കൺവേർട്ട് ചെയ്താൽ പ്രശ്നം, അവിടെ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ആൽഫന്റെ ജനറൽ സൊല്യൂഷൻ വരുമ്പോഴത്തേക്ക് ഒരു മൈനസ് ഓൺ ദ ഹോൾ റൈസ് ടു എൻ വരാൻ പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ കോസിലേക്ക് കണ്ടത്. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ചോയ്സ് വേണം അത് സൈനിലേക്ക് മാറ്റുമ്പോൾ കോസിലേക്ക് മാറ്റി തീരുമാനിക്കുന്നത്. ഇവിടെ രണ്ടിനും ഈക്വൽ പ്രയോറിറ്റിയാണ്. either you can convert this in terms of cos or you can convert in terms of cos sin. പക്ഷേ ഞാൻ സൈനിലേക്ക് മാറ്റാത്ത കാരണം ഡിപ്പെൻഡിങ് ഓൺ ചോയ്സ്, അതുകൊണ്ട് ആ കോസിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ കോസിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് ജനറൽ സൊല്യൂഷൻ എഴുതാം. ആ ജനറൽ സൊല്യൂഷൻ എഴുതുമ്പോഴത്തേക്ക് സോ ജനറൽ സൊല്യൂഷൻ ഈസ് തീറ്റ minus pi by 4 is equal to 2n pi plus or minus pi by 4, because alpha is equal to pi by 4. So there are two possibilities. One of the possibilities is theta minus pi by 4 is equal to 2n pi plus pi by 4, and second option is theta minus pi by 4 is equal to 2n pi minus pi by 4. So we have two options. So from the first option you can transpose this minus pi by 4 to this side. So that is theta is equal to 2n pi plus pi by 4 plus pi by 4. And here theta is equal to 2n pi because pi by 4 get cancelled on both sides. And here theta is equal to 2n pi plus pi by 2. And here theta is equal to 2n pi. But this cannot be accepted because when theta is equal to 2n pi, at those values of theta, sin theta becomes 0. Because multiples of pi vannu kazhinjal adu even multiple of pi aayikotte odd multiple of pi aayikotte sin becomes 0. അതുകൊണ്ട് നമുക്ക് എന്ത് എടുക്കാൻ പറ്റില്ല, ഈ പോസിബിലിറ്റി എടുക്കാൻ പറ്റില്ല. So the only possibility is 2n pi plus pi by 2. ഇവിടെ നോക്കേ, ഇത് എടുക്കേണ്ട കാര്യം പോലും നിങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം ഓപ്ഷനകത്ത് ഓൾറെഡി ഒരെണ്ണമേ ഉള്ളൂ, 2n plus pi by 2 ഉള്ളൂ. So that can be chosen as the answer. പക്ഷേ ഇവിടെ none of these കിടക്കുന്നുണ്ടാ പ്രശ്നം. None of these കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവും, ഇത് വേണ്ടിയിരുന്നില്ലേ എന്നുള്ള പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ കാര്യം പറഞ്ഞത്. none of these ഇല്ലായിരുന്നെങ്കിൽ, അവിടെ വേറെ എന്തെങ്കിലും വാല്യൂ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ആൻസർ കൺക്ലൂഡ് ചെയ്യാമായിരുന്നു. ഇതോടും ചെക്ക് ചെയ്തോളാം, ബിക്കോസ് ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം സൈൻ തീറ്റ cannot be equal to 0. ക്ലിയർ? റൈറ്റ്. നെക്സ്റ്റ് വൺ ഈസ് okay. Again general value means general solution. General value means general solution. So here secant square theta plus tan square theta is equal to 5. Secant square theta tan square theta ഒന്നിച്ച് ചേർക്കാം. But there is a relation between secant square and tan square. നമുക്ക് സൈനിലും കോസിലേക്ക് മാറ്റേണ്ട കാര്യം, ആൾറെഡി വി ഹാവ് സം ഐഡന്റിറ്റീസ്. ബിക്കോസ് 1 plus tan square theta is equal to secant square theta. We have this identity. Meaning secant square theta can be written as 1 plus tan square theta. Am I right? So this can be written as 3 into 1 plus tan square theta plus tan square theta equal to 5. So this is the converted form of our equation. Again 3 into 1 plus 2 tan square theta equal to 5, or 3 plus 6 tan square theta equal to 5. This 3 can be transposed to the right hand side. That is 6 tan square theta equal to 2, because 5 minus 3 is equal to 2, or tan square theta is equal to 1 by 3. ഇപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാൻ പറ്റുന്ന രൂപത്തിലായി. ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് നോക്കെ, ജനറൽ സൊല്യൂഷൻ മീൻസ് ആ ജനറൽ സൊല്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഫോംസ് എല്ലാം ഫെമിലിയർ ആയിരിക്കുന്ന പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്. tan square x is equal to tan square alpha. Tan square x is equal to tan square alpha. General solution x is equal to n pi plus or minus alpha. ഇത് tan square x is equal to tan square alpha ക്ക് മാത്രമല്ല കേട്ടോ, sin square x is equal to sin square alpha ആയിക്കോട്ടെ, cos square x is equal to cos square alpha ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു സെറ്റ് സൊല്യൂഷനേ ഉള്ളൂ. x is equal to n pi plus or minus alpha. That's the general solution for all these. Sin square x is equal to sin square alpha, or cos square x is equal to cos square alpha, or tan square x is equal to tan square alpha. In all these cases, general solution is x is equal to n pi plus or minus alpha. So we have to express this as the square of tan function. Actually, this is 1 by root 3 the whole square.
and that's equal to tan square pi by 6. So our alpha is equal to pi by 6. So the general solution is theta is equal to n pi plus or minus pi by 6, where n element of z. N can be any integer. Clear? Any integer value can be taken. So what is the answer? That's the third option is the correct answer. നിങ്ങളെല്ലാം ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Okay, right. Next one is cos 7 theta minus cos theta minus sin 4 theta. പക്ഷെ ഇതിങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ ഈസ് നോട്ട് ഈസി. ജനറൽ സൊല്യൂഷനാണ് ചോദ്യം അല്ലേ? ഇങ്ങനെ വെച്ചുകൊണ്ട് ഈസി നോട്ട് ഈസി. നമുക്കൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് cos 7 theta എടുത്തേ. അതിനോടൊപ്പം ആ cos theta നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് cos theta ഈസ് ഈക്വൽ ടു മൈനസ് 4 sin theta. Now we are convert this into product form using cos x minus cos y. Cos x minus cos y നോക്കി ഇതാണല്ലേ ഐഡന്റിറ്റി. cos x minus cos y is equal to minus 2 times sin of x plus y by 2 into sin of x minus y by 2. This is our identity for the conversion of difference of cos into product form. Sum to product or difference to product form. This is the identity we have. So we can apply this identity here. So this becomes minus 2 times sin 7 theta plus theta 8 theta by 2, that is 4 theta, into sin 7 theta minus theta 6 theta by 2, that is 3 theta, equal to minus 4 sin theta. So you apply this result there. Cos x minus cos y is equal to 2 times sin x plus y by 2 into sin of x minus y by 2. So we have now this result. Again, now, okay, here we have sin 4 theta. So, sorry, this minus 4, sorry, I have made a mistake. That is minus sin 4 theta, not 4 sin theta, sin 4 theta, sorry. So here also 4 sin theta. So not 4 sin theta, sin 4 theta. Again, I am making the same mistake there. That is some minus sin 4 theta. So here we have sin 4 theta. Here also we have sin 4 theta. We can cancel that sin 4 theta provided that is not equal to 0. Because division by 0 is not possible. So one of the possibilities sin 4 theta equal to 0. This is one of the possibilities, right? Now if sin 4 theta is not equal to 0, you can cancel that sin 4 theta, or you can cancel minus sin 4 theta. So after cancelling minus sin 4 theta, remaining is 2 sin 3 theta is equal to 1. Because minus sin 4 theta is get cancelled. 0 എന്നുള്ള പോസിബിലിറ്റി എടുത്തതിന് ശേഷമേ ക്യാൻസൽ ചെയ്യാവേ. അതല്ലാതെ ഞാൻ ആക്ച്വലി കോൺട്രാക്ട് എടുത്തില്ല ചെയ്തിരിക്കുന്നത്. ആ കോൺട്രാക്ട് എടുക്കുന്നതിന് പകരമായിട്ട് ഷോർട്ട് കട്ട് ആയിട്ട് sin 4 theta equal to 0 ഒരു പോസിബിലിറ്റി എടുത്തു. If sin 4 theta is not equal to 0, then 2 sin 3 theta should be equal to 1. Right? After cancellation, here we have 1. And here, sin x is equal to 0. What is the general solution? X is equal to n pi, where n is any integer. This is the general solution for sin x is equal to 0. So sin x is equal to, so the general solution is x is equal to n pi. So here, instead of x, we have 4 theta. So 4 theta is equal to n pi. That's the general solution here. Or theta is equal to n pi by 4. So one of the values of theta is n pi by 4. Even okay, n pi by 4, oh, we cannot eliminate all this. Because here n pi by 4, here also n pi by 4. അതല്ല ഒന്നിനകത്ത് മാത്രം n pi by 4 വന്നിരുന്നെങ്കിൽ നമുക്ക് അതിന് എടുക്കാമായിരുന്നു ആൻസർ ആയിട്ട്. പക്ഷേ ഇത് രണ്ടും ആൻസേഴ്സ് ആകാൻ പോസിബിലിറ്റി ഉണ്ട്. സോ യു ക്യാൻ എലിമിനേറ്റ് ദീസ് ടു ഹിയർ. These two cannot be solutions. Right? Now only possibility is first and third choices. ഇനി അതിലേക്ക് വരാം. അത് ഇവിടെ നിന്നാണ് കിട്ടുക. സോ ഇവിടെ നോക്കാം എങ്ങനെ വരാൻ പറ്റും നോക്കാം. Here sin 3 theta is equal to 1 by 2. Or sin 3 theta is equal to sin of pi by 6. Okay. So now this of the form sin x is equal to sin alpha. So next one is general solution of sin x is equal to sin alpha.
sin x is equal to sin alpha, general solution is x is equal to n pi plus minus on the whole raised to n into alpha. This is the general solution of sin x is equal to sin alpha. We can make use of that result here. So 3 theta is equal to n pi plus minus on the whole raised to n into pi by 6. So actually this is the value of 3 theta. We need the value of theta. So put an answer I can. So the possibility is this one. Because theta is equal to n pi by 3 plus minus on the whole raised into pi by 18. When you divide by 3, divide both the terms by 3. So the answer is the third option. So because second and fourth are already eliminated. The only possibilities is രണ്ടും ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഈ സൈൻ വരുമ്പോൾ തന്നെ അറിയാം മൈനസ് ഓൺ റേഷ്യോ തന്നെ വരത്തുള്ളൂ. സോ അത് തന്നെ ആൻസർ എന്നുള്ള ഉറപ്പിക്കാം നമുക്ക് അവിടെ. എന്നിരുന്നാലും ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ റൈറ്റ് ക്ലിയർ റൈറ്റ്. നെക്സ്റ്റ് ആണ് ഓക്കെ. tan square theta minus of 1 plus root 3 tan theta plus root 3 equal to 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമുല കിടക്കും അല്ലേ. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സാധാരണ ഇതിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ തന്നെ സോൾവ് ചെയ്യാം. പക്ഷേ അത്രയും വേണ്ട. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാവേ. ഇതൊന്ന് മാറ്റിയിട്ടേ tan square theta then minus tan theta ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു minus root 3 tan theta then plus root 3 equal to 0. Let us combine these two and let us combine these two. So from here we can take tan theta as common factor. So tan theta into tan theta minus 1 minus, from here we can take root 3 as common factor. So root 3 into tan theta minus 1 equal to 0. Is it right? Is it right? Okay. So what is now common? Tan theta minus 1 is common. So you take tan theta minus 1 as common. For tan theta minus 1 is common factor into tan theta minus root 3 equal to 0. Clear? Okay, ഓരോ ഫാക്ടറും ഈക്വൽ ടു 0 യാ. ഓരോ ഫാക്ടർ, each factor equal to 0 because the product equal to 0 means each factor equal to 0. That is tan theta is equal to 1. That is the first one. Second one is tan theta is equal to root 3. Tan x is equal to tan alpha. Tan x is equal to tan alpha. General solution is tan x equal to tan alpha. General solution is x is equal to n pi plus alpha. ഇതല്ലേ സൊല്യൂഷൻ? ഇവിടെ നിന്ന് സൊല്യൂഷൻ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. സോ ഇവിടെ ഉണ്ട് ഇത് tan pi by 4 ആ. സോ theta is equal to theta is equal to n pi plus pi by 4. n pi plus pi by 4. Yes, in two choices. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കളയാൻ പറ്റുന്നത് കളഞ്ഞേക്കാം. So ഇത് കളയാം. And this also can be eliminated. So first and third options can be right. So here tan theta is equal to, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാവേ. So this is equal to tan pi by 4 and this is equal to tan pi by 3. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും അല്ലേ? theta is equal to n pi plus pi by 4 and here theta is equal to n pi plus pi by 3 where n element of z. So the first option is the correct answer where n element of z. N can be any integer value can be there. Clear? Right. Then look at trigonometry is very simple. Again exactly the same question ആവുന്നത് പക്ഷേ slight difference is there. Okay, അവിടെ നോക്കേ, ഇറ്റ്സ് ഓൾസോ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. പക്ഷെ പ്രശ്നം ശ്രദ്ധിക്കുക, ഇവിടെ സൈനും കോസും ഉണ്ട്. സൈൻ്റെ സെക്കൻഡ് ഡിഗ്രിയും കോസിൻ്റെ ഫസ്റ്റ് ഡിഗ്രിയും കിടക്കുക. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് നമുക്ക് ആദ്യമേ എടുക്കാൻ പറ്റില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സെയിം വേരിയബിൾ ആകണ്ടേ. ഇവിടെ ഓൺലി സൈൻ ആൻഡ് അതർ വൺ ഈസ് കോസ്. അപ്പോൾ ചെയ്യേണ്ടത് either you had convert in terms of cos or you had convert in terms of sin. അപ്പോഴും ചെയ്യേണ്ടത് ഫസ്റ്റ് ഡിഗ്രി ടേം ഏതാണോ കിടക്കുക ആ ഫസ്റ്റ് ഡിഗ്രി ടേമിൻ്റെ ടേംസിൽ സെക്കൻഡ് ഡിഗ്രി ടേമിനെ കൺവെർട്ട് ചെയ്യാം. എന്താണോ ഫസ്റ്റ് ഡിഗ്രി അതിൻ്റെ ഫോമിൽ സെക്കൻഡ് ഡിഗ്രി ടേമിനെ കൺവെർട്ട് ചെയ്യണം. ഹിയർ ഫസ്റ്റ് ഡിഗ്രി ഈസ് കോസ് and second degree is sin. So you convert sin in terms of cos. So first we can convert like this. 4 into 1 minus cos square theta
because sin square theta is 1 minus cos square theta plus 2 times root 3 plus 1 cos theta. One simplify that. 2 root 3 cos theta, 2 root 3 cos theta plus 2 cos theta equal to 4 plus root 3. Bracket no, this what might be. Again, you can expand this also. 4 minus 4 cos square theta plus 2 root 3 cos theta plus 2 cos theta equal to 4 plus root 3. So again, this 4 get cancelled, this 4. This is upper transpose. So this becomes 4 cos square theta. Upper convert plus 2 root 3 cos theta plus 2 cos theta. Already even root 3 is there. Upper is a problem. It's a problem. So that is plus I, this becomes 2 root 3 cos theta, 2 root 3 cos theta minus 2 cos theta plus root 3 equal to 0. Actually, equal to 0. Right. So we can combine these two and we can combine these two. So from here we can take 2 cos theta as common factor. So when you take 2 cos theta as common factor, 2 cos theta into 2 cos theta is here. 2 cos theta minus root 3. Here we can take minus sign as common factor, that is 2 cos theta minus root 3 equal to 0. So from here we have taken 2 cos theta as common factor, remaining 2 cos theta is here and minus root 3 is there. Here we have taken minus as common factor, that is 2 cos theta minus root 3. So again these two are common, right? So we can take that common factor there. That is 2 cos theta minus root 3 into, here 2 cos theta is there, 2 cos theta minus 1 equal to 0. Because 2 cos theta, here we have taken this as common factor, 1 remains there. So minus 1 is there. So each factor should be equal to 0, right? 2 cos theta minus root 3 equal to 0 means cos theta is equal to root 3 by 2. 2 cos theta minus 1 equal to 0 means cos theta is equal to 1 by 2. Right? Cos theta is equal to root 3 by 2, cos theta is equal to 1 by 2. So cos theta is equal to root 3 by 2 means cos theta is equal to cos of pi by 6. And here cos theta is equal to 1 by 2 means cos theta is equal to cos pi by 3. So here the solution is theta is equal to 2n pi plus or minus pi by 6. Here theta is equal to 2n pi plus or minus pi by 3. So these are the two solutions. But in the choice, pi by 6 is not taken. Only pi by 3 is there. So we can choose this as the general solution. So first option is the correct one. Okay. So this is not taken. It is not given in the choice. Actually, that's combine answer. So the first one is the correct answer, right? So this is satisfied. Clear? Right. Now 13th. Tan theta minus root 2 secant theta equal to root 3. Abadeyum prashanam alle. Tan theta and tan square theta unde nammal nethe previous question cheytha pole cheyamayirunnu. പക്ഷേ tan theta ullu. Secant theta ullu, secant square theta illa. Secant square theta undayinu again namukku tan square lakkittu cot addition ayi convert cheyamayirunnu. പക്ഷേ നടക്കില്ല. സ്ക്വയർ ഇല്ല. അതുകൊണ്ട് പിന്നെ എന്താ മാർഗം? എലിമെന്ററി ട്രിഗണോമെട്രി റേഷ്യോസിലേക്ക് മാറ്റാൻ നമുക്ക് അതിൽ നമ്മുടെ കയ്യിലുള്ളൂ. സോ നമുക്ക് മാറ്റാം. അപ്പോൾ tan theta can be written as sin theta by cos theta minus root 2 by cos theta equal to root 3. So you multiply by cos theta. That is sin theta minus root 2 is equal to root 3 cos theta.
So you can transpose this to this side and this to this side. So sin theta minus root 3 cos theta equal to root 2. കണ്ടോ, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് a sin theta plus or minus b cos theta വന്നാൽ always divide this by root of a square plus b square. ഇതാണ് ചെയ്യേണ്ടത്. Always divide by root of a square plus b square. നമ്മൾ നേരത്തെ previous question at 1 square plus 1 square root 1 divided. Same process is here. So here a is equal to 1, b is equal to root 3 means root of a square plus b square is root of 1 plus 3, that is equal to 2. So you divide throughout by 2. So 1 by 2 sin theta minus root 3 by 2 cos theta equal to root 2 divided by 2, that is equal to 1 by root 2. ഇനി ഞാൻ പറഞ്ഞല്ലോ equal priority, either you can convert in terms of sin or you can convert in terms of cos. That depending on the choice. ഈ ചോയ്സിനകത്ത് മൈനസ് ഓൺ ദ ഹോൾ റേഷ്യോ n വന്നിട്ടുണ്ടെങ്കിൽ you convert in terms of sin. അതില്ല എങ്കിൽ you must convert in terms of cos. പക്ഷേ നോക്കേ, നമ്മുടെ ചോയ്സിനകത്ത് എല്ലാം മൈനസ് ഓൺ ദ ഹോൾ റേഷ്യോ n ഉണ്ട്. So we must convert in terms of sin. Depending on the choice നമ്മൾ തീരുമാനിക്കുന്ന ഏതിലേക്ക് മാറ്റണമെന്ന്. So you can convert in terms of sin means this can be sin theta into cos pi by 3 minus cos theta into sin pi by 3 equal to this can be sin of pi by 4. കാരണം നമ്മൾ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. സോ ഹോൾ ക്വാണ്ടിറ്റി മസ്റ്റ് ബി ഇൻ ടേംസ് ഓഫ് സൈൻ. ഇവിടെ നോക്കി, ഈ 1 by 2 നമ്മൾ കോസ് പൈ ബൈ 3 എഴുതിയിരിക്കുന്നത്, ഈ റൂട്ട് 3 by 2 സൈൻ പൈ ബൈ 6 പൈ ബൈ 3 എഴുതിയിരിക്കുന്നത്. ബിക്കോസ് സൈൻ പൈ ബൈ 3 is sin 60 is equal to root 3 by 2. Cos pi by 6 is pi by 3 is cos 60. Cos 60 is 1 by 2. So this is equal to sin of theta minus pi by 3 because sin theta cos x, sin x cos y minus cos x sin y, that is sin x minus y equal to sin of pi by 4. Sin x is equal to sin alpha. Sin x is equal to sin alpha. What is the general solution? Sin x is equal to sin alpha. General solution is sin x is equal to sin alpha. General solution is x is equal to n pi plus minus on the whole ratio into alpha. This is the general solution of this equation. So here instead of x, here we have theta minus pi by 3. So general solution is theta minus pi by 3 is equal to n pi plus minus on the whole ratio n into pi by 4. പക്ഷെ നമുക്ക് ആ മൈനസ് പൈ ബൈ 3 അവിടെ വേണ്ട, തീറ്റയുടെ വാല്യൂലേ വേണ്ടത്. So that can be transposed to the right side. So now theta is equal to n pi plus minus on the whole raised into pi by 4 plus pi by 3. So which option is the correct answer? The fourth option is the correct answer. Here n can take any integer value. N can be any integer value. Okay, any integer value can be taken. So the fourth option is the correct answer. Very very simple questions. നമ്മൾ ആ ജനറൽ ഇക്വേഷൻ, ജനറൽ സൊല്യൂഷൻസ് എപ്പോഴും ബൈ ഹാർട്ടഡ് ആയിരിക്കുക. അത് വെച്ചായിരിക്കും നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതൽ. ഓക്കെ, സോ ഇവിടെ നോക്കി, ക്വസ്റ്റ്യൻ നമ്പർ 14. ടാൻ ഓഫ് സീക്ക് ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 plus x square. ഇനി ഇതില്ലാത്ത ആ ടാൻ മാറ്റണം അല്ലേ? നമുക്കറിയാം, ഇതാ കൺസെപ്റ്റ്. ടാൻ ഔട്ട് സൈഡ് ഉണ്ടെങ്കിൽ ഇൻസൈഡ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് വരുന്നതെങ്കിൽ യു ക്യാൻ റൈറ്റ് ആസ് എക്സ്. ഓൺലി തിങ് ഈസ് that it should be in the range of domain of the tan function. അത്രയേ ഉള്ളൂ. ഡൊമൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആകണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. സോ ദിസ് ഈസ് ദ റൂൾ. പക്ഷേ ഔട്ട്സൈഡും ഇൻസൈഡും സെയിം ഫംഗ്ഷൻസ് ഇൻവേഴ്സ് ടു ഈച്ച് അതർ ആയിരിക്കണം വരേണ്ടത്, അത്ര മാത്രമേ ഉള്ളൂ. സോ ദ പ്രോബ്ലം ഈസ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ ഇസ് ടാൻ ആൻഡ് ഇൻസൈഡ് ഫംഗ്ഷൻ ഇസ് സീക്ക് ഇൻവേഴ്സ്. സോ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ടാൻ സീക്ക് ഇൻവേഴ്സ് ഉണ്ടല്ലോ, സീക്ക് ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 plus x square. ഇവിടെ എൻ്റർലി ഡിഫറെൻറ്റ് അപ്രോച്ചസ് ചെയ്യാം. Sec inverse of root of 1 plus x square is equal to alpha എന്ന് കൊടുക്കുകയാണ്. Suppose we can put it is equal to alpha. So now the given is equal to, given is equal to tan alpha. ഈ tan alpha ന്റെ വാല്യൂ എന്താന്ന് നോക്കിയാൽ മതി. So here sec inverse root of 1 plus x square is equal to alpha means sec alpha is equal to root of 1 plus x square. Is it right?
Sec inverse root of 1 plus x square is equal to alpha means sec alpha is equal to root of 1 plus x square. So sec alpha is root of 1 plus x square means here if the angle is alpha, sec means hypotenuse divided by adjacent side. That is, this should be root of 1 plus x square and this should be 1. And then root of 1 plus x square divided by 1 varatullu. So if this is root of 1 plus x square and this is 1, using Pythagoras theorem, the opposite side is square of this minus square of this. Square of this quantity is 1 plus x square minus 1. So, okay, this is root of 1 plus x square, 1 plus x square minus the base, that is 1, equal to x square. And square root of that quantity is here, that is x. Clear? This is easy. And we need the value of tan alpha. So, what is tan alpha? So, given is equal to tan alpha means opposite side divided by adjacent side, that is x divided by 1, that's equal to x. So our given quantity is reduces to x. So that is the second option is the correct answer. So this is the procedure to simplify such questions. Okay, right. Sin inverse x is equal to theta plus beta and sin inverse y is equal to theta minus beta and we need a value of 1 plus xy. Okay, right. So from the first equation, sin inverse x is equal to theta plus beta means x is equal to sin theta plus beta. And from the second, y is equal to sin of theta minus beta. We need the product xy. So xy is equal to sin of theta plus beta into sin of theta minus beta. This result you by heart ചെയ്തിട്ടുണ്ടായിരിക്കാം. ഞാൻ സപ്പോസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വെക്കാം. ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി you can write. Okay, sin square alpha minus sin square beta നിങ്ങൾക്ക് എഴുതാം. This is the simplest form. പക്ഷെ വേണ്ട, ഞാൻ പറയുന്നു നോക്കാം എന്താ ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കിനി എക്സ്പാൻഡ് ചെയ്യാവേ. sin theta cos beta plus cos theta sin beta into sin theta cos beta minus cos theta sin beta. So now this of the form a plus b into a minus b means a square minus b square, right? A square minus b square is this equal to, that's the value of xy, okay? Sin square theta into, sin square theta into cos square beta, cos square beta minus cos square theta into sin square beta. So a plus b into a minus b is a square minus b square. This is by heart easy steps avoid. So let us construct only sin square theta beta sin beta cos അല്ലെങ്കിൽ cos square sin എന്തുകൊണ്ടും ചെയ്യാം. ഞാൻ ഈ cos square കൂടി sin എടുത്തിരിക്കട്ടെ. That is sin square theta into 1 minus sin square beta minus 1 minus sin square theta into sin square beta. So this cos square is converted in terms of sin and this cos square is also converted in terms of sin. So this is the value of actually xy, right? This is equal to sin square theta minus sin square theta into sin square beta minus sin square beta minus of minus plus sin square theta into sin square beta. So these two get cancelled. Remaining is sin square theta minus sin square beta. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ബൈ ഹാർട്ട് എന്ന് വെച്ചാൽ ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾക്ക് ഒഴിവാക്കാം. Sin alpha plus beta into sin alpha minus beta is sin square alpha minus sin square beta. Here theta beta and sin square theta minus sin square beta. This is the value of x into y. Is it right? ഇത് നമുക്ക് വേണ്ടത് 1 plus xy. 1 plus xy is equal to 1 plus sin square theta minus sin square beta. ഇതാണ് ആക്ച്വലി വരുന്നത്. പക്ഷെ ആൻസറിനകത്തൊന്നും ഒന്നില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പോൾ എന്ത് ചെയ്യും? സോ ദാറ്റ് വൺ ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് ദിസ് വൺ. ദാറ്റ് ഇസ് 1 minus sin square beta. That is equal to sin square theta
plus 1 minus sin square beta. What is 1 minus sin square beta? That's equal to cos square beta. So sin square theta plus cos square beta is our answer. Sin square theta plus cos square beta is the answer, means second option is the correct answer. Right? Okay. ഇന്ന് ഇത്രയും ചെയ്യുന്നതിന് പകരം ഈ നമ്പർ ഓഫ് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഒരുപാട് സ്കിപ്പ് ചെയ്യാം. ഇത്തരം റിസൾട്ട് ബൈ ഹാർട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതറിയാമെങ്കിൽ സൈൻസ് ഇതാണ് ഞാൻ പറഞ്ഞ റിസൾട്ട്. sin a plus b into sin a minus b equal to sin square a minus sin square b. ഇത് ബൈ ഹാർട്ട് വെച്ചാൽ ഇവിടെ വെച്ച് നമുക്ക് തരാം. ഡയറക്ട്ലി ക്യാൻ റൈറ്റ് ആൻസർ. റൈറ്റ്? ഒരു സെക്കൻഡ് പോലും എടുക്കത്തില്ല ആൻസറിന് വേണ്ടിയിട്ട്. Now 16th question. Cot of cos inverse 7/25. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആക്ച്വലി അതിൻ്റെ അതുപോലെ സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സോ യു ടേക്ക് കോസ് ഇൻവേഴ്സ് 7/25 ഈസ് ഈക്വൽ ടു ആൽഫ. ഇതാണ് മെത്തേഡ് എപ്പോഴും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ആൽഫ ഈസ് ഈക്വൽ ടു 7/25. ഈസ് ഇറ്റ് റൈറ്റ്? സോ ഡ്രോ എ ട്രയാങ്കിൾ. ദിസ് ഈസ് ആൽഫ, ദിസ് ഈസ് 7 ആൻഡ് ദിസ് ഈസ് 25. So 25 then 7 and this will be clearly 24. Is right? Using Pythagoras theorem. This is 24. Clear? So cos alpha is equal to 7/25 means our given function is cot of cos inverse 7/25 is converted into cot alpha. What is cot alpha? Cot alpha is adjacent side divided by opposite side. That is 7 divided by 24. So this is the answer, but not in the choice. So none of this is the answer, right? Actually answer is 7/24. That's the answer, right? Okay, right. So the correct answer is 7 divided by 24. The value of sine inverse of sine 10. ഇത് കാൽക്കുലേറ്റിന് പല മെത്തേഡുണ്ട് കേട്ടോ. either you can 10 means 10 is in radians. ശ്രദ്ധിച്ചോണേ, not in degrees. 10 means ഡിഗ്രി ഇട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് എല്ലാ ക്വസ്റ്റ്യൻസിനകത്ത് ഡിഗ്രി ഇടാതെ കിടക്കുന്നുവെങ്കിൽ ദാറ്റ് ഷുഡ് റെപ്രസെന്റ് റേഡിയൻസ്. സോ ഹിയർ 10 means 10 radians. 10 radians അറിയാലോ ഡിഗ്രീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അത്രയും കൺവേർട്ട് ചെയ്ത് വേണം പിന്നെ ചെയ്യേണ്ടത്. പക്ഷെ അത് വേണ്ട, നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സിന്റെ ഗ്രാഫ്, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിന്റെ ഗ്രാഫ് ഫെമിലിയർ ആയിരിക്കണം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യം ടാക്കിൾ ചെയ്യാൻ പറ്റും. സോ നോക്കേ, ഇവിടെ നോക്കേ, ഞാൻ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സിന്റെ ഗ്രാഫ് എടുത്താൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സിന്റെ ഗ്രാഫ്, ഇതിന്റെ ഗ്രാഫിന്റെ പ്രത്യേകത. സോ ഹിയർ വി ഹാവ് പൈ ബൈ 2, പൈ, 3π by 2, then 2π, then here again pi by 2, here 3π, etc. ഇങ്ങനെ പോകും. then 4π. കുറച്ചുകൂടെ മാറ്റി വെക്കാം, അപ്പോൾ കുറച്ചുകൂടെ ഫെമിലിയർ ആവും. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കാനേ. നിങ്ങൾ പൈന്റെ ഡിവിഷൻസ് എടുത്താൽ മതി. പൈ, ഇവിടെ പൈ, then 2π, again പൈന്റെ ഡിവിഷൻ, പൈ ബൈ 2ന്റെ ഡിവിഷൻ, then 3π, again പൈ ബൈ 2 is here, then 4π. ഇതായിരിക്കും ഗ്രാഫിന്റെ പോകുന്നത്. Here we have pi by 2 and here we have minus pi by 2. So graph of sine inverse of sin x is like this. ഇത് ഇവിടെ pi by 2 ആണ്. Again here. This is the graph of sine inverse of sin x. This is the graph of sine inverse of sin x. ഇത് നോക്കി, ഇതിനകത്ത് ഇത് pi by 2 എന്ന പോയിന്റ്. This is pi by 2, this is pi by 2, right? Pi by 2 point. So slope of this line is 1. So the equation of this line is y is equal to x minus 0. Y is equal to x. And the equation of this line will be equal to y equal to, the slope will be minus 1. That is pi minus x. And here the equation is x is equal to, y is equal, not x is equal to, y is equal to x minus 2π. And here y is equal to 3π minus x. And here y is equal to x minus 4π. ഇങ്ങനെയായിരിക്കും ഗ്രാഫ് പോവുക. ഈ ഗ്രാഫ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ഈസിലി നമുക്ക് ഈ സൈൻ വേഴ്സ് ഓഫ് സൈൻ 10 സൈൻ വേഴ്സ് സൈൻ 15 എന്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും.
So what is the value of 10? 10 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എവിടെ വരും നോക്കണം. ഇവിടെ എല്ലാം പൈൻ്റെ ഡിവിഷൻസ് ആണ് കിടക്കുക. പൈയും പൈ ബൈ 2 ഡിവിഷൻസ് ആണ് കിടക്കുക. ഓക്കെ, 10 എന്ന് പറയുന്നത് 3π ലാർജറാണ്. 3π ലാർജറാണ് ബിക്കോസ് 3 into 3.4, 3 into 3.4 എടുത്താൽ this is 12, 4, 9.42 വരത്തുള്ളൂ. അപ്പോൾ 3π ലാർജർ മീൻസ് ഈ ഭാഗത്തായി കിടക്കുക. പക്ഷേ ഇവിടെ ഒരു പൈ ബൈ 2 ഡിവിഷൻ ഉണ്ട്. അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ലൈൻ മാറും നമുക്ക്. അപ്പോൾ ഈ പൈ ബൈ 2 ഡിവിഷൻ ഇപ്പുറത്താണോ അപ്പുറത്താണോ അറിയണം. പൈ ബൈ 2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ is 1.57. That is the approximate value of pi by 2. Pi by 2 is, ഇതാണ് procedure. Pi by 2 is 1.57. So when we add 1.57 here, that is greater than 10 ആയി പോകും. അപ്പോൾ ഈ ഡിവിഷൻ കഴിഞ്ഞു പോകത്തില്ല. So 10 is somewhere here. അവിടെ ആയിരിക്കും 10 വരിക. അങ്ങനെയാണെങ്കിൽ ഈ 10 ഇക്വലന്റ് ആയിട്ട് ഗ്രാഫ് ഇവിടെ ആയിരിക്കും വരിക. ഇവിടെ ആയിരിക്കും 10 ഇക്വലന്റ് ആയിട്ട് വരിക. റൈറ്റ്? So 10 is somewhere here. So on this line, ഇതായിരിക്കും ആ 10 കറസ്പോണ്ടിങ് ഇക്വേഷൻ വരിക. കാരണം ഇവിടെയുള്ള എക്സുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാ. ഇവിടം തൊട്ട് ഇവിടം വരെ മീൻസ് ഇത്രയും പോർഷൻ ദിസ് ഈസ് ദ ഗ്രാഫ്. സോ ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 10 ഈസ് y ഈസ് ഈക്വൽ ടു 3π മൈനസ് x ഈസ് ഈക്വൽ 10. ദാറ്റ് ഈസ് 3π മൈനസ് 10. ദിസ് ഈസ് ദ വാല്യൂ ഹിയർ. So here the answer is 3π minus 10. ഇത് ഇത്രയൊന്നും നോക്കണ്ട. നിങ്ങൾ കുറച്ച് ഫെമിലിയർ ആവശ്യമുള്ള ഭാഗം മാത്രമേ നിങ്ങൾ ഗ്രാഫിക്കൽ റെപ്രസെന്റ് നടത്തുള്ളൂ. ഞാൻ ഹോൾ ഗ്രാഫിൽ വരച്ചത് മാത്രമേ ഉള്ളൂ. റൈറ്റ്? ഇത് നിങ്ങൾ ഗ്രാഫ് ഫെമിലിയർ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര വാല്യൂ വന്നാൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? യു കൺവേർട്ട് ദിസ് 10 into ഡിഗ്രീസ്. ഡിഗ്രീസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഏത് വരുമെന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് മാറ്റുക. ഓക്കെ, 1 degree is equal to 1 radian is equal to how much degrees എന്ന് അറിയാം. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. This is very easy. This is very easy. Graphical approach is very easy, right? Okay, so the answer is 3π minus 10. The value of x which satisfies the equation tan inverse x is equal to sin inverse 3 by root 10. ഒരു സുഖമില്ല. tan inverse ഒന്ന് അപ്പുറത്തും tan inverse വരണം. എന്നല്ലേ കാര്യമുള്ളൂ. എന്നാലേ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. രണ്ടും ഇക്വേറ്റ് ചെയ്യാം. രണ്ട് സെയിം ഫംഗ്ഷൻസ് ആണ്. വി ക്യാൻ ഇക്വേറ്റ്. സോ അതുകൊണ്ട് ചെയ്യുന്ന ഓക്കെ ആ സൈൻ ഇൻവേഴ്സ് 3 by root 10 സപ്പോസ് വി ആർ ഗോയിങ് ടു കൺവേർട്ട് ഇൻ ടേംസ് ഓഫ് tan inverse. ഓക്കെ, സോ ഫോർ ദാറ്റ് ഐ ആം ഗോയിങ് ടു ടേക്ക് സൈൻ ഇൻവേഴ്സ് 3 by root 10 is equal to alpha. That is sin alpha is equal to 3 by root 10. So try a triangle. This is alpha. Sin means opposite side divided by hypotenuse. So this will be 1 because root 10 square is 10. Minus opposite square is 9. So difference is 1 and square root of 1 is 1. So what is tan? Tan alpha. Tan alpha is equal to 3 by 1. That is 3. Is it right? And what is alpha? Alpha is equal to sin inverse this quantity. Is it right? So alpha is equal to tan inverse 3. So instead of this one, you can write as tan inverse 3. So sin inverse of 3 by root 10 is same as tan inverse 3. So tan inverse x is equal to tan inverse 3. Now we have tan inverse x is equal to tan inverse 3. Is it right? Now we have tan inverse x is equal to tan inverse 3. Meaning x is equal to 3. It's very, very, very simple. Very, very, very simple. Okay, right? Right. So tan inverse x is equal to sin inverse 3 by root 10 means x is equal to 3. Clear? Right. ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കാം. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് എന്ന് പറയാൻ പറ്റില്ലേ. സീരീസ് ആ പ്ലസ് ഓ മൈനസ് എനിവേ നമുക്ക് സീരീസ് തൽക്കാലത്തേക്ക് വിളിക്കാം. ഒരു സീരീസ് ഓഫ് ഫംഗ്ഷൻസ് ആക്കണം. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. ആക്ച്വലി സീരീസ് അല്ല, സീരീസ് ആവും പ്ലസ് ഓ മൈനസോ ബിറ്റ്വീൻ വേണം. എന്നാൽ ഞാൻ ഇതിന് വേണ്ടി പറയാൻ വേണ്ടി സീരീസ് എന്ന് വിളിക്കുകയാണേ. ഒരു സീരീസ് ഓഫ് ഫംഗ്ഷൻസ് ആക്കാം. ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് വേണം. എപ്പോഴും നിങ്ങൾ വെച്ചാൽ ഇത്തരം കേസ് വരുമ്പോഴത്തേക്ക് യു ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം ദ ഇന്നർമോസ്റ്റ് ഫംഗ്ഷൻ. Innermost function start here. The innermost function is tan inverse x. So we can start with tan inverse x. So let us put tan inverse x is equal to alpha.
Now alpha is my favorite symbol. So we can take tan inverse x is equal to alpha, right? So now the given quantity is sine of cot inverse of cos of alpha. So now the given function reduces to this form. Sine of cot inverse of cos alpha. So tan inverse x is equal to alpha means tan alpha is equal to x. Is it right? So tan alpha is equal to x means this is x and this is 1 means this is 1 plus x square with a radical sign. Base square plus altitude square and the square root of that quantity. So ഓരോ സ്റ്റേജിലും ഈ ആൽഫനെ റെഡ്യൂസ് മാറ്റിക്കൊണ്ടിരിക്കണം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. So now we have changed cos alpha. What is cos alpha? Cos alpha is 1 by root of 1 plus x square. So now this reduces to sine of cot inverse of 1 by root of 1 plus x square. This is cos alpha. Because tan alpha is equal to x means cos alpha is equal to 1 by root of 1 plus x square. Now our function reduces to this form. Now we can put cot inverse 1 by root of 1 plus x square is equal to some beta. Now this reduces to sine beta. Clear? That reduces to sine beta. So here again you draw a triangle. This is beta. And here cot beta is equal to 1 by root of 1 plus x square. Am I right? Cot beta is equal to, in our case, cot beta is equal to 1 by root of 1 plus x square. Cot means adjacent side divided by opposite side. So this is 1 and this is root of 1 plus x square. And what is the hypotenuse? Square of this plus square of this and square root of the whole quantity. So 1 plus x square. This square means 1 plus x square. So that becomes 2 plus x square. So square root of that one is hypotenuse is 2 plus x square. And what is sine beta from here? Sine beta is opposite side divided by hypotenuse. So now this equal to root of 1 plus x square upon root of 2 plus x square. This is our reduced form. So here the answer is, which is the answer? So for the fourth option is the correct answer. 1 plus x square is same as x square plus 1 and 2 plus x square is same as x square plus 2. So the fourth option is the correct answer. Am I right? So the answer is the fourth option. So this is the answer. മെത്തേഡ് നോക്കണം. എപ്പോഴും ഇന്നർമോസ്റ്റ് ഫംഗ്ഷൻ തുടങ്ങുക, തീർന്നില്ല. ഓരോ സ്റ്റേജിലും ആൽഫയെ ബീറ്റ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനെ മാറ്റിയിട്ട് ഒറിജിനൽ ഫംഗ്ഷനിലെ ഒറിജിനൽ വേരിയബിളെ കൺവെർട്ട് ചെയ്യുക. എന്നിട്ട് വേണം ഓരോ സ്റ്റേജിലും മാറി മാറി നോക്കേണ്ടത്. ക്ലിയർ? റൈറ്റ്? Now next one is cos inverse x plus cos inverse y plus cos inverse z is equal to pi. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ സൈൻ ഇൻവേഴ്സിൽ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ടല്ലേ, സെയിം ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സിൽ ഉണ്ടായിരുന്നു. ഇവിടെ നോക്കി ഏതെങ്കിലും ഒരു ടേമിന് എടുത്ത് റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫോസ് ചെയ്യാൻ. ഓക്കെ, സോ കോസ് ഇൻവേഴ്സ് എക്സ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഇസഡ്. Again, by the property of inverse trigonometric functions, pi minus cos inverse z is cos inverse minus z. So this equal to cos inverse minus z. So by the property of inverse trigonometric function, pi minus cos inverse z is cos inverse minus z. So that is cos inverse x plus cos inverse y equal to cos inverse minus z. നിങ്ങൾ ചിലപ്പോൾ ഈ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. യു ക്യാൻ അപ്ലൈ ഡയറക്ട്ലി, നോ പ്രോബ്ലം. യു ക്യാൻ അപ്ലൈ ഡയറക്ട്ലി. കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈയും സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈയിലും ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ. എനിക്ക് ബൈ ഹാർട്ട് ആയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റുക. ഫോർ ദാറ്റ് ഐ എം ഗോയിങ് ടു പുട്ട് ദിസ് ഈക്വൽ ടു ആൽഫ. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു ആൽഫ ആൻഡ് കോസ് ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു ബീറ്റ. റൈറ്റ്? So now this reduces to alpha plus beta and this equal to cos inverse minus z. Right? Now here we have cos inverse. We can operate cos on both sides. That is cos of alpha plus beta. Cos of alpha plus beta is equal to minus z. നിങ്ങൾ റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ളവർ അങ്ങനെ ചെയ്തോളൂ. ഓക്കെ, അതിനൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇനി മെത്തേഡ് ഇപ്പോൾ എല്ലാവരും ബൈ ഹാർട്ടഡ് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ജനറൽ പ്രൊസീജിയർ തന്നെ പോകുന്നത്. ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി യു ക്യാൻ അപ്ലൈ ഹിയർ. റൈറ്റ്? ഇത് ഓക്കെ.
So now this is equal to cos alpha cos beta minus sin alpha sin beta equal to minus z. നിങ്ങൾ അതേ റിസൾട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്ന അതേ റിസൾട്ട് വരാൻ പോവാ. What is cos alpha? Cos alpha is equal to x. And what is cos beta? That is equal to y minus. So cos alpha is equal to x means sin alpha is equal to root of 1 minus x square. Cos beta is equal to y means sin beta is root of 1 minus y square equal to minus z. By heart ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾ ഇവിടെ ആയിരിക്കും എത്തുക. If you have by heart at the result, you will arrive at this stage. ഒരു 2 സ്റ്റേജിലൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നു. കാര്യം എല്ലാ കുട്ടികളും എപ്പോഴും എല്ലാം ബൈ ഹാർട്ട് ആയിരിക്കണമെന്നില്ല. നമുക്ക് അവിടെ വെച്ച് എക്സാമിനേഷൻ ഹാളിൽ വെച്ച് സംശയം വരാം. അതുകൊണ്ട് ഞാൻ ആ മെത്തേഡിൽ ചെയ്യാതെ ശരിക്കും ആക്ച്വൽ പ്രൊസീജിയറിലേക്ക് മാറി ചെയ്തിരിക്കുകയാണ്. റൈറ്റ്. സോ എക്സ് വൈ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഇക്വൽ ടു മൈനസ് ഇസഡ് ഈസ് റൈറ്റ്. ഓക്കെ, ഇനി നോക്കേ നമ്മുടെ ആൻസറിനകത്ത് റാഡിക്കൽ സൈൻ ഇല്ല, അതുമല്ല സ്ക്വയർ ഒക്കെ കിടക്കുക. അപ്പോൾ ഒരു കാര്യം ഞാൻ സ്ക്വയർ ചെയ്യാവേ. ആ സ്ക്വയർ ചെയ്യാനായിട്ട് ചെയ്യുന്നതേ ഇങ്ങനെ വെച്ചുകൊണ്ട് സ്ക്വയർ ചെയ്യരുത്. ഇങ്ങനെ വെച്ച് സ്ക്വയർ ചെയ്താൽ പ്രശ്നമാണ്. അതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഈ റൂട്ട് വന്ന ടേമിന് റൈറ്റ് സൈഡിൽ ട്രാൻസ്പോസ് ചെയ്യാം, മൈനസിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു root of 1 minus x square into root of 1 minus y square. Now squaring xy plus z the whole square equal to 1 minus x square into 1 minus y square. Is it right? 1 minus x square into 1 minus y square. So here x square y square plus 2xyz plus z square equal to 1 minus y square minus x square plus x square y square. So again this get cancelled, this one. So transpose all the terms to this side except that one, because on the right hand side we have 1. So now the answer is x square plus y square plus z square plus 2xyz is equal to 1. So which is the correct answer? X square plus y. That's the fourth option is the correct answer. In the third option there is no 2. And first and second can be eliminated because 0 is there. So the fourth option is the correct answer, right? So this is the procedure. Now section B. That's a numerical value questions, right? So based on set theory. In a town there are 10,000 families. It was found that 40% family buy newspaper A, 20% B, 10% buy C, 5% buy A and B, etc. ഇവിടെ എല്ലാം നിങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് വെൻ ഡയഗ്രാം. ജോൺ വെൻ ഈസ് ഫോംഡ് ദ വെൻ ഡയഗ്രാം പ്രൊസീജിയർ അല്ലേ. ജോൺ വെന്നാണ് നമ്മൾ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക ഇത്തരം ക്വസ്റ്റ്യൻസിലെല്ലാം. അപ്പോൾ വെന്ന് നമ്മൾ എപ്പോഴും റിമെമ്പർ ചെയ്യുക, എന്നിട്ട് വെൻ ഡയഗ്രത്തിലേക്ക് പോകുക. ദാറ്റ് വിൽ ബി ഈസി. ഓക്കെ, സോ വി ക്യാൻ കൺസ്ട്രക്ട് എ വെൻ ഡയഗ്രാം. ജോൺ വെൻ വന്നതിന് ശേഷമാണ് ഈ സെറ്റ് തിയറിക്ക് ഇത്രയും ഡെവലപ്മെൻറ്റ്സ് വരുന്നതും ശരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻസ് അതിലേക്ക് പോകുന്നതെല്ലാം ശരിക്കും വെന്നാണ് അതിനകത്തെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ അപ്ലൈ വെൻ ഡയഗ്രാം ഹിയർ. ഓക്കെ, സോ ദർ ആർ 3 sets A, B and C. ഓക്കെ, സോ A, B and C is there. Okay, C is there. So A, B and C. ഈ വെൻ ഡയഗ്രാം ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുന്നു. ഓക്കെ, ഇന്നർ മോസ്റ്റ് വേണം ആദ്യമേ നമ്മൾ എടുക്കേണ്ടത്. വാട്ട്സ് ഇന്നർ മോസ്റ്റ്? എല്ലാം കൂടി വായിക്കുന്ന എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? If 2% family buy all the 3 newspapers, 2% families read all the newspapers എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? Okay, by all the 3. So you can start from the innermost, that is 3 here. Sorry, 2. Percentage 2 എടുക്കാം. ഫൈനലി നമുക്ക് പിന്നെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം പെർസെന്റ് എടുത്ത് ചെയ്യാൻ നിൽക്കണ്ട. 2 കാരണം വലിയ നമ്പേഴ്സ് ആയിക്കോട്ടെ. ദെൻ ഇനി രണ്ടെണ്ണം വീതമുള്ള എടുക്കണേ. നമുക്കെടുക്കാം. 10% families buy newspapers C and 5% families buy A and B. A and B 5%. So A and B is here 5%. By A only ആണ് നമുക്ക് വേണ്ടല്ലേ. A only വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതുകൊണ്ട് A only അല്ലേ വേണ്ടി. ഇനി A and C എത്രയാണെന്ന് നോക്കിയാണ്. What is A and C? A and C is 4%. So sorry, some mistake is done here. So one mistake. Then 5% families buy A and B means already 2% is there. So 3 is here, right?
only 3% is there. But already, but okay, A and B are 5% deliver. Already 2% when only 3 there. Okay. In here, okay, now only A are chodium. Families which buy only A. Upon the E portion of Kavisha, Uncle portion. Now here can the A and C. Okay. What is A and C? 11 A and C. 4% by A and C means already 2 is there, so here 2. Already 2. In what is A? 40% families buy newspaper A. 40% is old, 40% is there. Already 5, then 7 is there. So here 33. Madi, Bara endine povunu? Endine calculation povunu? Namukku 33% A matram read cheyunu. So 33% read A only or by A only. Anyway, what read or by, what may be. 33% families are A matram vaangikkunnavar. Adu ethrayanu nokkande. Adinte number levendadu namukku percentage aayitullu. So total persons is 10,000. So number of persons and number of families venongil 33 upon 100 into 10,000. So here get cancelled, that is 33, then 2 zeros. 3,300. That's the first choice is the correct answer. Very easily you can find. അതല്ലാതെ ഈ വലിയ കാൽക്കുലേഷൻസ് ഒരിക്കലും ആവശ്യമുള്ള ഭാഗം മാത്രം എടുക്കാം. നമുക്ക് ടൈം ഒരു മെയിൻ കൺസ്ട്രെയിൻ്റാണ്. അപ്പോൾ ടൈം എത്രത്തോളം ലാഭിക്കാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തോളാം. ഓക്കെ, റൈറ്റ്. സോ ദ ആൻസർ ഈസ് ഓൺലി 3,300 families buy newspaper A only. Okay, in a city 20% of the population travel by car, 50% travel by bus and 10% travel by both car and bus. Then the percentage of person traveling by car or bus. Or means union. Here also we can depend our John Venn. Okay, right? We can depend on John Venn means Venn diagram. This is bus and this is car. How many travel both? 10% travel by both means 10 is here. എപ്പോഴും intersection വേണം ആദ്യം എടുക്കേണ്ടത്. അവിടെ ആദ്യം തുടങ്ങാം. Okay. ഇനി 50% travel by bus. So only 40 here because already 10% is here. And 10% travel by both. Sorry, 20% population by so here 10. 50% travel by bus means 40, then 10, then 10. This is the process. Okay. Now, what is the union? Or means union. Car or bus. Car or bus means B union C. B union C is equal to 40 plus 10 plus 10. One addition rule venda, onnume namukku venda. We can depend on John Venn. Okay, right? That is equal to 60%. എപ്പോഴും വെൻ ഡയഗ്രാം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി ഈസി. അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസിയായി നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ലെവലിൽ ചില ക്വസ്റ്റ്യൻസ് പ്രശ്നം ഉണ്ടാവും. അത് മാത്രം നമുക്ക് മാറ്റി എഴുതാം. വെൻ ഡയഗ്രാം പോസിബിൾ അല്ലെങ്കിൽ നമുക്ക് വേറെ മാർഗത്തിലേക്ക് പോകാം. ഓക്കെ, റൈറ്റ്. സോ സെയിം 55 students, the number of in a class 55 students, number of students studying different subjects, mathematics, physics and chemistry, etc. So here also maths, then physics, then chemistry. Okay, right. നോക്കാം വെൻ ഡയഗ്രാം പോസിബിൾ ആണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കളഞ്ഞേക്കാം. റൈറ്റ്. ഓക്കെ, സ്പീക്കർ വേറെ വരയ്ക്കാം. ഓക്കെ, റൈറ്റ്. Maths, physics, then chemistry. Okay, right. ഈ കോളൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അത് നമ്മുടെ സൗകര്യമായിട്ട് നമ്മൾ ഇടുകയും ഇടാതിരിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഇവിടെ ഇട്ട് പോയെന്നേ ഉള്ളൂ. ഇനി നോക്കേ, എപ്പോഴും നിങ്ങൾ നോക്കേണ്ടതാ ഓൾ ദ 3 സബ്ജക്ട്സ് ഉണ്ടോ നോക്കുക. യെസ്, ഓൾ ദി 3 സബ്ജക്ട്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. Then 4 in all the 3 subjects means the intersection of all the 3 is 4. So here 4. എന്താ ചോദ്യം? എക്സാക്ട്ലി 1 സബ്ജക്റ്റ് മാത്രം മീൻസ് ഒന്നിൽ ഇവിടെ മാത്രം അല്ലെങ്കിൽ ഇവിടെ മാത്രം അല്ലെങ്കിൽ ഇവിടെ മാത്രം. ഇതാണ് നമുക്ക് വേണ്ടത്. എക്സാക്ട്ലി 1 സബ്ജക്റ്റ്. ഇത് വലിയ തിയറി കാൽക്കുലേഷൻ പോകരുത്. നെവർ ഗോ ടു ദ തിയറി കാൽക്കുലേഷൻ. ദാറ്റ് വിൽ ബി ഒന്ന് കൺഫ്യൂസിംഗ് ആണ്. ആവശ്യമില്ലാതെ നമ്മൾ കൺഫ്യൂഷനിലേക്ക് ഒരിക്കലും പോകരുത്.
പിന്നെ നമ്പർ ഓഫ് സ്റ്റെപ്സ് കൂടും. നമുക്ക് അതിലേക്ക് പോകണ്ട. വെരി ഈസിലി യു ക്യാൻ ഡ്രോ വെൻ ഡയഗ്രാം ആൻഡ് കാൽക്കുലേറ്റ് ദ വാല്യൂസ്. സോ അഗെയിൻ ഓക്കെ, ഇനി ഇന്റർസെക്ഷൻസ് എടുക്കണേ. മാത്സ് ആൻഡ് ഫിസിക്സ്. Maths and physics is 12. Okay, 12. Maths and physics 12 means here 8. Already 4 is there. Then 9 in maths and chemistry. Maths and chemistry is here 9. So here it is 5. Right? Then 7 in physics and chemistry 7. So here it is 3. Already 4 is there. So 7. And വളരെ ഈസി ആയി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. ഇനി വേണ്ടതേ മാത്സ് എല്ലാം എടുക്കാം. So how many students have taken maths? 23 students have taken. 23 have taken maths. So maths 23 ഉണ്ട്. Already എത്രയാണ് നോക്കിയാണ്? 12 and 17 is here. Okay, 12, 17. So 17 you can subtract and the remaining is 6. Is right? 6 students are here. Is there any mistake? No. Right. Then physics alone. How many students opted physics? 24 students opted physics. So physics total 24. So already 7, then 8, 15. So you can subtract 15. That's equal to 9, I think. Yes, 9 here. Is it right? Then chemistry in total, how many opted chemistry? That's 19 opted chemistry. So chemistry total 19. So already 7, then 12. Is it right? So here it is 7. Right? Okay. Now what's the total number of students opted one of the either maths or physics or chemistry? Who have taken exactly one of the subjects is 6 plus 9 plus 7. So 6 plus 9, 15, 15 plus 7, that is 22 students are there. So this is very easy and the second option is the correct answer. Okay, where the three portion exactly one subject means either here or here or here. Where intersection take their sum. That will be 22. So 22 students opted exactly one subject. Clear? Okay, right. Again trigonometric equations. The number of values of theta in 0 to 2 pi satisfying the equation sin square theta minus 4 plus 3 cos theta. Again the same problem here. Sin square theta, you have to convert that in terms of cos. Otherwise we can't solve because the first degree term is cos. So I convert sin square in terms of cos. That is 2 into. Okay, right. 2 into 1 minus cos square theta. We have convert sin square in terms of cos because the first degree term in terms of cos equal to 4 plus 3 cos theta. Right? 2 minus 2 cos square theta equal to 4 plus 3 cos theta. Okay, right? So take the other side because we have to make this to positive. That is 2 cos square theta plus 3 cos theta plus 2 equal to 0 because 4 minus 2 becomes 2. So there is a quadratic equation. You would have pressure, okay? There is a possibility of non-existence of root of this equation. So let us take the discriminant. What happens to the discriminant? Discriminant d is equal to b square minus 4 into a into c. Kind of factorization is not easy. That's only a matter. Okay. So b square minus 4ac means b square is 9 minus 4 into a into c. That is clearly negative. Negative means no real root. No real root. No real root means cos theta real values illa meaning. Cos theta real values illa meaning the equation has no solution. The factorization noka. Factorization is not possible. Kind of factorization is easy. Quadratic formula use quadratic formula is discriminant. Discriminant becomes negative means the equation has no solution because 9 minus 16, that's negative. Negative means no real roots means the equation has only imaginary values. Imaginary values are root side. So this equation has no real root means no solution for this equation. Means number of solutions is 0. Number of values such number of values is no values. There means the answer is 0. So the first option is the correct answer, right? Okay.
ടാൻ തീറ്റ പ്ലസ് സീക്കൻ തീറ്റ ഈസ് ഈക്വൽ റൂട്ട് 3. ഞാൻ നേരത്തെ പറഞ്ഞു ടാൻ തീറ്റയും സീക്കൻ തീറ്റയൊക്കെ വരുമ്പോൾ സൈനിലും കോസിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞല്ലേ. പക്ഷേ ഇവിടെ വലിയ പ്രശ്നമില്ല, കാരണം ടാൻ തീറ്റയും സീക്കൻ തീറ്റയും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക. സോ ഈസ് അനദർ മെത്തേഡ് ഈസ് ദർ. അല്ല നിങ്ങൾ ചെയ്യാൻ കേട്ടോ, സൈനിലും കോസിലേക്ക് മാറ്റാൻ ചെയ്യാം. പക്ഷെ അത് ഇത്ര ലെങ്തി ആയി ഇപ്പോൾ. അതിനേക്കാളും കുറച്ചുകൂടെ മെത്തേഡ് നോക്കേ. നമ്മളെപ്പോഴും ഈസിയസ്റ്റ് പ്രൊസീജിയർ, ഡിഫറെൻറ്റ് അപ്രോച്ചസ് നമ്മൾ പഠിച്ചു വെക്കുക. ഏതാണോ ഈസി അതങ്ങോട്ട് എടുക്കുക. അതായിരിക്കും എപ്പോഴും ചെയ്യേണ്ട, ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. അല്ലാതെ ഒരു സ്റ്റേജ് ഒരു മെത്തേഡ് പഠിച്ചു വെച്ചാൽ അതിൽ മാത്രമേ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുള്ളതല്ല. യു ക്യാൻ അപ്ലൈ എനി മെത്തേഡ്. അത് നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യനാണ്. ഇവിടെ നോക്കേ, തന്നിരിക്കുന്നത് ടാൻ തീറ്റ പ്ലസ് സീക്കൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് 3. നിങ്ങൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ തന്നെ യൂസ് ചെയ്യുന്ന ഇതുപോലെ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ. ടാൻ തീറ്റ സീക്കൻ തീറ്റ കോട്ട് തീറ്റ കൊസീക്കൻ തീറ്റ പ്ലസ് ഓർ മൈനസ് വരുന്ന കേസിലെല്ലാം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ ഇതാ. സോ ദിസ് ഇസ് ദ ഗിവൺ കണ്ടീഷൻ. ഓക്കെ, നൗ വി ഹാവ് ദ റിലേഷൻ secant square theta minus tan square theta is equal to 1. We have this condition. This is the trigonometric identity. Secant square theta minus tan square theta is equal to 1 is the trigonometric identity. Okay, right? So here this can be factorized into secant theta minus tan theta into secant theta plus tan theta into secant theta minus tan theta. A square minus b square is equal to a plus b into a minus b. A square minus b square is a plus b into a minus b. That is applied here. And here this is given as root 3. So this is root 3. Root 3 into secant theta minus tan theta, not sin square theta, sorry, tan theta. Secant theta minus tan theta is equal to 1. So what is secant theta minus tan theta? That is secant theta minus tan theta. So here secant theta minus tan theta is equal to 1 by root 3, and by the given condition is tan theta plus secant, that is secant theta plus tan theta, that is equal to root 3. This is the given. Okay, this is the given equation. This is the transformed equation. നമ്മൾ ഐഡന്റിറ്റി ട്രാൻസ്ഫോം ചെയ്ത equation of first one. So we can calculate the value of tan theta. ഒന്ന് സബ്ട്രാക്ട് ചെയ്താലോ, ഫസ്റ്റ് സെക്കൻഡ് സബ്ട്രാക്ട് ചെയ്താലോ. ഞാൻ സബ്ട്രാക്ട് ചെയ്യാൻ പോണേ. ഫസ്റ്റ് ഇക്വേഷൻ ചെയ്തെടുക്കുന്നു secant theta, because we need the value of tan theta. Tan theta സൊല്യൂഷൻ ഇതാണ് നമുക്ക് സൗകര്യം. secant theta എടുത്താൽ പിന്നെ കോസിലേക്ക് കൺവേർട്ട് ചെയ്യണം. രണ്ട് ചെയ്യാം, കോസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനേക്കാൾ നല്ലത് ടാനിലേക്ക് എടുക്കാവേ. secant theta plus tan theta equal to root 3 and secant theta minus tan theta equal to 1 by root 3. ഇത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് ഉണ്ടാക്കിയ ഇക്വേഷനാണ്. സോ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് secant theta ഗെറ്റ് ക്യാൻസൽ ആൻഡ് tan theta ഏത് വിധത്തിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് secant theta കാൽക്കുലേറ്റ് ചെയ്യാം, tan theta കാൽക്കുലേറ്റ് ചെയ്യാം, എനിത്തിങ് യു ക്യാൻ ഡു. ഞാൻ tan theta എടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളായിട്ട് secant theta എപ്പോഴും ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് secant theta or tan theta, എനിത്തിങ് യു ക്യാൻ കാൽക്കുലേറ്റ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 tan theta root 3 minus 1 by root 3. So on the simplify that 3 minus 1 divided by root 3, that is 2 by root 3. Is it right? That is tan theta is equal to 1 by root 3. Tan theta in the value positive. Question, okay, how many solutions are there for this equation lying in interval 0 to 2 pi? 0 to 2 pi kedakku how many solutions are there? Meaning we need to find the principal solution of the equation. Principal solution means a solution lying within 0 to 2 pi. That's the principal solution. Okay, you don't worry about the principal solution or not. avada aage cheynathe ullu tan theta positive aganam. 0 to 2 pi means ഇത്രയും പോർഷൻ നമുക്കുള്ളത്. ഇത് tan positive ആണ്. only two possibilities, either in the first quadrant or in the third quadrant. We don't want the value, exact value. And how many values are there? Two values, either in the first quadrant or in the second quadrant. So number of solutions is 2. So this is the answer. Only രണ്ട് quadrants ആണ്. അത് സൈൻ ആയിക്കോട്ടെ. അവിടെ ഞാൻ പറഞ്ഞു സീക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നോ ഡിഫറൻസ്. സീക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഇത് തന്നെ സംഭവിക്കും. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ് ആണ് ആകെ രണ്ട് ക്വാഡ്രൻസിൽ സംഭവിക്കത്തുള്ളൂ എപ്പോഴും. സോ ദർ ആർ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഈസ് ഓൺലി 2 സൊല്യൂഷൻസ് ആർ ദർ. സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് ഓപ്ഷൻ. ക്ലിയർ? റൈറ്റ്. Here tan theta is positive. Positive means either here or here.
So number of solutions is 2. Now, exactly is a similar question. The number of values of x in the interval 0 to 5 pi satisfying the equation 3 sine square x minus 7 sin x plus 2 equal to 0. So, okay, 3 sine square x minus 7 sin x plus 2 equal to 0. Okay, right? This equation factorization procedure അല്ലെങ്കിൽ quadrant form യൂസ് ചെയ്തിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ആ പ്രോബ്ലം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലേ നമുക്ക് പറ്റില്ലെങ്കിൽ പിന്നെ quadrant ഫോമിൽ എടുക്കാം 3 sin square x minus 6 sin x 6 sin x minus sin x plus 2 equal to 0. ഈ 7 minus 7 sin x നെ രണ്ടായിട്ട് അങ്ങ് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി സ്പ്ലിറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്യണം യു ക്യാൻ അപ്ലൈ ക്വാഡ്രാറ്റിക് ഫോർമുല നിങ്ങളുടെ സൗകര്യാർത്ഥം എങ്ങനെ വേണം ചെയ്തോളൂ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യുകയോ അതല്ല ഫാക്ടറൈസേഷൻ പ്രൊസീജിയർ ചെയ്യുകയോ യു ക്യാൻ അപ്ലൈ യുവർ ഓൺ മെത്തേഡ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നും ഇല്ല കേട്ടോ ഏതാണ് ഈസി അതനുസരിച്ച് ചെയ്യുക സോ ഹിയർ യു ക്യാൻ ടേക്ക് 3 sin x ആസ് കോമൺ ഫാക്ടർ 3 sin x into sin x minus 2. Here also you can take minus sin x minus 2. Factorization is simple. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അത്ര ഫെമിലിയർ അല്ലെങ്കിൽ you can apply quadratic formula, no problem. So sin x minus 2 can be taken as common factor into 3 sin x minus 1 equal to 0. That is sin x is equal to 2 or sin x is equal to 1 by 3. ഇവിടെ കണ്ടോ ഈ സംഗതി നമുക്ക് അപ്പോഴേ ഡിസ്കാർഡ് ചെയ്യാം because the value of sin x cannot be greater than 1 or less than minus 1. Greater than or less than minus 1. So this is not possible. For no value of x, sin x can be equal to 2. So discard that possibility and take only this part. Sin x is equal to 1 by 3. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ sin x പോസിറ്റീവ് എക്സാക്ട് വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു കാരണവശാലും നിൽക്കരുത് പറ്റില്ല അത് ആവശ്യമില്ലാത്ത പണിയായി പോകും sin x ന്റെ വാല്യൂ പോസിറ്റീവ് എന്ന് മാത്രം എടുക്കുക sin x is 1 by 3 means sin x is positive. Sin is positive ആവുന്നത് here and here. First quadrant and second quadrant. 0 to 5 pi ആണ് 0 to 5 pi ആവുമ്പോൾ സംഭവിക്കുന്നു ഓക്കെ 0 to 2 pi ഒരു സൈക്കിളായി അവിടെ രണ്ട് സൊല്യൂഷൻസ് അപ്പോൾ 0 to 2 pi number of solutions is 2. ഇനി 2 pi to 4 pi another rotation 2 pi to 4 pi again 2 solutions because ഈ രണ്ട് quadrants again നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞു ഇനി 5 pi അല്ലേ ഉള്ളൂ ഇപ്പോൾ 4 pi ആയി ഇനി ഒരു പൈ കൂടെ പോകണം so this is 5 pi so 4 pi to 5 pi 4 pi to 5 pi again 2 solutions because 4 pi to 5 pi first quadrant second quadrant cover ചെയ്ത് കഴിഞ്ഞു so again 2 more solutions so totally how many solutions 6 solutions are there right 6 solutions are there because 0 to 2 pi 2 solutions because first and second quadrants covered there then 2 pi to 4 pi again second and first quadrants are covered then 4 pi to 5 pi again first and second quadrants are already covered meaning there are 6 solutions the answer is second option very easily you can identify okay അല്ലാതെ ഇതിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനോ അതിന് ജനറൽ സൊല്യൂഷൻ എഴുതാനോ അതിന്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എഴുതാനോ അതിനൊന്നും മെനക്കെടരുത് ഏറ്റവും ഈസി പ്രൊസീജിയറിലേക്ക് പോവുക റൈറ്റ് then 27th sin of tan inverse ഇത് പല പ്രാവശ്യം നമ്മൾ വന്നല്ലേ tan inverse of 3 by 4 is equal to alpha now sin square alpha is the given quantity sin square alpha is equal to a by b. We need the value of sin square alpha. ഇതാണ് വേണ്ടത് ഓക്കെ sin square alpha ന്റെ വാല്യൂ വേണം we have the value of tan inverse of 3 by 4 is equal to alpha means tan alpha is equal to 3 by 4. Draw a triangle. This is 3, this is 4, this is 5 using Pythagoras theorem. What is sin alpha? Sin alpha is equal to 3 by 5 and sin square alpha is equal to 9 by 25. This is equal to a by b. So a is equal to 9, b is equal to 25. What is a plus b? A plus b is equal to 34.
Am I right? A plus b is equal to 34 because 25 plus 9 is 34. A plus b is equal to 25 plus 9 equal to 34. Directly you can write the answer. ഇത്ര പോലും ചെയ്യേണ്ട കാര്യമില്ല, വളരെ ഈസി ആയിട്ട് you can write the answer, right? Okay, very good. Now 28th question. 28th question. Okay. Now cos inverse of കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ, ഒരു വലിയ ക്വസ്റ്റൻ ആയി തോന്നുന്നു. But the simple thing. Okay, ഈ ഫംഗ്ഷൻ അകത്ത് രണ്ടിനകത്തും കിടക്കുന്ന tan inverse 4/3 അല്ലേ. So we can make a substitution. Tan inverse 4/3 is equal to alpha. നമ്മൾ just previous ചെയ്ത question, right? So tan inverse 4/3 is equal to alpha means tan alpha is equal to 4/3, meaning this is 5. Exactly previous question form. ഒരു വ്യത്യാസമില്ല, കാണുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് കാണുന്നു. So if tan inverse 4/3 is equal to alpha, our function reduces to cos inverse of 3/10 cos alpha plus 2/5 sin alpha. Is it right? 3/10 cos alpha plus 2/5 sin alpha. So that is equal to cos inverse of 3/10 into, what is cos alpha? Cos alpha is 3/5 plus 2/5 into sin alpha is 4/5 from the figure, from the right angle triangle. Is it right? So is equal to cos inverse of 9/50 plus 8/25. Very easy. That is cos inverse of 9 plus 16 divided by 50. That is 25 divided by 50. Is right? Cos inverse of 25 divided by 50 means cos inverse of 1/2, meaning pi/3. Cos inverse 1/2 is pi/3. So the answer is pi/3. കണ്ട ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ വലുതായിട്ട് തോന്നിയെങ്കിലും അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് ഈസ് വെരി വെരി ഈസി. Is it right? Okay. 29th. The number of elements in the solution set of the equation. എത്ര സൊല്യൂഷൻസ് എന്ന് ആലോചിക്കുന്നല്ലേ. ഇതൊരു സുഖമില്ലായ്മ, ഞാൻ പറഞ്ഞില്ലേ. ഈ സൈൻ വേഴ്സും ടാൻ വേഴ്സും വരുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ആ ടാൻ വേഴ്സിനെ അങ്ങ് മാറ്റാം. ഓക്കെ, സോ സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു 2 tan inverse x, and we have the identity 2 tan inverse x can be written as 2 tan inverse x in വന്നിരിക്കുന്ന ഫോം നോക്കണേ. 2 tan inverse x is equal to, either you can convert in terms of sine, that is sine inverse of 2x divided by 1 plus x square. This is one of the forms. Or you can convert in terms of cos inverse of 1 minus x square divided by 1 plus x square. Or you can convert in terms of tan inverse of 2x divided by 1 minus x square. These are the three forms of 2 tan inverse x. 2 tan inverse x can be converted one of these forms. നമുക്ക് ആവശ്യമനുസരിച്ച് ഏത് ഫോം വേണമെങ്കിലും എടുക്കാം, depending on the question. So, okay, here the left hand side is sin inverse x, so we can choose this as the transformation. So now our question reduces to sin inverse of x is equal to sin inverse of 2x divided by 1 plus x square. Clear? So operating sign on both sides. This sin inverse has gone, this sin inverse also has gone. അപ്പോൾ sin inverse ഇല്ല. ശരിക്കും sin inverse is cancellation അല്ല കേട്ടോ, സൈൻ ഓപ്പറേറ്റ് ചെയ്യാൻ രണ്ട് സൈഡിലും. ശരി, നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു, സൈൻ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ x is equal to 2x divided by 1 plus x square. Right? So here you can cancel on x. പക്ഷേ ശ്രദ്ധിച്ചു വേണം, ഈ cancellation ഒരു പ്രശ്നമാണ്. Cancellation നടത്താം provided that quantity is not equal to 0. So one of the values can be taken as x is equal to 0. Because x is equal to 0, both sides will equal. So x is equal to 0, one of the solutions. So if x is not equal to 0, you can cancel that. So 1 is equal to 2 divided by 1 plus x square. So cross multiply. 1 plus x square is equal to 2, or x square is equal to 1, means x is equal to plus or minus 1. So how many values? Here x is equal to 0, one of the values, and here x is equal to plus or minus 1. In total there are 3 values. നിങ്ങൾ ഈ x നെ cancel ചെയ്താൽ
ആൻസർ ഉണ്ടാവില്ല. പക്ഷേ ചോയ്സിനകത്ത് 2 ഇല്ല, അതുകൊണ്ട് രക്ഷപ്പെടാം. റൈറ്റ്, നെവർ ക്യാൻസൽ. അതിനെ 0 ആയിട്ട് ചൂസ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, കാരണം 0 അല്ലെങ്കിൽ യു ക്യാൻ ക്യാൻസൽ. അപ്പോൾ 1 ഓഫ് ദി വാല്യൂസ് ഇസ് ടേക്കൺ. കാര്യം ആക്ച്വലി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ കോമൺ ഫാക്ടർ എടുത്തിട്ട് ചെയ്തേക്കണം. അതാണ് ആക്ച്വലി പ്രോസസ്. റൈറ്റ്, സോ ദ ആൻസർ ഈസ് 3. Now the last and final question. It is very easy question, okay? Right? So sin inverse x plus sin inverse y. Now transpose that term to the right hand side. That is pi by 2 minus sin inverse z. നമുക്കറിയാം pi by 2 minus sin inverse x is cos inverse x. Correct? So pi by 2 minus sin inverse z is cos inverse z. So okay, that is sin inverse x plus sin inverse y equal to cos inverse z. Because pi by 2 minus sin inverse x is cos inverse x. Pi by 2 minus sin inverse z is cos inverse z. ഇനി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ ദാറ്റ് റിസൾട്ട്. ബൈ ഹാർട്ട് ചെയ്തിട്ടില്ലാത്ത കേസിലാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. ഇതിന് ആൽഫ ആയിട്ട് എടുത്തു. സോ ആൽഫ, ദിസ് ഇസ് ബീറ്റ. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ആൽഫ ആൻഡ് സൈൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു ബീറ്റ. And sin alpha is equal to x and sin beta is equal to y. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. കാരണം റിസൾട്ട് ബൈ ഹാർട്ട് ആണ് നിർബന്ധമില്ല ഇത്തരം കേസുകൾ. വളരെ ഈസി ആയിട്ട് ചെയ്തു പോവാം. നിങ്ങൾക്ക് ഐഡൻറ്റി അറിയാമെങ്കിൽ ഡയറക്ട്ലി ആ ബൈ ഹാർട്ട് ചെയ്യാതെ റിസൾട്ട് എഴുതുകയും ചെയ്യാം. സോ ഓപ്പറേറ്റ് കോസ് ഓൺ ബോത്ത് സൈഡ്സ്. ഡോണ്ട് അപ്ലൈ സൈൻ. ടേക്ക് കോസ് ഓൺ ബോത്ത് സൈഡ്സ് ബിക്കോസ് വി ഹാവ് കോസ് ഇൻവേഴ്സ് ഹിയർ. സോ അപ്ലൈയിങ് കോസ് ഓൺ ബോത്ത് സൈഡ്സ്, കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ equal to z. Because on operating cos on both sides, cos alpha plus left hand side is actually alpha plus beta, right? Alpha plus beta is equal to cos inverse z. So on operating cos inverse, this becomes z. So that becomes z. Now cos alpha cos beta minus sin alpha sin beta equal to z. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ, സെയിം പ്രൊസീജിയർ ആയി കഴിഞ്ഞു, ഒരു വ്യത്യാസമില്ല. റൈറ്റ്, now ഇത് മാറ്റാം. Cos alpha, cos beta, the values okay. We have only sin alpha and sin beta. So this is x into y. And this is root of 1 minus x square. And this is root of 1 minus y square. Minus xy is equal to z. Transpose this to the other side. That is root of 1 minus x square into root of 1 minus y square is equal to xy plus z. Exactly same method. Same question. Squaring. 1 minus x square into 1 minus y square is equal to x square y square plus 2xyz plus z square. Here also we can expand. 1 minus y square minus x square plus x square y square is equal to x square y square plus 2xyz plus z square. So these two get cancelled. Here the transpose അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. That is x square plus y square plus z square already here plus 2xyz is there equal to 1 is here. So that one is here. So answer is 1. Clear? I think this very question നിങ്ങൾ നല്ലവണ്ണം എഴുതിക്കായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തപ്പോൾ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൂടിപ്പോയോ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിനെ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് നോക്കുക. നോക്കിയിട്ട് ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അഗെയിൻ കോൺടാക്ട് മീ ഓർ കോൺടാക്ട് അവർ സെഫെയർ. നമ്മളിവിടെ നമ്മളെല്ലാ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം. എന്ത് ഡൗട്ടാണെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. എനി ക്ലാരിഫിക്കേഷൻ, ഓക്കെ, ഈ പറഞ്ഞതിനകത്ത് എന്ത് ക്ലാരിഫിക്കേഷനും യു ക്യാൻ കോൺടാക്ട്. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച്.